ആദ്യത്തെ ചോദ്യം തന്നെ ആക്ച്വലി നല്ലൊരു ചോദ്യമാണ്. ദ ഫസ്റ്റ് മെക്കാനിക്കൽ കമ്പ്യൂട്ടർ ഡിസൈൻ ബൈ ചാൾസ് ബബേജ് വാസ് കോൾഡ്. കാരണം ഈ പേര് നമുക്കറിയാം. ചാൾസ് ബബേജ് എന്ന് പറയുന്ന പേരെന്ന് പറയുന്നത് കമ്പ്യൂട്ടറിന്റെ പിതാവ് എന്ന് പറഞ്ഞ് നമ്മളെ എപ്പോഴും പഠിക്കുന്ന ഒരു പേരാണ്. ഫാദർ ഓഫ് കമ്പ്യൂട്ടർ. കമ്പ്യൂട്ടറിന്റെ പിതാവാണ് ആരെന്ന് പറയുന്നത്? ചാൾസ് ബബേജ് എന്ന് പറയുന്നത് അല്ലേ? നമ്മൾ ചെറിയ ക്ലാസ്സിൽ സ്കൂളിൽ പഠിക്കുമ്പോൾ തൊട്ട് കേൾക്കുന്ന കമ്പ്യൂട്ടർ എന്ന് പറയുമ്പോൾ ആദ്യം കേൾക്കുന്ന പേരുകളിൽ ഒന്നാണ് ഇതെന്ന് പറയുന്നത് ചാൾസ് ബബേജ് എന്ന് പറയുന്നത്. പക്ഷെ നമ്മൾ അവിടെ എവിടെയും പഠിക്കാത്തൊരു പോയിന്റ് ആണ്. ഇദ്ദേഹം ഡിസൈൻ ചെയ്ത ആദ്യത്തെ മെക്കാനിക്കൽ കമ്പ്യൂട്ടറിന്റെ പേരെന്താണ് എന്ന് എന്ത് ചെയ്യില്ല, നമുക്ക് ആർക്കും അറിയണമെന്നില്ല. പക്ഷെ കുഴപ്പമില്ല, കാരണം ഓപ്ഷൻ നോക്കിക്കഴിഞ്ഞാൽ പലപ്പോഴും നമുക്കത് ആൻസർ ചെയ്യാനായിട്ട് പറ്റും. അബാക്കസ് ആണോ? അല്ല, അത് അതിന് മുമ്പ് ഉണ്ടായിരുന്ന ഒരു കാൽക്കുലേറ്റിംഗ് ഡിവൈസ് ആണ്. അനാലിറ്റിക്കൽ എഞ്ചിൻ ആണോ? എനിക്കറിയില്ല. എന്തായാലും അത് എന്തല്ല, കാൽക്കുലേറ്റർ അല്ല, പ്രോസസ്സറും അല്ല. ഇതാ ഞാൻ പറഞ്ഞ ഓപ്ഷൻ കണ്ടു കഴിഞ്ഞാൽ 3 ഓപ്ഷൻ നമുക്ക് എലിമിനേറ്റ് ചെയ്യാൻ പറ്റുന്നത് കൊണ്ട് നമുക്ക് പറയാം ഒരു 90% ഏതാണ് ആൻസർ ആവാനുള്ള സാധ്യത? അനാലിറ്റിക്കൽ എഞ്ചിനാണ് ആൻസർ ആവാനുള്ള സാധ്യത. 90 അല്ല, 100% ശരി തന്നെയാണ്. ചാൾസ് ബബേജ് ആദ്യമായി ഡിസൈൻ ചെയ്ത മെക്കാനിക്കൽ കമ്പ്യൂട്ടറിന്റെ പേരെന്താണ്? അനാലിറ്റിക്കൽ എഞ്ചിനാണ്. അധികം ആർക്കും അറിയണമെന്നില്ല. ഇതാ ഞാൻ പറഞ്ഞ നല്ല ചോദ്യങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്, RRB SSC ഒക്കെ ചോദിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഓർത്തു വെക്കുക, കമ്പ്യൂട്ടറിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന ചാൾസ് ബബേജ് ആദ്യമായി ഡിസൈൻ ചെയ്യുന്ന മെക്കാനിക്കൽ കമ്പ്യൂട്ടറിന്റെ പേരാണ് ഏതെന്ന് പറയുന്നത്? അനാലിറ്റിക്കൽ എഞ്ചിൻ എന്ന് എന്ത് ചെയ്യുക, ഒന്ന് ഓർത്തു വെക്കുക. ഇനി ചിലപ്പോൾ പ്രോഗ്രാമബിൾ ഇലക്ട്രോണിക് ഡിജിറ്റൽ കമ്പ്യൂട്ടർ ഏതാണ് ആദ്യത്തെ എന്ന് ചോദിക്കാറുണ്ട്. പ്രോഗ്രാമബിൾ ഡിജിറ്റൽ ഇലക്ട്രോണിക് കമ്പ്യൂട്ടർ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആൻസർ ഈസ് ഏനിയാക്. വഴി എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ സംസാരിക്കുന്നുണ്ട്. അവിടെ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് അതിനെപ്പറ്റി ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ആദ്യത്തെ ചോദ്യത്തിന് ഉത്തരം കിട്ടിയേ. ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത് ആദ്യത്തെ മെക്കാനിക്കൽ കമ്പ്യൂട്ടർ ചാൾസ് ബബേജ് ഡിസൈൻ ചെയ്ത ഏതാണ് എന്നുള്ളതായിരുന്നു. ദ ആൻസർ ഈസ് അനാലിറ്റിക്കൽ എഞ്ചിൻ. അടുത്തത്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ടൈപ്പ് ഓഫ് പേഴ്സണൽ കമ്പ്യൂട്ടർ? താഴെ തന്നിട്ടുള്ളതിൽ പേഴ്സണൽ കമ്പ്യൂട്ടർ അല്ലാത്തത് ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ നമുക്ക് നോക്കാം. ഇതുപോലെ കമ്പ്യൂട്ടറിന്റെ ക്ലാസിഫിക്കേഷൻ ഞാൻ പഠിപ്പിച്ചു തന്നിട്ടുണ്ട് അല്ലേ? ഇത് ഓപ്ഷൻ നോക്ക്. മെയിൻ ഫ്രെയിം കമ്പ്യൂട്ടർ ആണോ, പാം ടോപ്പ് ആണോ, ലാപ്ടോപ്പ് ആണോ, ഡെസ്ക്ടോപ്പ് ആണോ? എഗെയിൻ ഓപ്ഷൻ കണ്ടാൽ ലാപ്ടോപ്പും അല്ല ഡെസ്ക്ടോപ്പും അല്ല നമുക്ക് മനസ്സിലാവും, കാരണം ഇത് രണ്ടും നമ്മുടെ പേഴ്സണൽ കമ്പ്യൂട്ടർ ആണ് അല്ലേ? പിന്നെ സംശയം വരെ പാം ടോപ്പ് ആണ്. പാം ടോപ്പ് അതിലും ചെറിയൊരു സാധനമാണ്, അതുമല്ല. അപ്പോൾ പിന്നെ ആകെ ബാക്കിയുള്ളത് എന്താണ്? നമ്മുടെ മെയിൻ ഫ്രെയിം കമ്പ്യൂട്ടറാണ് ബാക്കിയുള്ളത്. ഈ മെയിൻ ഫ്രെയിം കമ്പ്യൂട്ടർ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഒരുപാട് ആളുകൾക്ക്, 100 കണക്കിന് ആളുകൾക്ക് ഒറ്റയടിക്ക് പണിയെടുക്കാനായിട്ട് ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു കമ്പ്യൂട്ടറാണ് ഏതെന്ന് പറയുന്നത്? മെയിൻ ഫ്രെയിം കമ്പ്യൂട്ടർ എന്ന് പറയുന്നത്. സെൻസസിൽ, ബാങ്കിങ്ങിൽ, എയർലൈൻസിൽ, ഇത്തരം സ്ഥലങ്ങളിലേക്കാണ് എന്ത് ചെയ്യുന്നത്, ഇത് യൂസ് ചെയ്യുന്നത്. അതായത് വലിയ ഡാറ്റ നമുക്ക് പ്രോസസ്സ് ചെയ്യണമെന്നുണ്ടെന്ന് വിചാരിക്കും, അതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഏതെന്ന് പറയുന്നത്? ഈ പറയുന്ന മെയിൻ ഫ്രെയിം കമ്പ്യൂട്ടർ എന്ന് എന്ത് ചെയ്യുക, ഓർത്തു വയ്ക്കുക. മോർ ദാൻ 100+ ആളുകൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ പറയുന്ന മെയിൻ ഫ്രെയിം കമ്പ്യൂട്ടറിൽ അറ്റ് എ ടൈം എന്ത് ചെയ്യാൻ പറ്റും? പണിയെടുക്കാൻ പറ്റും. അതുകൊണ്ട് ഇതിൽ പേഴ്സണൽ കമ്പ്യൂട്ടർ അല്ലാത്തത് ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദ ആൻസർ ഈസ് മെയിൻ ഫ്രെയിം കമ്പ്യൂട്ടർ. ബാക്കി മൂന്നും എന്ത് തന്നെയാണ്? പേഴ്സണൽ കമ്പ്യൂട്ടറാണ്, സിംഗിൾ യൂസിന് നമ്മൾ ഉപയോഗിക്കുന്നതാണ്. സെറ്റല്ലേ? ചോദ്യങ്ങളുടെ ഒരു സെറ്റ് സ്റ്റാൻഡേർഡ് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഞാൻ പറയുന്നത് ഈസി ചോദിക്കുന്നേ ഇല്ല എന്നല്ല കേട്ടോ. അപ്പോൾ പണ്ടൊക്കെ സ്ഥിരം ഇൻപുട്ട് ഡിവൈസ് ഏതാ, ഔട്ട്പുട്ട് ഡിവൈസ് ഏതാന്നൊക്കെ ചോദിക്കാറുണ്ട്. അതിപ്പോൾ ചോദിക്കുന്നേ ഇല്ല എന്നല്ല, അങ്ങനത്തെ ചോദ്യങ്ങളുണ്ട്. പക്ഷെ ഒപ്പം തന്നെ നല്ല ചോദ്യങ്ങളും എന്ത് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. SSC RRBയും ചോദിക്കുന്നുണ്ട്. നല്ല ചോദ്യങ്ങളാണ് നമ്മുടെ ഷിഫ്റ്റിൽ വന്നെങ്കിൽ നമ്മുടെ പണി പാളിയില്ലേ? അപ്പം അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, എല്ലാ തരത്തിലുള്ളത് നമ്മൾ നോക്കണം എന്ന് വിചാരിക്കുന്നത്. അടുത്തത്, വാട്ട് വാസ് ദ ഫസ്റ്റ് കമ്പ്യൂട്ടർ ക്രിയേറ്റഡ് ബൈ ജെ മൗക്ലി? ഞാൻ അങ്ങനെ വായിക്കേണ്ടത് എനിക്കറിയില്ല, ജെ മൗഷ്ലി ആയിരിക്കും ചിലപ്പോൾ. ആൻഡ് ജെ പ്രസ്പർ എക്കേർട്ട് വിത്ത് നോ മെക്കാനിക്കൽ പാർട്സ്. മെക്കാനിക്കൽ പാർട്സ് ഒന്നുമില്ലാതെ തന്നെ JMAUCHLY എന്ന് പറയുന്ന ആളും ജെ പ്രസ്പർ എക്കേർട്ട് എന്ന് പറയുന്ന ആളും കൂടെ ചേർന്ന് ഡിസൈൻ ചെയ്ത കമ്പ്യൂട്ടർ ഏതാണ് എന്നാണ് നമ്മളോട് എന്ത് ചെയ്തിരിക്കുന്നത്, ചോദിച്ചിരിക്കുന്നത്. അത് മാർക്ക് 2 അല്ല, എഡ്വാക്കും അല്ല, മാർക്ക് 1 അല്ല. ദ ആൻസർ ഈസ് ഏനിയാക് എന്നാണ് എന്ത് ചെയ്യുന്നത്, അതിന് നമ്മൾ പറയേണ്ടത്. ഈ ഏനിയാക്കിന്റെ കാര്യമാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ആദ്യത്തെ ഇലക്ട്രോണിക് ഡിജിറ്റൽ കമ്പ്യൂട്ടർ ആണ് എന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നു മക്കളെ. ചിലപ്പോൾ അങ്ങനെ തന്നെ ചോദിക്കാറുണ്ട്. ആദ്യത്തെ ഇലക്ട്രോണിക് ഡിജിറ്റൽ കമ്പ്യൂട്ടർ ആണ് ഏതെന്ന് പറയുന്നത്? ഈ ഏനിയാക് എന്ന് പറയുന്നത്. ഈ ഏനിയാക്കിന് ഫുൾ ഫോം ഉണ്ട് അല്ലേ? അതും എപ്പോഴും ചോദിക്കുന്നതാണ്. E ഫോർ ഇലക്ട്രോണിക് തന്നെയാണ്, മാറ്റമൊന്നുമില്ല. N ഫോർ ന്യൂമറിക്കൽ, ഇലക്ട്രോണിക് ന്യൂമറിക്കൽ. I ഫോർ ഇൻ്റഗ്രേറ്റർ, I ഫോർ ഇൻ്റഗ്രേറ്റർ ആൻഡ് C ഫോർ കമ്പ്യൂട്ടർ. ഇലക്ട്രോണിക് ന്യൂമറിക്കൽ ഇൻ്റഗ്രേറ്റർ ആൻഡ് കമ്പ്യൂട്ടർ. ഇപ്പോൾ ഈ ചോദിച്ച ചോദ്യത്തിനേക്കാളും ഏറ്റവും കൂടുതൽ ഞാൻ പറയണമെങ്കിൽ ചോദിച്ച് കണ്ടിട്ടുള്ളത് ഇതിൻ്റെ ഫുൾ ഫോം ആണ്. ഏനിയാക്കിൻ്റെ ഫുൾ ഫോം എന്താണ്? ഏനിയാക്കിൻ്റെ ഫുൾ ഫോം എന്താണ്? ഇലക്ട്രോണിക് ന്യൂമറിക്കൽ ഇൻ്റഗ്രേറ്റർ ആൻഡ് കമ്പ്യൂട്ടർ ആണ്. ആൻഡ് ദാറ്റ് ഈസ് അവർ ഫസ്റ്റ് ഇലക്ട്രോണിക് ഡിജിറ്റൽ കമ്പ്യൂട്ടർ. ഇപ്പോൾ 2 പോയിന്റ് എക്സ്ട്രാ കിട്ടി. ഇതൊന്നും ഇന്നേ വരെ ഞാൻ ചോദിച്ച് കണ്ടിട്ടില്ലാത്തതാണ്. അത് ക്രിയേറ്റ് ചെയ്ത ആൾക്കാരുടെ പേര് ജെ മൗക്ലി എന്ന് പറയുന്ന ആളും അതുപോലെ തന്നെ ജെ പ്രസ്പർ എക്കേർട്ട് എന്ന് പറയുന്ന ആളും ചേർന്നാണ് എന്ത് ചെയ്തിരിക്കുന്നത്, ഈ പറയുന്ന
ആദ്യത്തെ ഡിജിറ്റൽ ഇലക്ട്രോണിക് കമ്പ്യൂട്ടർ എന്ത് ചെയ്തിരിക്കുന്നത്, ഡിസൈൻ ചെയ്തിരിക്കുന്നത് എന്ന് കൂടി എന്ത് ചെയ്യുക, ഒന്ന് ഓർത്ത് വെക്കുക. സെറ്റല്ലേ? അടുത്തിലോട്ട് പോട്ടെ. ദേ വീണ്ടും ഞാൻ പറഞ്ഞില്ലേ, ദ നെയിം ഓഫ് ദ ഫസ്റ്റ് ഇലക്ട്രോണിക് ഡിജിറ്റൽ കമ്പ്യൂട്ടർ ഓഫ് ദ വേൾഡ് ഈസ്, എല്ലാവർക്കും അറിയാം, പറയേണ്ട കാര്യം പോലും. ആൻസർ ഈസ് എന്താണ്? ENIAC ആണ്. അത്രയും വട്ടം എന്ത് ചെയ്തിട്ടുണ്ട്, ആവർത്തിച്ച് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്. അടുത്തത്, ഇൻ വിച്ച് ജനറേഷൻ വേർ കമ്പ്യൂട്ടേഴ്സ് ബൾക്കി, വാക്വം ബേസ്ഡ് ആൻഡ് കോസ്റ്റ്ലി? ഏത് ജനറേഷനിലാണ് കമ്പ്യൂട്ടറുകൾ ബൾക്കി ആയിരുന്നത്, വാക്വം ട്യൂബ്സിനെ ബേസ് ചെയ്തായിരുന്നത്, ആൻഡ് കോസ്റ്റ്ലി ആയിരുന്നു ചോദിച്ചേക്കുന്നത്? കമ്പ്യൂട്ടറിനെ പറ്റി പഠിക്കുമ്പോൾ ഞാൻ നമ്മുടെ കമ്പ്യൂട്ടർ കോഴ്സിൽ ആദ്യത്തെ ക്ലാസ്സിൽ തന്നെ പറയുന്ന ഒരു കാര്യമാണ്, കമ്പ്യൂട്ടറിന്റെ ജനറേഷൻ നമുക്ക് പഠിക്കാനുണ്ട് അല്ലേ. 5 ജനറേഷൻസ് ആയിട്ടുണ്ട് ഏതെന്ന് പറയുന്നത്, കമ്പ്യൂട്ടറിന്റെ ജനറേഷനുകൾ എന്ന് പറയുന്നത്. അതിൽ ഓരോ ജനറേഷനിലും എന്താണ്, ഓരോ ടൈപ്പ് സാധനങ്ങളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതിനെ ബേസ് ചെയ്ത് എപ്പോഴും എന്ത് ചെയ്യാറുണ്ട്, ചോദ്യവും വരാറുണ്ട്. അത് ജസ്റ്റ് ഞാനൊന്ന് നിങ്ങൾക്ക് പറഞ്ഞുതരാം, കാരണം അത് ഇനിയും ചോദിക്കും, ഉറപ്പായിട്ടും ഏതെങ്കിലുമൊക്കെ ഷിഫ്റ്റിൽ ഇനി റിപ്പീറ്റ് ചെയ്യാൻ സാധ്യതയുള്ളതാണ്. ഇതിൽ ഒന്നാമത്തെ ജനറേഷനിൽ, അതായത് ഏകദേശം 40 മുതൽ 55 വരെ 56 വരെയുള്ള കാലഘട്ടം, അത് ഈ പറയുന്ന പോലെ ടൈം ലൈൻ ഓരോന്നനുസരിച്ച് മാറാറുണ്ട്, അതുകൊണ്ട് ഞാൻ അതിലോട്ട് നിൽക്കുന്നില്ല. ഈ ഒന്നാമത്തെ ഫസ്റ്റ് ജനറേഷൻ കമ്പ്യൂട്ടറുകളിൽ യൂസ് ചെയ്തിരുന്നതാണ് ഏതെന്ന് പറയുന്നത്, ഈ പറയുന്ന വാക്വം ബേസ്ഡ് ആയിട്ടുള്ള വാക്വം ട്യൂബ്സ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ ജനറേഷനിൽ, സെക്കൻഡ് ജനറേഷനിൽ യൂസ് ചെയ്തിരുന്നത് ട്രാൻസിസ്റ്റർ ആണ്. സെക്കൻഡ് ജനറേഷനിൽ യൂസ് ചെയ്തിരുന്നത് ട്രാൻസിസ്റ്റർ ആണ്. മൂന്നാമത്തേതിൽ യൂസ് ചെയ്തിരുന്നത് IC, ഇന്റഗ്രേറ്റഡ് സർക്യൂട്ട്സ് ആണ്. നാലാമത്തേതിൽ മൈക്രോ പ്രോസസ്സറുകളാണ് എന്ത് ചെയ്യുന്നുണ്ടായിരുന്നത്, പ്രധാനമായും യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇപ്പോഴും നമ്മളത് യൂസ് ചെയ്യുന്നുണ്ട്. ഫിഫ്ത്ത് ആയപ്പോൾ ഏതായിട്ട് മാറി, അത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് AI ആയിട്ട് മാറി എന്നും കൂടെ എന്ത് ചെയ്യുക, ഓർത്ത് വയ്ക്കുക. അപ്പോൾ നമുക്ക് കൃത്യമായിട്ട് ഓരോ ജനറേഷനെയും നമ്മൾ പഠിച്ചു. നമ്മൾ ഈ പറയുന്ന വാക്വം ബേസ്ഡ് ആണെങ്കിൽ അത് വരുന്ന രീതിയിലാണ്, ഫസ്റ്റ് ജനറേഷനിലാണ് വാക്വം ട്യൂബ്സ് എന്ത് ചെയ്തിരിക്കുന്നത്, നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് എന്ത് ചെയ്യുക, മറക്കാതിരിക്കുക മക്കളെ. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നല്ലോണം ചോദ്യം വരാറുള്ളതാണ്, തിരിച്ചും മറിച്ചൊക്കെ ചോദിക്കാറുള്ളതാണ്. ഫസ്റ്റ് ജനറേഷനിൽ ഏത് യൂസ് ചെയ്തു, സെക്കൻഡിൽ ഏത് യൂസ് ചെയ്തു, തേർഡിൽ ഏത് യൂസ് ചെയ്തു, ഫോർത്തിൽ ഏത് യൂസ് ചെയ്തു, ഫിഫ്ത്തിൽ ഏത് യൂസ് ചെയ്തു എന്ന് തന്നെ കയ്യും കണക്കൂലാതെ ഡയറക്റ്റ് ചോദിച്ചാണ്. ഇവിടെ ഒരു ട്വിസ്റ്റിന് വേണ്ടിയിട്ട് തിരിച്ച് പിടിച്ചേക്കുവാണ്. വാക്വം ബേസ്ഡ് അല്ലെങ്കിൽ വാക്വം ട്യൂബ്സ് എവിടെയാണ് യൂസ് ചെയ്തതെന്ന് എന്തിരിക്കുകയാണ്, തിരിച്ച് പിടിച്ചേക്കുവാണ്. സോ എന്ത് ചെയ്യരുത്, അതിൽ തെറ്റിക്കരുത്. 5 ചോദ്യം ഞാൻ പഠിപ്പിച്ചു, ഒരു ചോദ്യമല്ല 5 ചോദ്യം. ഈ ഒറ്റ ചോദ്യം വെച്ചാൽ ഞാൻ പറയുന്നത്. സെറ്റല്ലേ? അടുത്തത് പിടിച്ചോ. വാട്ട് വാസ് ഇന്ത്യാസ് ഫസ്റ്റ് സൂപ്പർ കമ്പ്യൂട്ടർ കാൾഡ്? എഗെയിൻ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അത് സാഗ 220 അല്ല, പരം 6000 അല്ല, ഏനിയാക്കും അല്ല. ഏനിയാക്കിന്റെ കഥ ഓൾറെഡി നമ്മൾ പറഞ്ഞു. അതിന്റെ പേര് പരം 8000 ആണ് എന്നും പറഞ്ഞ് അതിന്റെ ബാക്കി കഥകൾ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. ഇന്ത്യയുടെ ആദ്യത്തെ സൂപ്പർ കമ്പ്യൂട്ടർ ആണ് പരം 8000, വിച്ച് ഈസ് ഡെവലപ്ഡ് ഇൻ സീഡാക് പൂനെ. സീഡാക് പൂനെയിലാണ് എന്ത് ചെയ്തിരിക്കുന്നത്, ഈ പറയുന്ന ആദ്യത്തെ ഇന്ത്യയുടെ സൂപ്പർ കമ്പ്യൂട്ടർ ആയിട്ടുള്ള പരം 8000 ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ആ സമയത്ത് സീഡാക്കിന്റെ ഹെഡ് എന്ന് പറയുന്ന വ്യക്തിയായിരുന്നു ആരെന്ന് പറയുന്നത്, വിജയ് ഭട്കർ എന്ന് പറയുന്നത് അല്ലേ. ഇദ്ദേഹത്തിന്റെ ഒരു പ്രത്യേകത, എന്താ അദ്ദേഹത്തിന്റെ പ്രത്യേകത, ഈ സീഡാക് പൂനെയിൽ ഈ പരം 8000 ഡെവലപ്പ് ചെയ്യുമ്പോൾ അത് ലീഡ് ചെയ്തിരുന്ന വ്യക്തി ആയതുകൊണ്ട് ഈ വിജയ് ഭട്കർ ആണ് എന്തായിട്ട് അറിയപ്പെടുന്നത്, ഫാദർ ഓഫ് ഇന്ത്യൻ സൂപ്പർ കമ്പ്യൂട്ടർ എന്നറിയപ്പെടുന്നത്. ഫാദർ ഓഫ് ഇന്ത്യൻ സൂപ്പർ കമ്പ്യൂട്ടർ എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് ആരെന്ന് പറയുന്നത്, ഈ പറയുന്ന വിജയ് ഭട്കർ എന്ന് പറയുന്നത്. അതും ചോദ്യമാണ്. ഇപ്പം ഇന്ത്യയിലെ ആദ്യത്തെ സൂപ്പർ കമ്പ്യൂട്ടർ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പരം 8000 ആണ്. അത് സീഡാക്കിൽ, സെന്റർ ഫോർ ഡെവലപ്മെന്റ് ഓഫ് അഡ്വാൻസ്ഡ് കമ്പ്യൂട്ടിംഗ്, അതിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് പൂനെയാണ്. അതും ചോദിക്കാറുണ്ട്. അല്ലെങ്കിൽ അത് ഹെഡ് ക്വാർട്ടേഴ്സ് അല്ല, അത് സിറ്റുവേറ്റ് ചെയ്യുന്നത് പൂനെയിലാണ്. സെന്റർ ഫോർ ഡെവലപ്മെന്റ് ഓഫ് അഡ്വാൻസ്ഡ് കമ്പ്യൂട്ടിംഗ് പൂനെയിലാണുള്ളത്. അതിന്റെ ആ സമയത്ത് ഹെഡായിരുന്നു വിജയ് ഭട്കർ എന്ന് പറയുന്നത്, ഡോക്ടർ വിജയ് ഭട്കർ എന്ന് പറയുന്നത്. അതുകൊണ്ട് അദ്ദേഹം എന്തായിട്ട് അറിയപ്പെടുന്നു, ഫാദർ ഓഫ് ഇന്ത്യൻ സൂപ്പർ കമ്പ്യൂട്ടർ എന്ന് അറിയപ്പെടുന്നു എന്നും കൂടെ എന്ത് ചെയ്യുക, ഒന്ന് ഓർത്ത് വെക്കുക. അടുത്ത ചോദ്യം, സാഗ 220 വാസ് ഡെവലപ്ഡ് ബൈ ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ. ISRO ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഒരു സംഭവമാണ് ഇതെന്ന് പറയുന്നത്, സാഗ 220 എന്ന് പറയുന്നത്. വാട്ട് ഈസ് സാഗ 220? എന്താണ് ഈ സാഗ 220 എന്നാണ് ചോദിച്ചേക്കുന്നത്. അതൊരു മിസൈൽ ആണോ, സൂപ്പർ കമ്പ്യൂട്ടർ ആണോ, സാറ്റലൈറ്റ് ആണോ, പേസ് മേക്കർ ആണോ എന്ന് ചോദിച്ചേക്കുന്നത്. നമ്മൾ കമ്പ്യൂട്ടറിന്റെ ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നത് ആയതുകൊണ്ട് നമുക്ക് വലിയ കുഴപ്പമില്ല, കണ്ടോടനെ നമുക്ക് പറയാൻ പറ്റും എന്താണ് സാഗ 220 എന്ന് പറയുന്നത്. ISRO ഡിസൈൻ ചെയ്ത ഒരു സൂപ്പർ കമ്പ്യൂട്ടർ ആണ് എന്ന് എന്ത് ചെയ്യുക, മനസ്സിലാക്കി വെക്കുക. അത്രേ ഉള്ളൂ. അത്രയും എന്ത് ചെയ്താൽ മതി, ഓർത്ത് വെച്ചാൽ മതി. അടുത്ത ചോദ്യം, ഇൻ കമ്പ്യൂട്ടർ ടെർമിനോളജി വാട്ട് ഈസ് എ നിബിൾ? കമ്പ്യൂട്ടറിന്റെ ഭാഷയിൽ എന്താണ് ഒരു നിബിൾ എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഹാഫ് എ ബൈറ്റ് ആണോ, ടെറാബൈറ്റ് ആണോ, ഗിഗാബൈറ്റ് ആണോ, കിലോബൈറ്റ് ആണോ, കിലോബൈറ്റ് ആണോ എന്നൊക്കെയാണ് എന്ത് ചെയ്തിരിക്കുന്നത്, നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം കമ്പ്യൂട്ടറിന്റെ ഭാഷയിൽ ഏറ്റവും കുറഞ്ഞ അളവെന്ന് പറയുന്നത് എന്താണ്, ഒരു ബിറ്റാണ് അല്ലെ. ഒരു ബൈനറി ഡിജിറ്റ് ആണ്, 0 1, അതിൽ ഓരോന്നും എന്ത് തന്നെയാണ്, ഒരു ബിറ്റ് ആണെന്ന് നമുക്കറിയാം. കമ്പ്യൂട്ടറിലെ സ്മോളസ്റ്റ് യൂണിറ്റ് ഓഫ് ഡാറ്റ ഏതാണ് എന്ന് തന്നെ പലപ്പോഴും ചോദിക്കാറുള്ളതാണ്. അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ സ്മോളസ്റ്റ് യൂണിറ്റ് ഓഫ്
ഡാറ്റ ഇൻ കമ്പ്യൂട്ടർ ഏതാണെന്ന് ചോദിച്ചാലും എന്ത് തന്നെയാണ്, അത് ബിറ്റ് ആണെന്ന് നമുക്കറിയാം അല്ലേ. 8 ബിറ്റുകൾ കൂടുമ്പോഴാണ് എന്തായിട്ട് മാറുന്നത്, ഒരു ബൈറ്റ് ഉണ്ടാവുന്നത്. 8 ബിറ്റുകൾ കൂടി ചേർന്ന് എന്തുണ്ടാവും, ഒരു ബൈറ്റ് ഉണ്ടാവും. ഇതിന് രണ്ടിനും നടുക്ക് നിൽക്കുന്ന ഒരു സാധനമാണ് ഇതെന്ന് പറയുന്നത്, നമ്മുടെ നിബിൾ എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് ഒരു നിബിൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 4 ബിറ്റുകളെ അല്ലെങ്കിൽ പാതി ബൈറ്റിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, നമ്മളൊരു നിബിൾ എന്ന് പറയുന്നത്. സോ 1 നിബിൾ ഈസ് ഈക്വൽ ടു 4 ബിറ്റ്സ് അല്ലെങ്കിൽ ഹാഫ് ബൈറ്റ് ആണ് എന്ന് പറയുന്നത് നമ്മുടെ നിബിൾ എന്ന് പറയുന്നത്. സോ നമ്മുടെ ആൻസർ എന്താണ്, ഹാഫ് എ ബൈറ്റ് ആണ്. ടെറാബൈറ്റിലോട്ടും ജിഗാബൈറ്റിലോട്ടും കിലോബൈറ്റിലോട്ടും ഞാൻ വരാം, അതെപ്പോഴും എന്ത് ചെയ്യുന്നതാണ്, നമുക്ക് ആവശ്യമുള്ളതാണ്, അതിനെപ്പറ്റി ഞാൻ സംസാരിക്കുന്നുണ്ട്. എന്തായാലും ഇത് അടുത്ത ചോദ്യം ഇതാണ്, വിച്ച് എമംഗ് ദ ഫോളോയിങ് ഈസ് ദ ലാർജസ്റ്റ് യൂണിറ്റ് ഓഫ് മെമ്മറി ഓഫ് എ കമ്പ്യൂട്ടർ സിസ്റ്റം. താഴെ തന്നിട്ടുള്ളതിൽ കമ്പ്യൂട്ടറിലെ പിള്ളേരിലെ ഏറ്റവും ലാർജസ്റ്റ് യൂണിറ്റ് ഓഫ് മെമ്മറി ഏതാണ്, അല്ലെങ്കിൽ താഴെ തന്നിട്ടുള്ളതിൽ ഏതാണ് ലാർജസ്റ്റ് എന്നാണ് എന്ത് ചെയ്തിരിക്കുന്നത്, ചോദിച്ചിരിക്കുന്നത്. അത് എക്സാബൈറ്റ് ആണോ, ഒറ്റാബൈറ്റ് ആണോ, പെറ്റാബൈറ്റ് ആണോ, സെറ്റാബൈറ്റ് ആണോ എന്ന് ചോദിച്ചേക്കുന്നത്. ഈ ചോദ്യത്തിന് ഉത്തരം പറയുന്നതിന് മുമ്പ് ഞാൻ നിങ്ങളെ വേറൊരു സാധനം പഠിപ്പിക്കാം. ഇത് ഉറപ്പായിട്ട് നിങ്ങൾ പഠിക്കേണ്ടുന്ന സാധനമാണ്. ഇതൊന്ന് ഉറപ്പായിട്ടും 100% ഞാൻ ഗ്യാരണ്ടി തരാം, ഇനി വരാൻ പോകുന്ന പരീക്ഷയിൽ എന്തുണ്ടാവും, നിങ്ങൾക്ക് ചോദ്യം ഉണ്ടാവും. ഇതിപ്പോൾ ഓൾറെഡി ഒരു ചോദ്യം നമ്മൾ ഡിസ്കസ് ചെയ്തു, 4 ബിറ്റ് ആണ് ഒരു നിബിൾ അല്ലെങ്കിൽ ഹാഫ് ബൈറ്റ് ആണ് എന്തെന്ന് പറയുന്നത് ഒരു നിബിൾ എന്ന് നമ്മൾ പഠിച്ചു അല്ലേ. 8 ബിറ്റുകൾ കൂടിച്ചേർന്ന് എന്തുണ്ടാവുന്നു, ഒരു ബൈറ്റ് ഉണ്ടാവുന്നു എന്ന് ഓർത്ത് വയ്ക്കുക. 1024 ബൈറ്റുകൾ കൂടി ചേർന്ന് എന്തുണ്ടാവുന്നു, ഒരു കിലോ ബൈറ്റ് ഉണ്ടാവുന്നു. 1 KB എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്, ഒരു കിലോ ബൈറ്റ് ഉണ്ടാവുന്നു. 1024 KB കൂടുമ്പോൾ ഒരു മെഗാബൈറ്റ്, ഒരു MB ഉണ്ടാവുന്നു. 1024 MB കൂടുമ്പോൾ ഒരു ജിഗാബൈറ്റ്, GB ഉണ്ടാവുന്നു. 1024 GB കൂടുമ്പോൾ ഒരു ടെറാബൈറ്റ്, TB ഉണ്ടാവുന്നു. ഇതുവരെ നമുക്ക് എല്ലാവർക്കും അറിയുന്നുണ്ടാവും, കാരണം നമ്മൾ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ എന്ത് ചെയ്യുന്നതാണ്, യൂസ് ചെയ്യുന്നത് അല്ലെ. കിലോ ബൈറ്റ്, മെഗാ, ജിഗ, ടെറ ഒക്കെ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് എന്നുള്ളത് എന്ത് ചെയ്യാം, നമുക്ക് യൂസ് ചെയ്യുന്നതുകൊണ്ട് എന്ത് ചെയ്യാം, നമുക്ക് അറിയുന്നതാണ്. ഇവിടെ നിന്ന് അങ്ങോട്ടുള്ളതാണ് ശ്രദ്ധിക്കേണ്ടത്. 1024 TB ആണെങ്കിൽ ഒരു പെറ്റാബൈറ്റ് ആണ് മക്കളെ, ഓർക്കുക. 1024 TB ഒരു പെറ്റ. 1024 പെറ്റ എന്ന് പറയുമ്പോൾ ഒരു എക്സ. 1024 എക്സ എന്ന് പറയുമ്പോൾ ഒരു സെറ്റ. 1024 സെറ്റ എന്ന് പറയുമ്പോൾ ഒരു യൊറ്റ ആണെന്നും എന്തുകൂടെ ചെയ്യുക, ഓർത്തുവയ്ക്കുക. ഇത് പെട്ടെന്ന് വേണമെങ്കിലും ചോദ്യം വരാം. 1024 GB എന്ത് വിളിക്കുന്നു, 1024 PB എന്ത് വിളിക്കുന്നു, 1024 KB കൂടുമ്പോൾ എന്താണ് ഉണ്ടാവുന്നത്. പിന്നെ ഇപ്പം നമ്മൾ തൊട്ട് മുമ്പ് കണ്ടതുപോലെ 4 ബിറ്റുകൾ ചേർന്നാൽ അതിനെ നമ്മൾ എന്ത് വിളിക്കുന്നു, ഹാഫ് ബൈറ്റിനെ നമ്മൾ എന്താണ് വിളിക്കുക എന്നൊക്കെ പറഞ്ഞ് തിരിച്ചും മറിച്ചും അവർക്ക് എന്ത് ചെയ്യാൻ ചോദ്യം തരാം. കമ്പ്യൂട്ടറിലെ മെമ്മറി എന്ന് പറയുന്ന ഭാഗം പഠിക്കുമ്പോൾ നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയി പഠിച്ചിരിക്കേണ്ട ഒരു ടേബിൾ ആണ് ഇതെന്ന് പറയുന്നത്, ഈ പറയുന്ന ഭാഗം എന്ന് പറയുന്നത്. അതിൽ കിലോ, മെഗാ, ജിഗ, ടെറ വരെ ഞാൻ പറഞ്ഞോളാം നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും. ബാക്കി എന്ത് ചെയ്യുക, നിങ്ങൾ പഠിക്കുക. ഇവിടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം കമ്പ്യൂട്ടറിന്റെ ലാർജസ്റ്റ് മെമ്മറി ചോദിച്ചു കഴിഞ്ഞാൽ അത് എക്സയുമല്ല, പെറ്റയുമല്ല, സെറ്റയുമല്ല. കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത് ഏതാണ്, അത് ഒറ്റയാണ് എന്ന് എന്ത് ചെയ്യും, നമുക്ക് കിട്ടും. ഈ ടേബിളിൽ നിന്ന് നല്ലോണം ചോദ്യങ്ങൾ വരാറുണ്ട്. തൊട്ട് മുമ്പത്തെ ചോദ്യം ഒരു എക്സാമ്പിൾ ആയിരുന്നു, ഈ ചോദ്യം ഒരു എക്സാമ്പിൾ ആണ്, അടുത്ത ചോദ്യം ഒരു എക്സാമ്പിൾ ആണ്. 1 GB അല്ലെങ്കിൽ 1 GB എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്ര മെഗാബൈറ്റ് ആണെന്നുള്ളതാണ് ഓൾറെഡി നമ്മൾ നോക്കി. 1024 മെഗാബൈറ്റ് ആണ് ഇതെന്ന് പറയുന്നത്, 1 GB എന്ന് പറയുന്നത്. ഇതേ വീണ്ടും ഞാൻ പറഞ്ഞ മക്കളത് അത്രയും ചോദിക്കും. ഒരു ടെറാബൈറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്രയാണ്, ഒരു ടെറാബൈറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം 1 TB എന്ന് വെച്ചാൽ എത്രയാണ്, 1024 GB ആണെന്ന് നമുക്കറിയാം. ഇതെല്ലാം റെയിൽവേ ചോദിച്ചിട്ടുള്ളതാണ്. ടു ബി സ്പെസിഫിക് ഇതെല്ലാം കഴിഞ്ഞ NTPC അവസാനം നടന്ന NTPCയുടെ ടയർ 1ലും ടയർ 2ലും ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ്. എത്ര ചോദ്യം ഇപ്പം തന്നെ ആയെന്ന് ആലോചിച്ച് നോക്ക്. അപ്പോൾ ഇത്രയും ചോദ്യങ്ങൾ, ഒരു TB പറ്റി വന്നു, ജിഗാബൈറ്റിനെ പറ്റി വന്നു, കിലോബൈറ്റിനെ പറ്റി വന്നു, ലാർജസ്റ്റ് യൂണിറ്റ് ചോദിച്ചു, നിബിളിനെ പറ്റി ചോദിച്ചു. ഇങ്ങനെ എന്ത് വേണേലും എന്ത് ചെയ്യാം, ഇവർക്ക് ഈ ഭാഗത്തും ചോദിക്കാം. ഇനിയും എന്ത് ചെയ്യും, ഉറപ്പായിട്ടും ചോദിക്കുക തന്നെ ചെയ്യും. സോ ആ ടേബിൾ എന്ത് ചെയ്യുക, വൃത്തിയായിട്ട് പഠിച്ചു വെക്കുക. അടുത്ത ചോദ്യം, വിച്ച് ഓഫ് ദിസ് ഈസ് നോട്ട് എ കമ്പ്യൂട്ടർ ക്യാരക്ടറിസ്റ്റിക്. താഴെ തന്നിട്ടുള്ളതിൽ കമ്പ്യൂട്ടറിന്റെ ക്യാരക്ടറിസ്റ്റിക് അല്ലാത്തത് ഏതെന്നാണ് ചോദിച്ചേക്കുന്നത്. ഇന്റലിജൻസ് കോഷ്യന്റ്, ഡാറ്റ സ്റ്റോറേജ്, സ്പീഡ്, ആക്യുറസി, ഇത്രയാണ് പറഞ്ഞേക്കുന്നത്. ഞാൻ ഈ പറഞ്ഞ പോലെ ഇതിപ്പോൾ നമുക്ക് അറിയില്ലെങ്കിൽ പോലും ഓപ്ഷൻ നോക്കിയാൽ നമുക്കറിയാം. ഡാറ്റ സ്റ്റോറേജ്, എത്ര ഡാറ്റ സ്റ്റോർ ചെയ്യാൻ പറ്റും, കമ്പ്യൂട്ടറിന്റെ ഫീച്ചറാണ്. എത്ര സ്പീഡ് ഉണ്ട്, കമ്പ്യൂട്ടറിന്റെ ഫീച്ചറാണ്. കമ്പ്യൂട്ടറിന് എത്ര ആക്യുറസി ഉണ്ട്, അതും എന്താണ്, കമ്പ്യൂട്ടറിന്റെ ഫീച്ചറാണ്. പക്ഷെ എന്തല്ല, ഇന്റലിജൻസ് കോഷ്യന്റ് എന്ന് പറയുന്നത്, നമ്മൾ IQ എന്ന് പറയുന്ന മനുഷ്യന്മാർക്ക് പറയുന്ന ഒരു കാര്യമാണ്. കുറച്ചും കൂടെ പോയ AI-ക്കൊക്കെ IQ നമ്മൾ മെഷർ ചെയ്ത് തുടങ്ങും. എന്നിരിക്കലും ഇപ്പോൾ ആസ് ഓഫ് നോ നമുക്ക് എന്ത് പറയാം, കമ്പ്യൂട്ടറിന്റെ ക്യാരക്ടറിസ്റ്റിക് അല്ല ഏതെന്ന് പറയുന്നത് IQ എന്ന് പറയുന്നത് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഓർക്കാനായിട്ട് പറ്റും. ദേ പിടിച്ചോ അടുത്ത ചോദ്യം, വാട്ട് ഈസ് ദ ഫുൾ ഫോം ഓഫ് VR ഇൻ കമ്പ്യൂട്ടർ ടെക്നോളജി. ആപ്പിളൊക്കെ ഈ അടുത്ത് ലോഞ്ച് ചെയ്തുകൊണ്ട്, ഈ അടുത്തല്ല ഇപ്പോൾ കുറച്ചായി ലോഞ്ച് ചെയ്തത് കൊണ്ട് നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്. VR എന്ന് പറയുന്നത് എന്താണ്, വിർച്വൽ റിയാലിറ്റി ആണ് അല്ലെ. വിർച്വൽ റിയാലിറ്റി എന്നതാണ് ഇതിന്റെ ഫുൾ ഫോം ആയിട്ട് വരുന്നത്, VRന്റെ ഫുൾ ഫോം ആയിട്ട് വരുന്നത്. അറിയാത്തവർ ഓർത്തു വയ്ക്കുക, അത് വിഷ്വൽ റിയാലിറ്റി അല്ല. പെട്ടെന്ന് കൺഫ്യൂഷൻ ആവാൻ സാധ്യതകളാണ്. വിഷ്വൽ അല്ല, വിർച്വൽ ആണ്. ഇല്ലാത്തൊരു ലോകം വിർച്വലി നമ്മുടെ മുമ്പിൽ എന്ത് ചെയ്യണം, കാണിച്ചിരണം. സോ ഇറ്റ്സ് വിർച്വൽ റിയാലിറ്റി. വോക്കൽ റെസൊണൻസ് അല്ല, വിഷ്വൽ റേഞ്ച് അല്ല, അത് വിർച്വൽ റിയാലിറ്റി ആണ്. അടുത്തത്, കീബോർഡ്, മോണിറ്റർ ആൻഡ് ക്യാബിനറ്റ് ആർ കമ്പണൻസ് ഓഫ്. കൺട്രോൾ യൂണിറ്റ് അല്ല, സ്റ്റോറേജ് യൂണിറ്റ് അല്ല, സോഫ്റ്റ്വെയർ അല്ല, അതെന്താണ്, കമ്പ്യൂട്ടർ ഹാർഡ്വെയർ ആണ്. കീബോർഡ്, മോണിറ്റർ, ക്യാബിനറ്റ് തുടങ്ങിയവ കമ്പ്യൂട്ടർ ഹാർഡ്വെയറിന്റെ ഭാഗങ്ങളാണ്. അടുത്തത്,
നോർമലി എ ക്വേട്ടി കീബോർഡ് ഹാസ് ഡാഷ് കീസ്. നമുക്കറിയാം കീബോർഡ് എന്ന് പറയുന്നത് ഒരു ഇൻപുട്ട് ഡിവൈസ് ആണ് അല്ലേ. ക്വേട്ടി കീബോർഡ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത് പ്രൈമറി ഇൻപുട്ട് ഡിവൈസ് തന്നെയാണ് ഇതെന്ന് പറയുന്നത്, കീബോർഡ് എന്ന് പറയുന്നത്. ചിലപ്പോൾ അങ്ങനെ ചോദിക്കാൻ SSCയുടെ ഒക്കെ ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിട്ടുണ്ട്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് എ പ്രൈമറി ഇൻപുട്ട് ഡിവൈസ്. മൗസ് ഉണ്ട്, പക്ഷെ എന്നിരിക്കലും നമ്മൾ പ്രൈമറി എന്ന് പൊതുവെ വിളിക്കാറുള്ളത് ആരെ തന്നെയാണ്, കീബോർഡിനെ തന്നെയാണ്. അപ്പോൾ അതിൽ വളരെ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഫോർമാറ്റ് ആണ് ഇതെന്ന് പറയുന്നത് ക്വേട്ടി കീബോർഡ് എന്ന് പറയുന്നത്. നമ്മുടെ ഫോണിലായാലും കീബോർഡിലായാലും എല്ലാം ഇപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ഏതാണ്, ഈ പറയുന്ന ക്വേട്ടിയാണ്. ഇതിൽ എത്ര കീസ് ഉണ്ടെന്നാണ് ചോദിച്ചേക്കുന്നത്. 120 ആണോ, 98 ആണോ, 104 ആണോ, 100 ആണോ എന്നാണ് എന്ത് ചെയ്തിരിക്കുന്നത്, നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഒരു കീബോർഡിൽ നോർമലി 100 മുതൽ 104 കീ വരെയാണ് ഉണ്ടാവുക. ഇതിലിപ്പോൾ ഇവിടെ കറക്റ്റായിട്ട് ഏറ്റവും അടുപ്പിച്ച് തന്നേക്കുന്നത് 104 ആണ്. അതുകൊണ്ട് നമ്മളത് എടുക്കാം. 100 അവിടെ ഉണ്ട്. പക്ഷേ ഇതിൻ്റെ ആൻസർ കീ RRB പബ്ലിഷ് ചെയ്തപ്പോൾ അവർ കീ ആയിട്ട് കൊടുത്തത് 104 ആണ്. ഞാൻ പൊതുവെ പഠിപ്പിക്കുമ്പോൾ 100 മുതൽ 104 വരെ എന്നാണ് പറയാറുള്ളത്. കാരണം നമുക്കറിയാം കീബോർഡ് അനുസരിച്ച് എന്ത് ചെയ്യും, ഇതിൻ്റെ എണ്ണം മാറാറുണ്ട്. പക്ഷേ RRBയുടെ ഒഫീഷ്യൽ കീ അനുസരിച്ച് അവർ തന്നത് 104 ആണ്. അതുകൊണ്ട് നിങ്ങൾ അത് തന്നെ ധൈര്യമായിട്ട് പഠിച്ചോ, 104 ആണ്. ഇനിയിപ്പോൾ ഇൻ കേസ് 104 ഇല്ലെങ്കിൽ ഈ റേഞ്ച് നിങ്ങൾ മനസ്സിൽ വെക്കുക. 100നും 104നും ഇടയിൽ കീബോർഡാണ്. അവരും തന്നെ പറഞ്ഞിരിക്കുന്നുണ്ട് നോർമലി എന്നാ പറഞ്ഞേക്കുന്നത്. 100നും 104നും ഇടയിൽ കീകളാണ് എന്ത് ചെയ്യുക, നമ്മുടെ കീബോർഡിൽ ഉണ്ടാവാന്ന് ഓർത്ത് വെക്കുക. കീബോർഡിനെ പറ്റി പറയുമ്പോൾ 1-2 കാര്യങ്ങൾ കൂടി വേണമെങ്കിൽ ഞാൻ പറയാം. കീബോർഡ് കണ്ടുപിടിച്ച വ്യക്തിയുടെ പേര് ക്രിസ്റ്റഫർ ഷോൾസ് എന്നാണ്. 1-2 വട്ടം ചോദിച്ചിട്ടുണ്ട്. ഹൂ ഇൻവെന്റഡ് കീബോർഡ് കണ്ടുപിടിച്ച ആളുടെ പേര് ക്രിസ്റ്റഫർ ഷോൾസ് എന്നാണ്. ഇതിൽ നമുക്കറിയാം F1, F2, F3 അങ്ങനെ കുറേ കീസ് ഉണ്ട്. അങ്ങനെ 12 വരെ ഉണ്ട്. സോ ഫംഗ്ഷൻ കീസിന് എണ്ണം ചോദിച്ചു കഴിഞ്ഞാൽ 12 ആണ്. അതുപോലെ ഏറ്റവും വലിയ കീബോർഡിലെ കീ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് സ്പേസ് ബാർ ആണ്. ഇനി കുറേ പോയിന്റ് പറയാനുണ്ട്, എല്ലാം ഞാൻ പറയാൻ നിൽക്കുന്നില്ല. തൽക്കാലം ഈ 2 എക്സ്ട്രാ പോയിന്റ് ഓർത്ത് വയ്ക്കുക. കീബോർഡ് കണ്ടുപിടിച്ച ആളുടെ പേര്, ഹൂ ഇൻവെന്റഡ് കീബോർഡ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ക്രിസ്റ്റഫർ ഷോൾസ്. നമ്പർ ഓഫ് ഫംഗ്ഷൻ കീസ് ഇൻ എ കീബോർഡ്, ഒരു കീബോർഡിലെ ഫംഗ്ഷൻ കീസിന്റെ എണ്ണം F1 മുതൽ F12 വരെ ഉണ്ട്. ഏറ്റവും വലിയ കീ എന്ന് പറയുന്നത് ഏതാണ്, സ്പേസ് ബാർ ആണെന്നും എന്ത് ചെയ്യുക, ഒന്ന് ഓർത്ത് വെക്കുക. അടുത്ത് നമ്മുടെ സ്ഥിരം ക്ലീഷേ പരിപാടി അവസാനത്തേക്ക് വെച്ചതാണ് ഞാൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ആൻ ഇൻപുട്ട് ഡിവൈസ്. ഇൻപുട്ട് ഡിവൈസ് എന്ന് പറയുമ്പോൾ അത് പ്രിന്ററും അല്ല, സ്പീക്കറും അല്ല, മോണിറ്ററും അല്ല. അത് ഏതാണ്, അത് മൗസ് ആണെന്ന് ഓർത്ത് വയ്ക്കുക. മൗസിന്റെ സ്പീഡ് മെഷർ ചെയ്യുന്ന യൂണിറ്റ് ആണ് മിക്കി എന്ന് പറയുന്നത്. 1-2 വട്ടം ചോദിച്ചിട്ടുള്ളതാണ്. മൗസിന്റെ സ്പീഡ് മെഷർ ചെയ്യുന്ന യൂണിറ്റ് ആണ് ഇതെന്ന് പറയുന്നത് മിക്കി എന്ന് പറയുന്നതെന്നും ഓർത്ത് വയ്ക്കുക. അടുത്ത്, ഫ്രം ദ ഫോളോയിങ് ഓപ്ഷൻസ് ഐഡന്റിഫൈ ദ നെയിം ഓഫ് ദ യൂസർ ഇന്റർഫേസ് എലമെന്റ് ദാറ്റ് ഈസ് ഫൗണ്ട് ഓൺ ഡെസ്ക്ടോപ്പ് ആസ് എ സ്മോൾ ബ്ലിങ്കിങ് സിമ്പിൾ ഓൺ ആരോ. ഇതിപ്പോൾ ഞാൻ ഈ പെൻസിൽ ഇങ്ങനെ ഇളക്കുമ്പോൾ ഇളകുന്നില്ലേ, അതുപോലെ നമുക്കറിയാം ഇങ്ങനെ ഈ ഷേപ്പിൽ എന്ത് ചെയ്യാറുണ്ട്, ഒരു സാധനം കിടന്ന് മിന്നാറുണ്ട്. അതിൻ്റെ പേരെന്താണെന്നാണ് ചോദിച്ചേക്കുന്നത്. അത് ഐക്കണും അല്ല, ഷോർട്ട് കട്ടും അല്ല, ടാസ്ക് ബാറും അല്ല. അതിനെ നമ്മൾ വിളിക്കുന്ന എന്താണ്, കേഴ്സർ. അത് ചിലപ്പോൾ മൗസ് പോയിന്റർ ആയിട്ട് ഇത് എങ്ങനെ ഉണ്ടാവും. ഇപ്പോൾ ഇവിടെ ഇപ്പോൾ പെൻസിലിൻ്റെ ഷേപ്പിൽ ഞാൻ പെൻ ടാബ് യൂസ് ചെയ്യുന്നതുകൊണ്ട് പെൻസിലിൻ്റെ ഷേപ്പിലാണ് ഉള്ളത് അല്ലേ. പക്ഷെ അത് നോർമലി എങ്ങനെ വരാം, ഏത് രീതിയിൽ വേണമെങ്കിലും എന്ത് ചെയ്യാൻ പറ്റും, അതിന് വരാനായിട്ട് പറ്റും. അതിൻ്റെ പേരെന്താണ്, കേഴ്സർ ആണെന്ന് ഓർത്ത് വയ്ക്കുക. ഇതിനടുത്തത് മൗസ് ആൻഡ് ഡാഷ് ആർ ആൾസോ എക്സാമ്പിൾസ് ഓഫ് ഇൻപുട്ട് ഡിവൈസസ്. ഞാൻ പറഞ്ഞില്ല ഇപ്പോഴും ഇത്തരം ചോദ്യങ്ങൾക്ക് കുറവൊന്നുമില്ല, ഉണ്ട്. സ്പീക്കർ ഔട്ട്പുട്ടാണ്, സൗണ്ട് വരും. മോണിറ്റർ ഔട്ട്പുട്ടാണ്, വീഡിയോ വരും. പ്രിന്റർ ഔട്ട്പുട്ടാണ്, പ്രിന്റ് വരും. അപ്പോൾ ഏതാണ് ഇൻപുട്ട്, സ്കാനർ ആണ് ഇതെന്ന് പറയുന്നത് ഇൻപുട്ട് ഡിവൈസ് എന്ന് പറയുന്നതെന്നും ഓർത്ത് വെക്കുക. അടുത്തത്, വാട്ട് ഈസ് എ വിഷ്വൽ ഡിസ്പ്ലേ യൂണിറ്റ്. ഇങ്ങനെ തന്നെ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട് മോണിറ്റർ പഠിപ്പിക്കുമ്പോൾ. ഔട്ട്പുട്ട് ഡിവൈസസിൽ ഒരു ഔട്ട്പുട്ട് ഡിവൈസിന് എക്സാമ്പിൾ ആണ് മോണിറ്റർ. അതിൻ്റെ മറ്റൊരു പേരാണ് VDU അഥവാ വിഷ്വൽ ഡിസ്പ്ലേ യൂണിറ്റ്. അതുകൊണ്ട് അത് സ്റ്റോറേജും അല്ല, സെർവറും അല്ല, സിസ്റ്റം മെമ്മറി അല്ല, വിഷ്വൽ ഡിസ്പ്ലേ. അതിൽ തന്നെ ഇല്ലേ വിഷ്വലി ഡിസ്പ്ലേ ചെയ്യുന്ന സാധനമാണ് ഇതെന്ന് പറയുന്നത് മോണിറ്റർ എന്ന് പറയുന്നത്. ഒരു കാര്യം മറക്കരുത്, ഈ വീഡിയോന്റെ ഫുൾ ഫോം കുറേ വട്ടം ചോദിച്ചിട്ടുള്ളൊരു ചോദ്യമാണ്. വീഡിയോന്റെ ഫുൾ ഫോം ആണ് ഇതെന്ന് പറയുന്നത് വിഷ്വൽ ഡിസ്പ്ലേ യൂണിറ്റ് എന്ന് പറയുന്നത്. പിന്നെ ഇവിടെ നിന്ന് വരാൻ സാധ്യതയുള്ള 1-2 ഫുൾ ഫോമുകളാണ് LCDയും അതുപോലെ LED എന്ന് പറയുന്നത്. LCDയുടെ ഫുൾ ഫോം എന്ന് പറയുന്നത് ലിക്വിഡ് ക്രിസ്റ്റൽ ഡിസ്പ്ലേ എന്നാണ്. ലിക്വിഡ് ക്രിസ്റ്റൽ ഡിസ്പ്ലേ എന്നാണ് LCDയുടെ ഫുൾ ഫോം. LED-യുടെ ഫുൾ ഫോം പെട്ടെന്ന് നമ്മൾ പറയും ലൈറ്റ് എമിറ്റിംഗ് ഡിസ്പ്ലേ എന്ന് പലരും പറഞ്ഞ് തെറ്റിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്, ഓപ്ഷനിലും കണ്ടിട്ടുണ്ട്. പക്ഷേ ലൈറ്റ് എമിറ്റിംഗ് ഡിസ്പ്ലേ അല്ല, ലൈറ്റ് എമിറ്റിംഗ് ഡയോഡാണ്. പലതരത്തിലുള്ള മോണിറ്ററുകളാണ്. LCD മോണിറ്റർ ആയിരുന്ന ഒരു കാലം വരെ, അത് മാറി LED ആയി. ഇപ്പോൾ പലരും നമ്മളൊക്കെ യൂസ് ചെയ്യുന്നതാണ് 4K-ലോട്ടൊക്കെ നമ്മൾ മാറി. അപ്പോൾ എന്തായാലും LCD എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ലിക്വിഡ് ക്രിസ്റ്റൽ ഡിസ്പ്ലേ ആണെന്നും LED എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ് ആണെന്നും എന്ത് ചെയ്യുക, ഓർത്ത് വയ്ക്കുക. ആൻഡ് മോണിറ്ററിന്റെ മറ്റൊരു പേരാണ് വിഷ്വൽ ഡിസ്പ്ലേ യൂണിറ്റ് വിച്ച് ഈസ് VDU. അടുത്തത്, ലൈൻ പ്രിന്റർ, ഡെയ്സി വീൽ പ്രിന്റർ, ലേസർ പ്രിന്റർ, ഡ്രം പ്രിന്റർ ആർ ടൈപ്സ് ഓഫ് പ്രിന്റേഴ്സ്. ഞാൻ ഓൾറെഡി പറഞ്ഞു പോയി, അതുകൊണ്ട് എനിക്ക് വേറെ അതിൽ ഒന്നും ചോദ്യമായിട്ട് ചോദിക്കാനില്ല. പലതരത്തിലുള്ള പ്രിന്ററുകളാണ്. എന്താണ് ഓരോന്നും, അവയുടെ ഫീച്ചർ എന്താണെന്നെല്ലാം ഞാൻ കോഴ്സിൽ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇനി ഞാൻ അതിലോട്ട് പോകുന്നില്ല, കാരണം കുറച്ചധികം പറയാനുണ്ട്.
അപ്പോൾ ലൈന്, ഡെയ്സി വീല്, ലേസർ, ഡ്രം എന്ന് പറയുന്നതെല്ലാം പലതരത്തിലുള്ള പ്രിന്ററുകളാണ് എന്ന് ഓർത്ത് വയ്ക്കുക. ഇപ്പോൾ നമ്മൾ കൂടുതലും യൂസ് ചെയ്യുന്നത് ഏതാണ്? ലേസർ പ്രിന്റേഴ്സ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? നമ്മൾ യൂസ് ചെയ്യുന്നത്. അതുപോലെ ഇൻ ദ കോണ്ടെക്സ്റ്റ് ഓഫ് കമ്പ്യൂട്ടേഴ്സ് ട്രാക്കർ ബാൾ ഈസ് എ ഓർ ആൻ ഡാഷ് ഡിവൈസ്. ഇത് ഞാൻ മൗസ് പഠിപ്പിക്കുമ്പോഴാണ് കൂടെ പഠിപ്പിച്ചു. അതുപോലൊരു സാധനമാണെന്ന് പറഞ്ഞാൽ അതിൻ്റെ പടമൊക്കെ ഇട്ടിട്ട് ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. കാരണം ഇത് ഈ ചോദിക്കാൻ സാധ്യതയുണ്ട്. മൗസിൻ്റെ ഒപ്പം ഞാൻ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് എന്ത് ഡിവൈസ് ആയിരിക്കണം? ഇറ്റ് ഹാസ് ടു ബി ആൻ ഇൻപുട്ട് ഡിവൈസ്. മൗസ് പോലത്തെ ഒരു ഡിവൈസ് ആണ് ഇതെന്ന് പറയുന്നത്. ഈ പറയുന്ന ട്രാക്കർ ബോൾ എന്ന് പറയുന്നതും ഒരു ഇൻപുട്ട് ഡിവൈസ് ആണെന്ന് ഓർത്തു വയ്ക്കുക. അടുത്തത് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ആൻ ഇൻപുട്ട് ഡിവൈസ്? എഗെയിൻ അല്ലേ, പ്രിന്റർ അല്ല, ഹെഡ്ഫോൺ അല്ല, പ്രൊജക്ടർ അല്ല. അടുത്തത് ഒപ്റ്റിക്കൽ ക്യാരക്ടർ റീഡർ. നമ്മൾ സൂപ്പർ മാർക്കറ്റിലൊക്കെ പോയി കഴിഞ്ഞാൽ അവിടെയും ഇതുണ്ട്, ബാർകോഡ് സ്കാൻ ചെയ്യുന്നുണ്ട്. അതല്ലാതെ ഇങ്ങനെ നമ്മൾ വെച്ചിട്ട് നമ്മൾ സ്കാൻ ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഒരു സാധനം തന്നെയാണ് ഇതെന്ന് പറയുന്നത് OCR എന്ന് പറയുന്നത്. OCR എന്നൊക്കെ പറയുമ്പോൾ ചിലർക്ക് വേറെയൊക്കെ ഓർമ്മ വരും. അതല്ല, ഇത് ഒപ്റ്റിക്കൽ ക്യാരക്ടർ റീഡർ. ഫുൾ ഫോം എന്ത് ചെയ്യാറുണ്ട്? ചോദിക്കാറുണ്ട്. ഒപ്റ്റിക്കൽ ക്യാരക്ടർ റീഡർ ആണ് ഇതെന്ന് പറയുന്നത്. ഈ പറയുന്ന OCRന്റെ ഫുൾ ഫോം അല്ലെങ്കിൽ ഇൻപുട്ട് ഡിവൈസ് കൂടിയാണ് എന്ന് ഓർത്ത് വയ്ക്കുക. മക്കളെ OCR മറക്കരുത്. OCRന്റെ ഫുൾ ഫോം തന്നെ എന്ത് ചെയ്യാറുണ്ട്? ചോദിക്കാറുണ്ട്. അടുത്ത് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ ഹാർഡ്വെയർ ഇൻപുട്ട് ഡിവൈസ് ഇൻ എ കമ്പ്യൂട്ടർ. എല്ലാം ഭയങ്കര ജുജുബി ക്വസ്റ്റ്യൻസ് ആട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പെട്ടെന്ന് പറഞ്ഞു പോകുന്നത്. ഇതിൽ ഇനിയും ടഫ് ക്വസ്റ്റ്യൻസ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. ഈ ക്ലാസ്സിലൂടെ അത് തീരുന്നില്ല. ഇനിയും ക്വസ്റ്റ്യൻസ് നമുക്ക് സംസാരിക്കേണ്ടത്, നമ്മൾ സംസാരിക്കുക തന്നെ ചെയ്യും. പക്ഷേ ഇത് ഇൻപുട്ട് ഡിവൈസ്, ഔട്ട്പുട്ട് ഡിവൈസ് ഭാഗത്ത് നിന്ന് വന്നിട്ടുള്ള ചോദ്യങ്ങളായതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞു പോകുന്നത്. വീഡിയോ ഏതാണ് ഹാർഡ്വെയർ ഇൻപുട്ട് ഡിവൈസ് എന്നായിരുന്നു ചോദ്യം. വീഡിയോ അല്ല, സ്പീച്ച് സിന്തസൈസർ അല്ല, പ്ലോട്ടർ അല്ല. എന്താണ് കറക്റ്റ് ആൻസർ? സ്കാനർ ആണ് എന്ന് കൂടെ എന്ത് ചെയ്യുക? ഒന്ന് ഓർത്ത് വെക്കുക. അപ്പോൾ നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സിൽ നിർത്തിയിടത്ത് തന്നെ നമുക്ക് തുടങ്ങാം. ചോദ്യം ഇതാണ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ആൻ ഇൻപുട്ട് ഡിവൈസ്. താഴെ തന്നിട്ടുള്ളവയിൽ ഏതാണ് ഒരു ഇൻപുട്ട് ഡിവൈസ് അല്ലാത്തത് എന്നാണ് എന്ത് ചെയ്തിരിക്കുന്നത്? നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇൻപുട്ട് ഡിവൈസസ് അല്ലാത്തത് ഏതെന്ന് ചോദിച്ചാൽ ഞാനിവിടെ ഒരു പാഠം ഇട്ടിട്ടുണ്ട്. ഒബ്വിയസ്ലി അതായിരിക്കണം ആ ഇൻപുട്ട് ഡിവൈസ് അല്ലാത്തത്. പക്ഷെ എന്താണെന്ന് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു പക്ഷേ നിങ്ങൾ പെട്ടെന്ന് ഇത് പ്രിന്റർ അല്ലേ എന്നൊക്കെ ചോദിച്ചേക്കാം. പക്ഷേ ഇത് പ്രിന്റർ അല്ല, ഇതിൻ്റെ പേര് വേറൊന്നാണ്. അത് നമുക്ക് ഓപ്ഷൻ നോക്കി വന്നതിന് ശേഷം ഞാൻ പറഞ്ഞുതരാം. ടച്ച് സ്ക്രീൻ നമുക്കറിയാം, ഇറ്റ് ക്യാൻ ബി ആൻ ഇൻപുട്ട് ഡിവൈസ്, അറ്റ് ദ സെയിം ടൈം ഇറ്റ് ക്യാൻ ബി ആൻ ഔട്ട്പുട്ട് ഡിവൈസ് അല്ലേ. ടച്ച് സ്ക്രീൻ എന്ന് പറയുമ്പോൾ നമ്മുടെ എന്തുകൂടിയാണ്? ഡിസ്പ്ലേ കൂടിയാണ്. അപ്പോൾ അതിനെ നമുക്കൊരു പ്യുവർലി ഒരു ഇൻപുട്ട് ഡിവൈസ് ആയിട്ട് വെക്കാൻ പറ്റില്ല. ഇനിയിപ്പോൾ വേറൊരു ഓപ്ഷനും ഇല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ടച്ച് സ്ക്രീനിലേക്ക് തിരിച്ചു വരാം. പ്ലോട്ടർ ഉണ്ട്, അവിടെ നിൽക്കട്ടെ. ലൈറ്റ് പെൻ ആയാലും ട്രാക്ക് ബോൾ ആയാലും മൗസ് പോലെയൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നതാണ്. സോ അത് രണ്ടും എന്ത് തന്നെയാണ്? അത് രണ്ടും നമ്മുടെ ഇൻപുട്ട് ഡിവൈസ് തന്നെയാണ്. അതായത് മൗസ് പോലത്തെ ഒരു സാധനമാണെന്ന് എന്ത് ചെയ്താൽ മതി? നിങ്ങൾ മനസ്സിലാക്കി വെച്ചാൽ മതി. അപ്പോൾ ഈ പറയുന്ന ലൈറ്റ് പെൻ ആയാലും ട്രാക്ക് ബോൾ ആയാലും എന്താണ്? ഇൻപുട്ട് ഡിവൈസ് ആണ്. ഇനിയിപ്പോൾ ഇതിൽ ബാക്കിയുള്ളത് ആരാ? പ്ലോട്ടർ ആണ്. മക്കളെ ഈ കാണുന്ന ഡിവൈസിന്റെ പേരാണ് പ്ലോട്ടർ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് സ്വാഭാവികമായിട്ടും ഒരു സംശയം വരും, നമ്മുടെ ഇൻപുട്ട് ഡിവൈസ് ഔട്ട്പുട്ട് ഡിവൈസ് ക്ലാസ് കണ്ടിട്ടില്ലാത്തവരാണെങ്കിൽ എന്താണ് ഈ പ്ലോട്ടർ, അല്ലെങ്കിൽ ഇത് തന്നെയല്ലേ പ്രിന്റർ എന്നുള്ളൊരു സംശയം നിങ്ങൾക്ക് വരും. പ്ലോട്ടർ എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടെ വലിയ സൈസ് പ്രിന്റർ ആണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കി വെച്ചാൽ മതി. അതായത് നമുക്ക് വേണ്ടുന്ന വലിയ ഗ്രാഫുകൾ, ഇതുപോലത്തെ വലിയ മാപ്പുകൾ ഇങ്ങനെ വലിയ രീതിയിൽ പ്രിന്റ് ചെയ്തെടുക്കണമെന്നുണ്ടെങ്കിൽ, ഗ്രാഫുകൾ മാപ്പുകളൊക്കെ വലിയ രീതിയിൽ പ്രിന്റ് ചെയ്തെടുക്കണമെന്നുണ്ടെങ്കിൽ അതിനുവേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഡിവൈസ് ആണ് ഇതെന്ന് പറയുന്നത്, പ്ലോട്ടർ എന്ന് പറയുന്നത്. പ്രിന്ററിനെ കുറച്ചും കൂടെ കൂടിയ സാധനം. ഇപ്പം വലിയൊരു ബിൽഡിങ്ങിന്റെ ഡ്രോയിങ് അല്ലെങ്കിൽ അതിന്റെ ആർക്കിടെക്ചറൽ പ്ലാൻസ്, അത്തരത്തിലുള്ള വലിയ വലിയ ജൈജാന്റിക് ആയിട്ടുള്ള വലിയ സാധനങ്ങൾ നമുക്ക് പ്രിന്റ് ചെയ്തെടുക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഡിവൈസ് ആണ് ഇതെന്ന് പറയുന്നത്, പ്ലോട്ടർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ പ്ലോട്ടർ എന്ന് പറയുന്ന ഡിവൈസ് കേട്ടിട്ടില്ലാത്തവരാണെങ്കിൽ ഇത്രയും മനസ്സിലാക്കി വെച്ചാൽ മതി. ഒരു ഹൈ സ്കെയിൽ അല്ലെങ്കിൽ കുറച്ചും കൂടെ വലിയ സ്കെയിലുള്ള ഒരു പ്രിന്ററിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? നമ്മൾ പ്ലോട്ടർ എന്ന് പറയുന്നത് എന്ന് എന്ത് ചെയ്യുക? ഒന്ന് ഓർത്തു വെക്കുക. സെറ്റല്ലേ? അടുത്ത ചോദ്യത്തിലേക്ക് പോട്ടെ. അടുത്ത ചോദ്യത്തിലോട്ട് പോകുന്നതിന് മുമ്പ് ഒരു ചെറിയ പോയിന്റ് കൂടെ പറഞ്ഞോട്ടെ. ഈ ലൈറ്റ് പെൻ ആയാലും ട്രാക്ക് ബോൾ ആയാലും അറിയാത്തവരുണ്ടെങ്കിൽ അതെന്താണ്? ഇൻപുട്ട് ഡിവൈസ് ആണ്. മൗസ് പോലെയൊക്കെ തന്നെ ഉപയോഗിക്കുന്ന ഒരു ഡിവൈസ് ആണ്. പോയിന്റിംഗ് ഡിവൈസസ് ആണ്. പോയിന്റിംഗ് ഡിവൈസ് എന്ന് പറയാൻ പറ്റില്ല, അതുപോലത്തെ ഡിവൈസസ് ആണ് എന്ത് ചെയ്യുക? ഒന്ന് ഓർത്ത് വെക്കുക. അടുത്തിലോട്ട് പോട്ടെ. അടുത്ത ചോദ്യം ഇതാണ്, വാട്ട് ഡസ് OCR സ്റ്റാൻഡ്സ് ഫോർ? OCR എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ ഫുൾ ഫോം എന്താണ്? ഇവിടെ ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാനിത് ചോദ്യം വരുന്നു പറഞ്ഞതുമാണ്. OCRന്റെ ഫുൾ ഫോം എന്ന് പറയുന്നത് ഒപ്റ്റിക്കൽ ക്യാരക്ടർ റെക്കഗ്നീഷൻ എന്നാണ്. അതായത് ഇങ്ങനെ സ്കാൻ ചെയ്തിട്ട് നമ്മുടെ ബാർകോഡ് സ്കാനറൊക്കെ പോലെ ഇങ്ങനെ സ്കാൻ ചെയ്തുകൊണ്ട് ആ ടെക്സ്റ്റ് കമ്പ്യൂട്ടർ റെക്കഗ്നൈസ് ചെയ്തുകൊണ്ട് ഒപ്റ്റിക്കലി ക്യാരക്ടർ റെക്കഗ്നൈസ് ചെയ്തുകൊണ്ട് അതിന്റെ ഹാർഡ് കോപ്പിയെ സോഫ്റ്റ് കോപ്പി ആക്കി മാറ്റാൻ ഉപയോഗിക്കുന്ന ഒരു ഡിവൈസ് ആണ് ഏതെന്ന് പറയുന്നത്? നമ്മുടെ OCR അല്ലെങ്കിൽ ഒപ്റ്റിക്കൽ ക്യാരക്ടർ റെക്കഗ്നീഷൻ എന്ന് കൂടെ എന്ത് ചെയ്യുക? ഓർത്തു വയ്ക്കുക. അബ്രീവിയേഷൻസ്, ഫുൾ ഫോംസ് കമ്പ്യൂട്ടറിനെ സംബന്ധിച്ചിടത്തോളം വളരെ 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 ഇമ്പോർട്ടൻ്റ് ആണ്. ഏറ്റവും കൂടുതൽ അബ്രീവേഷൻസ് ചോദിക്കുന്ന, ഫുൾ ഫോംസ് ചോദിക്കുന്ന ഒരു ടോപ്പിക്കാണ് കമ്പ്യൂട്ടർ എന്ന് പറയുന്നത്. കോഴ്സിൽ ഞാനൊരു PDF നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അത് പഠിക്കുക. അല്ലാത്തവർ എവിടെ നിന്നായാലും അത് പഠിച്ചെടുക്കുക. നമ്മളിപ്പോൾ കുറേ ഫുൾ ഫോംസ് നമ്മൾ ഈ 2 ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്യും. പക്ഷെ എന്നിരിക്കലും മൊത്തത്തിൽ കുറേ ഫുൾ ഫോംസ് എന്ത് ചെയ്യാറുണ്ട്? ഈ പറയുന്ന കമ്പ്യൂട്ടറിൽ നിന്ന് എന്ത് ചെയ്യാറുണ്ട്? ചോദിക്കാറുണ്ട്. അപ്പോൾ അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് പോകാലോ. ഇതാ പിടിച്ചോ അടുത്ത ചോദ്യം.
4 words have been given. 4 വാക്കുകൾ തന്നിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഔട്ട് ഓഫ് വിച്ച് 3 are alike in some manner and 1 is different. 3 ഒരുപോലെയാണ്, ഒന്നിന് വ്യത്യാസമുണ്ട്. എന്താണ് ആ ഓഡ് വൺ ഔട്ട് ഏതാണെന്ന് ചോദിച്ചേക്കുന്നത്? ഓഡ് വൺ ഔട്ട് ഒക്കെ റീസണിങ്ങിലാണ്, പക്ഷെ കമ്പ്യൂട്ടറിലും വരുന്നുണ്ട്. CD-ROM ഉണ്ട്, ഫ്ലോപ്പി ഉണ്ട്, ഹാർഡ് ഡിസ്ക് ഉണ്ട്, കീബോർഡ് ഉണ്ട്. കണ്ട ഉടനെ നമുക്ക് പറയാൻ പറ്റും ഈ CD-ROM ആയാലും ഫ്ലോപ്പി ആയാലും ഹാർഡ് ഡിസ്ക് ആയാലും എന്തുമായി ബന്ധപ്പെട്ടതാണ്? കമ്പ്യൂട്ടറിന്റെ മെമ്മറിയുമായി ബന്ധപ്പെട്ടതാണ്. അതേസമയം കീബോർഡ് എന്ന് പറയുന്നത് ഓൾറെഡി നമ്മൾ പറഞ്ഞാണ്, ഇപ്പോൾ ഒരു പ്രൈമറി ഇൻപുട്ട് ഡിവൈസ് ആണ് ഇതെന്ന് പറയുന്നത്, നമ്മുടെ കീബോർഡ് എന്ന് പറയുന്നത്. അതുകൊണ്ട് നമ്മുടെ ഓഡ് വൺ ഔട്ട് ആരായേ പറ്റൂ? ഓഡ് വൺ ഔട്ട് നമ്മുടെ കീബോർഡ് ആയേ പറ്റൂ. CD-ROM ആയാലും ഫ്ലോപ്പി ആയാലും ഹാർഡ് ഡിസ്ക് ആയാലും എന്താണ്? മെമ്മറിയുമായി ബന്ധപ്പെട്ടതാണ്. സെറ്റല്ലേ? എന്നാ പിടിച്ചോ അടുത്ത ചോദ്യം. വാട്ട് ആർ ദ 3 കോൺസ്റ്റിറ്റ്യൂവൻസ് ഓഫ് CPU ഇൻ എ കമ്പ്യൂട്ടർ? ഒരു കമ്പ്യൂട്ടറിലെ CPU-ന്റെ 3 പ്രധാനപ്പെട്ട കോൺസ്റ്റിറ്റ്യൂൻസ് എന്നാണ് ചോദിച്ചേക്കുന്നത്. നമുക്കറിയാം CPU എന്ന് വെച്ച് കഴിഞ്ഞാൽ സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ്. ഫുൾ ഫോം അറിയാത്ത ആളുകളില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ് ആണ് എന്തെന്ന് പറയുന്നത്? CPU എന്ന് പറയുന്നത്. പൊതുവേ നമ്മൾ പറയുമ്പോൾ CPU-ന് പ്രധാനമായും 2 ഭാഗങ്ങൾ ഉണ്ട് എന്നാണ് പറയാറുള്ളത്. ഇവിടെ 3 ചോദിച്ചേക്കുന്നത്. ആ 2 ഭാഗങ്ങൾ നിങ്ങൾ അറിയാത്തവരുണ്ടെങ്കിൽ അതൊന്ന് കൺട്രോൾ യൂണിറ്റും, മൊത്തത്തിൽ കൺട്രോൾ ചെയ്യാനുള്ള സംഭവം. രണ്ടാമത്തേത് ALU അഥവാ അരിത്തമെറ്റിക് ആൻഡ് ലോജിക്കൽ യൂണിറ്റും ആണ്. കാൽക്കുലേഷൻസ് ആയി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം ചെയ്യേണ്ടത് അരിത്തമെറ്റിക് ആൻഡ് ലോജിക്കൽ യൂണിറ്റ് ആണ് ഇതെന്ന് പറയുന്നത്, ALU എന്ന് പറയുന്നത്. ഈ 2 ഭാഗങ്ങളാണ് പ്രധാനമായിട്ട് നമ്മൾ മിക്ക സ്റ്റാൻഡേർഡ് സ്ഥലങ്ങളിലും കാണാം. പക്ഷെ ഇവിടെ 3 ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ മൂന്നാമത്തെ ഏതാണെന്നുള്ളത് നമ്മൾ നോക്കുക എന്നുള്ളതേ ഉള്ളൂ. നമ്മൾ നോക്കുമ്പോൾ കൺട്രോൾ യൂണിറ്റ്, ALU, കീബോർഡ്. കൺട്രോൾ യൂണിറ്റും ALU വളരെ ശരിയാണ്. പക്ഷേ കീബോർഡ് ഒരു പ്രൈമറി സാധനമാണോ? കീബോർഡ് ഇല്ലാതെയും എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് കമ്പ്യൂട്ടർ ഓപ്പറേറ്റ് ചെയ്യാനൊക്കെ പറ്റും. ബുദ്ധിമുട്ടാണ്, പക്ഷെ പോസിബിൾ ആണ്. അപ്പോൾ അതല്ല. കൺട്രോൾ യൂണിറ്റ്, ALU, മെമ്മറി കറക്റ്റ് ആണ്. പക്ഷെ എന്നാലും അവിടെ നിൽക്കട്ടെ. മെമ്മറി എന്ന് പറഞ്ഞൊരു എക്സ്ട്രാ സാധനം കൂടെ അവർ തന്നിട്ടുണ്ട്. നമുക്ക് ബാക്കിയും കൂടെ ഒന്ന് നോക്കാം. മോണിറ്റർ, മെമ്മറി, കൺട്രോൾ യൂണിറ്റ്. മോണിറ്റർ ഒന്നും എന്തില്ല, പണി അറിയുന്നവന് ആവശ്യമില്ല. മെമ്മറി കൺട്രോൾ യൂണിറ്റ് ഉണ്ടായിട്ട് മാത്രം എന്തില്ല, കാര്യമില്ല. മോണിറ്റർ, ALU, മെമ്മറി. അഗെയിൻ മോണിറ്റർ നമുക്ക് വെച്ച് എന്ത് ചെയ്യാൻ പറ്റും? ഒഴിവാക്കാൻ പറ്റും. അപ്പോൾ ഈ കൂട്ടത്തിലെ ഏറ്റവും നല്ല ഓപ്ഷൻ എന്ന് പറയുന്നത് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഏത് തന്നെയാണ്? ഈ പറയുന്ന കൺട്രോൾ യൂണിറ്റ്, ALU, മെമ്മറി എന്ന് പറയുന്ന 3 കൂടെ വരുന്നതാണ് ഇതെന്ന് പറയുന്നത് നമുക്ക് ഏറ്റവും നല്ല ഓപ്ഷൻ എന്ന് പറയുന്നത് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് പറയാനായിട്ട് വരും. അപ്പോൾ കൺട്രോൾ യൂണിറ്റ്, ALU, മെമ്മറി ഇത് 3 എന്തെന്ന് പറയുന്നത് CPU-ന്റെ പ്രധാന ഭാഗങ്ങൾ എന്ന് പറയുന്നതിൽ. ഞാൻ വീണ്ടും പറയുന്നു, പ്രധാനമായിട്ട് നമ്മൾ എപ്പോഴും കാണാറുള്ളത് CPU-ന്റെ പ്രധാനമായ കോൺസ്റ്റിറ്റ്യൂൻസ് എന്നുകൊണ്ട് നമ്മൾ കാണാൻ കൺട്രോൾ യൂണിറ്റും ALU ആണെന്ന് കൂടെ എന്ത് ചെയ്യുക? ഒന്ന് ഓർത്ത് വെക്കുക. സെറ്റല്ലേ? അടുത്ത ചോദ്യത്തിലോട്ട് പോട്ടെ. എന്നാ പിടിച്ചോ അടുത്ത ചോദ്യം. ഭയങ്കര ഒരു സ്റ്റുപ്പിഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. എന്താ ഞാൻ പറഞ്ഞെന്നുള്ളത് ഓപ്ഷൻ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. താഴെ തന്നിട്ടുള്ളതിൽ കമ്പ്യൂട്ടറിന്റെ കമ്പോണന്റ് അല്ലാത്തത് ഏതെന്നാണ് ചോദിച്ചേക്കുന്നത്. എന്നിട്ട് ഓപ്ഷനിൽ തന്നിട്ടുണ്ട് മെമ്മറി, CPU, ALU. ഇടയിൽ ഒരു പേപ്പർ കണ്ടോ? എന്തായാലും നമ്മൾ മറ്റേ പുച്ഛിച്ച് തള്ളുന്നു. കിട്ടിയവന് ലോട്ടറി ചോദ്യമായിട്ട് വന്നിട്ടുള്ളതാണ്. സോ കണ്ട ചോദ്യം വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്താണ്? ഒരു ബോണസ് ആയിട്ട് ഒരു മാർക്ക് RRB അങ്ങോട്ട് അല്ലെങ്കിൽ SSC അങ്ങോട്ട് തരാൻ വിചാരിച്ചു എന്നങ്ങോട്ട് എന്ത് ചെയ്യുക? വിശ്വസിക്കുക. അത്രയും നമുക്ക് എന്ത് ചെയ്യാനുള്ളൂ, ഇതിൽ പറയാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ സെറ്റല്ലേ? ആ ബോണസ് മാർക്കും വാങ്ങിക്കൊണ്ട് നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ഇൻ ഇൻഫർമേഷൻ ടെക്നോളജി വാട്ട് ഡസ് DASD സ്റ്റാൻഡ് ഫോർ? കൂട്ടത്തിലെ ഒരു പുതിയ അംഗമാണ്. നമ്മളങ്ങനെ കാണാത്തൊരു അബ്രീവിയേഷനാണ്, കാണാത്തൊരു കാര്യമാണ്. എന്താണ് DASD എന്ന് പറയുന്നതിൻ്റെ ഫുൾ ഫോം എന്നാണ് ചോദിച്ചേക്കുന്നത്. ഒരു കൈൻഡ് ഓഫ് ഒരു സ്റ്റോറേജ് ഡിവൈസ് ആണ്. കൂടുതലൊന്നും ഞാൻ അതിനെപ്പറ്റി പഠിപ്പിക്കുന്നില്ല, കാരണം ഇതൊക്കെ കുറച്ച് ഹൈ ലെവൽ സാധനങ്ങളാണ്. നിങ്ങൾ ഇത്രയും മനസ്സിലാക്കി വെച്ചാൽ മതി. ഡയറക്റ്റ് ആക്സസ് സ്റ്റോറേജ് ഡിവൈസ് എന്നുള്ളതാണ് ഇതിൻ്റെ ഫുൾ ഫോം ആയിട്ട് വരുന്നത്. DASD എന്നതിൻ്റെ ഫുൾ ഫോം ആയിട്ട് വരുന്നത്. ഞാൻ വേറെ എവിടെയും ചോദിച്ച് കണ്ടിട്ടില്ല. ഒന്ന് ഓർത്ത് വെച്ചോ. DASD എന്ന് വെച്ച് കഴിഞ്ഞാൽ SD കാർഡ് എന്നൊക്കെ നമ്മൾ പറയില്ലേ, സ്റ്റോറേജ് ഡിവൈസ്. അപ്പോൾ ആ SD അവിടെ നിന്ന് കിട്ടും. സ്റ്റാൻഡേർഡ് ഡെഫിനിഷൻ അല്ല, സ്റ്റോറേജ് ഡിവൈസ്. അത് ഡയറക്ട്ലി ആക്സസ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റോറേജ് ഡിവൈസ് ആണ് എന്ന് എന്ത് ചെയ്താൽ മതി? നിങ്ങൾ മനസ്സിലാക്കി വെച്ചാൽ മതി. ഒരു ഹാർഡ് ഡിസ്ക് ആവാം, SSD ആവാം, ഒരു പുതിയ സാധനമാണ് എന്ത് ചെയ്താൽ മനസ്സിലാക്കി വെച്ചത്. ഭയങ്കര പുതിയതല്ല, എന്നാലും ഒരു പുതിയ സാധനമാണ് മനസ്സിലാക്കി വെച്ചാൽ മതി. ഡയറക്റ്റ് ആക്സസ് സ്റ്റോറേജ് ഡിവൈസ് ആണ് ഇതെന്ന് പറയുന്നത്. DASD-യുടെ ഫുൾ ഫോം എന്ന് എന്ത് ചെയ്യുക? ഒന്ന് ഓർത്ത് വെക്കുക. അടുത്തത്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ പാർട്ട് ഓഫ് ദ ഹാർഡ്വെയർ ഓഫ് എ കമ്പ്യൂട്ടർ? കമ്പ്യൂട്ടറിന്റെ ഹാർഡ്വെയറിന്റെ ഭാഗമല്ലാത്തത് എന്താണെന്നാണ് എഴുതിയിരിക്കുന്നത്, ചോദിച്ചേക്കുന്നത്. CPU തന്നിട്ടുണ്ട്, മൈക്രോസോഫ്റ്റ് ഓഫീസ് തന്നിട്ടുണ്ട്, മോണിറ്റർ തന്നിട്ടുണ്ട്, കീബോർഡ് തന്നിട്ടുണ്ട്. ഇതിൽ ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആർക്കും പറയാൻ പറ്റും അത് CPU അല്ല, മോണിറ്ററും അല്ല, കീബോർഡും അല്ല. ഏതാണ്? മൈക്രോസോഫ്റ്റ് ഓഫീസ് ആണ്. നമ്മൾ പറയാറുണ്ട് MS ഓഫീസ് എന്നല്ലേ. നമ്മുടെ പവർ പോയിന്റ്, എക്സൽ, അതുപോലുള്ള എല്ലാ വേർഡ്, ഇതുപോലുള്ള എല്ലാത്തിനെയും ചേർത്ത് ആ ഒരു പാക്കേജ് ആയിട്ട് വരുമ്പോൾ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? MS ഓഫീസ് എന്ന് നമ്മൾ പറയുന്നത്. ആ MS ഓഫീസ് എന്ന് പറയുന്നത് എന്തല്ല, ഒരിക്കലും ഒരു കമ്പ്യൂട്ടറിന്റെ ഹാർഡ്വെയറിന്റെ ഭാഗമല്ല. അത് അതിൽ നമ്മൾ റൺ ചെയ്യുന്ന ഒരു ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ആണ്, അല്ലെങ്കിൽ ഒരു സോഫ്റ്റ്വെയർ ആണ് ഇതെന്ന് പറയുന്നത്. MS ഓഫീസ് എന്ന് പറയുന്നത് ഒരു പാക്കേജ് ആണ് ഇതെന്ന് പറയുന്നത്. MS ഓഫീസ് എന്ന് പറയുന്നത്. അതും സെറ്റല്ലേ? അടുത്തതിലോട്ട് പോവാലോ. അടുത്ത ചോദ്യം, എ ഹാർഡ് ഡിസ്ക് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് വിച്ച് ടൈപ്പ് ഓഫ് ഡാറ്റ സ്റ്റോറേജ് ഡിവൈസ്? താഴെ തന്നിട്ടുള്ളതിൽ ഏത് ടൈപ്പ് ഡാറ്റ സ്റ്റോറേജ് ഡിവൈസ് ആണ് ഹാർഡ് ഡിസ്ക് എന്നാണ് ചോദിച്ചേക്കുന്നത്.
അത് ടേർഷ്യറി ആണോ, പ്രൈമറി ആണോ, സെക്കൻഡറി ആണോ, ഓഫ്ലൈൻ ആണോ എന്നൊക്കെയാണ് ചോദിച്ചേക്കുന്നത്. വളരെ സിമ്പിളാണ്. നമുക്കറിയാം ഒരു കമ്പ്യൂട്ടറിൻ്റെ പ്രൈമറി സ്റ്റോറേജ് എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ അതിൻ്റെ ഒരു പ്രൈമറി മെമ്മറി അല്ലെങ്കിൽ മെയിൻ മെമ്മറി നമ്മൾ പറയാറുണ്ട്. പ്രൈമറി സ്റ്റോറേജ്, മെയിൻ സ്റ്റോറേജ്, പ്രൈമറി മെമ്മറി, മെയിൻ മെമ്മറി എന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ അത് രണ്ട് കാര്യങ്ങളാണുള്ളത്. അതിൽ ഏതൊക്കെയാണ് വരുന്നത്? റാമും റോമും ആണ് വരുന്നത് അല്ലേ. അതിൽ വീണ്ടും ക്ലാസിഫിക്കേഷൻസ് ഒക്കെ ഉണ്ട്, അത് ഞാൻ വഴി കുറച്ചൊക്കെ നമ്മൾ പറയുന്നുണ്ട്. റാമും റോമും ആണ് അതിൻ്റെ പ്രധാന ക്ലാസിഫിക്കേഷൻ ആയിട്ട് വരുന്നത്. അതല്ലാത്ത ഈ ഹാർഡ് ഡിസ്ക്, CD, DVD, ഫ്ലോപ്പി ഇതുപോലുള്ള പരിപാടി എല്ലാം എവിടെയാണ് വരുന്നത്? സെക്കൻഡറി സ്റ്റോറേജിലാണ് വരുന്നത്. ഹാർഡ് ഡിസ്ക് മാത്രമല്ല, ഇനിയിപ്പോൾ ഏത് വേണേലും അവർക്ക് എടുത്ത് ചോദിക്കാം. ഹാർഡ് ഡിസ്ക്, അതുപോലെ നമ്മുടെ ഫ്ലോപ്പി ഔട്ട്ഡേറ്റഡ് ടെക്നോളജിയാണ്. ചിലപ്പോൾ നിങ്ങളിൽ പലരും ജീവിതത്തിൽ ഫ്ലോപ്പി കണ്ടിട്ട് പോലും ഉണ്ടാവില്ല. ഞാൻ തന്നെ എൻ്റെ കുട്ടിക്കാലത്ത് 1-2 ഇതാണ് ഫ്ലോപ്പി എന്ന് പറഞ്ഞ് കണ്ടിട്ടുള്ളൂ, ഉപയോഗിച്ചിട്ടൊന്നുമില്ല. ഫ്ലോപ്പി ഉണ്ട്. അതുപോലെ നമ്മുടെ CDയും DVDയും, ഇതും ഒരു പക്ഷേ നിങ്ങളൊന്നും കണ്ടിട്ടുണ്ടാവില്ല, പക്ഷേ ഉള്ള സാധനം തന്നെയാണ്. CDയും DVDയും കോമ്പാക്ട് ഡിസ്ക്, ഫുൾ ഫോം ഇമ്പോർട്ടൻ്റ് ആണ് മക്കളെ. CDയും DVD ഒക്കെ എന്ത് ചെയ്യാറുണ്ട്? ഫുൾ ഫോം ചോദിക്കാറുണ്ട്. കോമ്പാക്ട് ഡിസ്ക്. അതുപോലെ DVD ഫുൾ ഫോം എന്ന് പറയുന്നത് ഡിജിറ്റൽ വേഴ്സറ്റൈൽ ഡിസ്ക്. ഡിജിറ്റൽ വേഴ്സറ്റൈൽ ഡിസ്ക് എന്നാണ് എന്തെന്ന് പറയുന്നത്? DVD ഫുൾ ഫോം എന്ന് പറയുന്നത് ഡിജിറ്റൽ വേഴ്സറ്റൈൽ ഡിസ്ക് ആണ് DVD ഫുൾ ഫോം എന്ന് പറയുന്നത്. അപ്പോൾ ഹാർഡ് ഡിസ്ക് ആയാലും ഫ്ലോപ്പി ആയാലും CD ആൻഡ് DVD ആയാലും ഇനിയിപ്പോൾ ഒരു SSD ആയാലും ഇതെല്ലാം എന്താണ്? ഈ പറയുന്ന പോലെ സെക്കൻഡറി സ്റ്റോറേജ് ഡിവൈസ് എന്നുള്ളതാണ്. അതായത് കമ്പ്യൂട്ടറിന് ഭയങ്കര അനിവാര്യമൊന്നുമില്ല, പക്ഷേ ഇതുണ്ടെങ്കിൽ എന്ത് ചെയ്യുള്ളൂ? പല കാര്യങ്ങളും നടക്കുള്ളൂ. അല്ലെങ്കിൽ നമ്മുടെ കുറച്ചും കൂടെ കൺവീനിയൻസിന് വേണ്ടിയിട്ട് കുറച്ചും കൂടെ വില കുറഞ്ഞ, കുറച്ചധികം ബൾക്കായിട്ട് ഡാറ്റ ആവശ്യമുള്ള സ്റ്റോറേജിന് വേണ്ടി യൂസ് ചെയ്യുന്നതാണ് ഇതെന്ന് പറയുന്നത്, ഈ പറയുന്ന സെക്കൻഡറി സ്റ്റോറേജ് എന്ന് പറയുന്നത്. നമുക്കറിയാം നമ്മുടെയൊന്നും കമ്പ്യൂട്ടറിൽ ഒരിക്കലും ഒരു റാം എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് 512 GB ആണ്, അത് 1 TB ആണെന്ന് നമ്മൾ പറയില്ല അല്ലേ. കാരണം അത് കുറച്ചും കൂടെ ഫാസ്റ്റർ ആയിട്ടുള്ള, കുറച്ചും കൂടെ എക്സ്പെൻസീവ് ആയിട്ടുള്ള മെമ്മറിയാണ്. അതേസമയം ഹാർഡ് ഡിസ്ക് നമ്മൾ പറയാറുണ്ട് അത് 1 TB ഉണ്ട് അല്ലേ, അല്ലെങ്കിൽ അത് 512 GB ഉണ്ട്, അല്ലെങ്കിൽ ഇപ്പോൾ 2 TB ഉണ്ട് എന്നൊക്കെ നമ്മൾ പറയും അല്ലേ. അപ്പോൾ അതായത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, നമുക്ക് ഡാറ്റ സ്റ്റോർ ചെയ്യാനായിട്ട് കുറച്ചും കൂടെ സ്ലോ ആയിട്ടുള്ള, കുറച്ചും കൂടെ ചീപ്പ് ആയിട്ടുള്ള അങ്ങനെ സ്റ്റോർ ചെയ്യുന്ന ഡിവൈസസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? സെക്കൻഡറി സ്റ്റോറേജ് എന്ന് പറയുന്നതെന്ന് കൂടി എന്ത് ചെയ്യുക? ഓർത്തിരിക്കുക. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് പ്രൈമറി സ്റ്റോറേജ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് വരുന്നതാണ് റാമും റോമും. അതിൻ്റെ ഫുൾ ഫോം നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും, ഇല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോ. റാൻഡം ആക്സസ് മെമ്മറി, എല്ലാവർക്കും അറിയുന്നതാണ് റാൻഡം ആക്സസ് മെമ്മറി. റോം എന്താണ്? റോം എന്ന് വെച്ച് കഴിഞ്ഞാൽ റീഡ് ഓൺലി മെമ്മറി അല്ലേ. റീഡ് ഓൺലി മെമ്മറി ആണ് ഇതെന്ന് പറയുന്നത് നമ്മുടെ റോം എന്ന് പറയുന്നത്. അപ്പോൾ റാം എന്ന് പറയുന്നത്, റോം എന്ന് പറയുന്നതാണ് പ്രൈമറി സ്റ്റോറേജ് ആയിട്ട്, അല്ലെങ്കിൽ മെയിൻ സ്റ്റോറേജ് ആയിട്ട്, അല്ലെങ്കിൽ പ്രൈമറി മെമ്മറി ആയിട്ട്, അല്ലെങ്കിൽ മെയിൻ മെമ്മറി ആയിട്ട് വരുന്നത്. ബാക്കി നമ്മൾ ഈ പറയുന്ന ഹാർഡ് ഡിസ്ക്, ഫ്ലോപ്പി, CD, DVD എന്നീ പറയുന്ന സാധനങ്ങളെല്ലാം എന്തിന് അണ്ടറിലാണ് വരുന്നത്? സെക്കൻഡറി സ്റ്റോറേജിനാണ് അണ്ടറിലാണ് വരുന്നതെന്നും കൂടി എന്ത് ചെയ്യുക? ഒന്ന് ഓർത്ത് വെക്കുക. ഈ സെക്കൻഡറി സ്റ്റോറേജിനെ തന്നെ എന്തായാലും ഇത്രയും പറഞ്ഞിട്ട് 1-2 പോയിന്റിലൂടെ പറഞ്ഞോട്ടെ. ഈ സെക്കൻഡറി സ്റ്റോറേജിനെ തന്നെ ചിലപ്പോൾ നമ്മൾ ഓക്സിലറി മെമ്മറി എന്ന് വിളിക്കാറുണ്ട്, അല്ലെങ്കിൽ ബാക്കപ്പ് മെമ്മറി എന്നും വിളിക്കാറുണ്ട്. അപ്പോൾ അതുകൂടെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോ. 2 ടേമുകളാണ്. ഓക്സിലറി മെമ്മറി അല്ലെങ്കിൽ ബാക്കപ്പ് മെമ്മറി എന്നൂടെ അറിയപ്പെടുന്ന ഏത് തന്നെയാണ്? ഈ പറയുന്ന സെക്കൻഡറി സ്റ്റോറേജ് ആണെന്ന് എന്ത് ചെയ്യുക? ഒന്ന് ഓർത്ത് വെക്കുക. സെറ്റല്ലേ? അടുത്ത ചോദ്യത്തിലേക്ക് പോട്ടെ. അടുത്ത ചോദ്യം, വിച്ച് ഈസ് ദ പ്രൈമറി മെമ്മറി ഓഫ് എ കമ്പ്യൂട്ടർ? എന്താ കഥ അല്ലേ. നമ്മൾ ഇത്രയും നേരം പറഞ്ഞത് ഇതിനെപ്പറ്റി അല്ലേ. അപ്പോൾ പ്രൈമറി മെമ്മറി ഓഫ് എ കമ്പ്യൂട്ടർ ഏതെന്ന് വെച്ചാൽ റാമും റോമും ആണ്. അതിൽ DVDയും വരൂല, USBയും വരൂല, CDയും വരൂല എന്ന് എന്ത് ചെയ്തു? നമ്മൾ ഓൾറെഡി പറഞ്ഞു. DVDയുടെ ഫുൾ ഫോം എന്ന് പറയുന്നത് ഡിജിറ്റൽ വേഴ്സറ്റൈൽ ഡിസ്ക് ആണെന്നും CD കോമ്പാക്ട് ഡിസ്ക് ആണെന്നും എന്ത് ചെയ്തു? നമ്മൾ പറഞ്ഞു. ആ കൂട്ടത്തിൽ പഠിക്കേണ്ടുന്ന ഒരു ഫുൾ ഫോം തന്നെയാണ് USB എന്ന് പറയുന്നത്. USB പോർട്ട് എന്നൊക്കെ നമ്മൾ ഭയങ്കരമായിട്ട് പറയുന്നതാണ്. അതിൻ്റെ ഫുൾ ഫോം ആണ് യൂണിവേഴ്സൽ സീരിയൽ ബസ്. യൂണിവേഴ്സൽ സീരിയൽ ബസ് ആണ് ഇതിൻ്റെ ഫുൾ ഫോം ആയിട്ട് വരുന്നത്. USB-യുടെ ഫുൾ ഫോം ആയിട്ട് വരുന്നത് എന്ന് കൂടെ എന്ത് ചെയ്യുക? ഒന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക. പ്രൈമറി മെമ്മറി എന്ന് പറയുമ്പോൾ റാമോ ആവാം, റോമോ ആവാം. ഇവിടെ റാം ആണ് തന്ന്, സോ നമ്മൾ എന്ത് ചെയ്യുന്നു? അത് പിക്ക് ചെയ്ത് എന്നുള്ളത് എന്ത് ചെയ്യുക? മനസ്സിലാക്കി വെക്കുക. അതുപോലെ അടുത്തൊരു ചോദ്യം, വാട്ട് ഈസ് ദ ഫുൾ ഫോം ഓഫ് RD റാം? ഈ റാം കുറേ ടൈപ്പ് ഉണ്ട്. സ്റ്റാറ്റിക് റാം ഉണ്ട്, ഡൈനാമിക് റാം ഉണ്ട്, അതിൽ SRAM, DRAM എന്നൊക്കെ നമ്മൾ പറയും. അതുപോലെ ഒരു ചോദ്യം ചോദിച്ചിരിക്കുകയാണ്, എന്താണ് RD റാം എന്ന് പറയുന്നത്? ഇതും കമ്പാരിറ്റീവ്ലി ഒരു പുതിയ ചോദ്യമാണ്, അങ്ങനെ കണ്ടിട്ടില്ല. RD റാമിന്റെ ഫുൾ ഫോം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, DRAM എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡൈനാമിക് റാൻഡം ആക്സസ് മെമ്മറിയാണ്. അത് സ്ഥിരം ചോദിക്കുന്നതാണ്. SRAM-ഉം DRAM-ഉം ഉണ്ട്. SRAM എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റാറ്റിക് റാം, DRAM എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡൈനാമിക് റാം. അപ്പോൾ അതുണ്ടെങ്കിൽ അത് എന്ത് ചെയ്യുക? അതറിയാത്തുണ്ടെങ്കിൽ എന്ത് ചെയ്യുക? അതൊന്ന് നോട്ട് ചെയ്യുക. ഇവിടെ അതിന് മുമ്പ് ഒരു 6 കൂടി ഉണ്ട്. അപ്പോൾ ഡൈനാമിക് റാം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡൈനാമിക് റാൻഡം ആക്സസ് മെമ്മറിയാണ്. അത്രയും നമുക്ക് എന്ത് ചെയ്യാം? നമുക്കറിയാം.
അത് മാത്രം അറിഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഇത് നമുക്ക് ആൻസർ ചെയ്യാം കണ്ടോ. കാരണം ഡി റാം നമ്മൾ പഠിച്ചിട്ടുണ്ട്, അതൊന്നും ഒരു പടി വരെ മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിലും കുഴപ്പമില്ല. കാരണം ഡി റാം ഡൈനാമിക് റാൻഡം ആക്സസ് മെമ്മറിയാണ്, ഇതേവിടെ ഡിസ്ക് റാൻഡം ആക്സസ് മെമ്മറിയാണ്, അല്ല ഡൈനാമിക് റാൻഡം അറേസ് മെറ്റീരിയലാണ്. കൊള്ളാം, നല്ല ഭാവിയുണ്ട് ആ ഫുൾ ഫോം ഉണ്ടാക്കിയതിന്. അതുമല്ല. അടുത്തത് ഡിസ്ക് റീഡ് ആക്സസ് മൊഡ്യൂൾ, അതുമല്ല. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ആറിന് ഏതേ വരാൻ പറ്റുള്ളൂ, അത് റാംബസിനെ വരാൻ പറ്റുള്ളൂ. കാരണം ഡി റാം എന്ന് പറയുന്നത് ഡൈനാമിക് റാൻഡം ആക്സസ് മെമ്മറി ആണെന്നുള്ളത് നമുക്കറിയാം. അപ്പൊ ആർ ഡി റാമിന്റെ ഫുൾ ഫോം റാംബസ് ഡൈനാമിക് റാൻഡം ആക്സസ് മെമ്മറി എന്ന് എന്ത് ചെയ്യുക, ഓർത്ത് വെക്കുക. അടുത്തത് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ വോളറ്റൈൽ മെമ്മറി. താഴെ തന്നിട്ടുള്ളതിൽ ഏതാണ് ഒരു വോളറ്റൈൽ മെമ്മറി എന്നാണ് ചോദിച്ചിരിക്കുന്നത്. വോളറ്റൈൽ മെമ്മറി എന്ന് വെച്ച് കഴിഞ്ഞാൽ താൽക്കാലിക മെമ്മറി എന്നാണ് നമ്മൾ പറയുക. അതായത് പവർ ഉണ്ടോ അവൻ പവറായിട്ട് വർക്ക് ചെയ്യും, പവർ ഇല്ലേ അവൻ ഒട്ടും അവൻ എന്ത് ചെയ്യാൻ പറ്റില്ല, വർക്ക് ചെയ്യാനായിട്ട് പറ്റില്ല എന്നുള്ളതാണ് ഇതെന്ന് പറയുന്നത്, സത്യം എന്ന് പറയുന്നത്. അപ്പം ഞാൻ ഈ പറഞ്ഞു, ഓൾറെഡി നിങ്ങളോട് ഞാൻ പറഞ്ഞു പ്രൈമറി മെമ്മറി എന്ന് പറയുമ്പോൾ റാമും റോമും ഉണ്ടെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു അല്ലേ. അതിലൊരു ചെറിയ പോയിന്റ് കൂടെ നിങ്ങൾ നോട്ട് ചെയ്യണം പറ്റിയെങ്കിൽ എക്സ്ട്രാ ആയിട്ട്. ഇതിൽ റാം എന്ന് പറയുന്നത് വോളറ്റൈൽ മെമ്മറിയാണ്. അതായത് പ്രൈമറി മെമ്മറിയിൽ റാം എന്ന് പറയുന്നത് വോളറ്റൈൽ മെമ്മറിയാണ്. അതായത് പവർ ഉണ്ടെങ്കിൽ അവൻ എന്തുള്ളൂ, പവർ ഉള്ളൂ. പവർ ടേൺ ഓഫ് ചെയ്ത് കഴിഞ്ഞ് എന്ത് ചെയ്യും, അവൻ്റെ വെടി തീരും അല്ലെ, അവൻ്റെ കാര്യം അവസാനിക്കും. അതേസമയം റോം എന്ന് പറയുന്നത് എന്താണ്, നോൺ വോളറ്റൈൽ ആണ്. പവർ കൊടുത്താലും ഇല്ലെങ്കിലും അവൻ എന്ത് ചെയ്തോളും, അവൻ്റെ പണി നോക്കി അവനെ കൊണ്ട് പറ്റുന്ന പോലെ അവൻ എന്ത് ചെയ്തോളും, അവൻ പണിയെടുത്തോളും. അപ്പോൾ ഇവിടെ നമ്മളോട് ചോദിച്ചത് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് എ വോളറ്റൈൽ മെമ്മറി എന്നാണ് ചോദിച്ചത്. ഈ താഴെ തന്നിട്ടുള്ളതിൽ താൽക്കാലികമായിട്ടുള്ള പവർ തട്ടിപ്പോകുന്ന മെമ്മറി ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ആൻസർ എന്താണ്, റാം ആണ്. ബാക്കി ഈ പ്രോം ആയാലും റോം ആയാലും പ്രോം ആയാലും എങ്ങനത്തെ മെമ്മറിയാണ്, നോൺ വോളറ്റൈൽ മെമ്മറിയാണ് ഇതെന്ന് പറയുന്നത്. ഈ പറയുന്ന ബാക്കിയുള്ള റോമുകൾ എന്നുകൂടെ എന്ത് ചെയ്യുക, ഒന്ന് ഓർത്ത് വെക്കുക. ഇതിൽ മക്കളെ നിങ്ങളൊരു ചെറിയ കാര്യം കൂടെ നിങ്ങൾ പഠിക്കണം. ഇതിൻ്റെ എല്ലാം ഫുൾ ഫോംസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ റോമിൻ്റെ ഇപ്പം ഞാൻ ഓൾറെഡി നമ്മളിപ്പോൾ റാം പറയുമ്പോൾ എസ് റാം ഉണ്ട്, സ്റ്റാറ്റിക് റാം ആണ്, ഡി റാം ഉണ്ട്, ഡൈനാമിക് റാം ആണ്, ആർ ഡി റാം ഉണ്ട്, റാംബസ് ഡൈനാമിക് റാൻഡം ആക്സസ് മെമ്മറി എന്ന് ഞാൻ പറഞ്ഞു. അതുപോലെ എപ്പോഴും റോം എന്ന് ചോദിക്കുന്ന കുറച്ച് ഫുൾ ഫോംസ് ആണ് ഇ പ്രോം, റോം, പ്രോം തുടങ്ങിയവ. ഇതിന്റെ ഫുൾ ഫോം എന്തിനാണ് നിങ്ങൾ അറിഞ്ഞിരിക്കണം. ടൈപ്സ് ഓഫ് റോം എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാൻ പറ്റുന്നതാണ് ഏതെന്ന് പറയുന്നത്, ഈ പറയുന്ന ഇ പ്രോം, റോം, പ്രോം എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അതിൽ നമ്മൾ നോക്കുമ്പോൾ നമ്മൾ ആദ്യം നോക്കുന്നത് ഏതെന്ന് വെച്ച് കഴിഞ്ഞാൽ എം റോം എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ട്. എം റോമിൽ എം എന്ന് വെച്ച് കഴിഞ്ഞാൽ മാസ്ക്ഡ് റോം എന്നാണ്. റോം റീഡ് ഓൺലി മെമ്മറിയാണ്, അതിന് ഞാൻ വീണ്ടും പറയുന്നില്ല. അതിന് മുമ്പിൽ വരുന്ന അക്ഷരങ്ങളുടെ മാറ്റം ഞാൻ പഠിപ്പിക്കുന്നുള്ളൂ. എം റോം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, മാസ്ക്ഡ് റീഡ് ഓൺലി മെമ്മറിയാണ് എം റോം എന്ന് പറയുന്നത്. അതേസമയം പ്രോം എന്ന് തന്നിട്ടുണ്ട് അല്ലേ. ഇതിൽ പ്രോം എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോഗ്രാമബിൾ റോമാണ്. പ്രോഗ്രാമബിൾ P4 എന്താണ്, പ്രോഗ്രാമബിൾ റോമാണ് എന്ന് എന്ത് ചെയ്യുക, ഓർത്തു വെക്കുക. അതുപോലെ ഇ പ്രോം എന്ന് തന്നിട്ടുണ്ട് അല്ലേ. അപ്പൊ ഇതിലെ പ്രോം എന്ന് പറയുന്നത് പ്രോഗ്രാമബിൾ റോം തന്നെയാണ്. പക്ഷെ ഇതിൽ ഇ എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറേസബിൾ പ്രോഗ്രാമബിൾ റോമാണ്. മക്കളെ മാറിപ്പോകരുത്, ഇറേസബിൾ പ്രോഗ്രാമബിൾ റോമാണ്. നമ്മൾ എം റോം പറഞ്ഞു, പിന്നെ അത് കഴിഞ്ഞ് പ്രോം എന്ന് വെച്ചാൽ പ്രോഗ്രാമബിൾ റോമാണെന്ന് പറഞ്ഞു. പിന്നെ ഞാൻ നിങ്ങൾക്ക് ഇ പ്രോം ആണ് പറഞ്ഞത്, അപ്പം ഞാൻ നിങ്ങൾക്ക് ഇറേസബിൾ പ്രോം ആണെന്ന് പറഞ്ഞു. ഇനി ഒരെണ്ണം കൂടി ഉണ്ട്, അതാണ് ഇ പ്രോം എന്ന് പറയുന്നത്. അത് ഇറേസബിൾ പ്രോം തന്നെയാണ്, പക്ഷെ ആദ്യത്തെ ഇ എന്ന് പറയുന്നത് എന്തായിട്ട് വരും, ഇലക്ട്രിക്കൽ ആയിട്ട് വരും. ടു മച്ച് ഓഫ് ഡാറ്റ ആയോ എന്ന് എനിക്കറിയില്ല, പക്ഷെ ഇതെല്ലാം പലതവണ ചോദിച്ചിട്ടുള്ളതാണ്, ഓർത്തു വെക്കണം. ഞാൻ ഒന്നുകൂടെ പറഞ്ഞുതരാം. നമ്മളോട് ചോദിച്ചത് താഴെ തന്നിട്ടുള്ള വോളറ്റൈൽ മെമ്മറി എന്താണ് എന്നുള്ളതായിരുന്നു, ഒരു പാവം ചോദ്യമായിരുന്നു. പക്ഷെ നമ്മളതിൽ കുറേ കാര്യങ്ങൾ എക്സ്ട്രാ പഠിച്ചു. വോളറ്റൈൽ മെമ്മറി ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ റാം ആണ്. റോം എന്ന് പറയുന്നത് നോൺ വോളറ്റൈൽ ആണ്, പവർ പോയാലും അവന് പവർ ഉണ്ടാവും എന്നുള്ളത് നമ്മൾ പറഞ്ഞു. അതിൽ വരുന്നതാണ് റോമിൻ്റെ കുറച്ച് ടൈപ്പ് അവർ തന്നിട്ടുണ്ടായിരുന്നു. അതിൽ നമ്മൾ ടൈപ്പുകൾ നമ്മൾ പഠിച്ചു തുടങ്ങി. ആദ്യം നമ്മൾ നോക്കിയത് എം ആണ്. എം ഈസ് ഫോർ മാസ്ക്ഡ് റോം എന്ന് നമ്മൾ പറഞ്ഞു. പ്രോം എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോഗ്രാമബിൾ റോമാണ്. P4 പ്രോഗ്രാമബിൾ റോമാണെന്ന് നമ്മൾ പറഞ്ഞു. പിന്നെ ഇ പ്രോം വന്നു. ഇ പ്രോം വന്നപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞു E4 ഇറേസബിൾ പ്രോമാണ്, ഇറേസബിൾ പ്രോഗ്രാമബിൾ റോമാണെന്ന് നമ്മൾ പറഞ്ഞു. ഇത് ഒരു കാര്യം ഞാൻ പറയാം. ഇപ്പം റോം എന്ന് വെച്ചാൽ റീഡ് ഓൺലി മെമ്മറി ആണല്ലോ, അതിൽ നമുക്ക് പിന്നെ മായ്ക്കാനും വീണ്ടും എഴുതാനൊന്നും പറ്റില്ല. പക്ഷെ അങ്ങനെ മായ്ക്കാൻ പറ്റി തുടങ്ങിയ പരിപാടിയാണ് എവിടെ വരുന്നത്, ഇ പ്രോമിൽ വരുന്നത്. ആദ്യം ഇത് പ്രോഗ്രാം ചെയ്യാൻ പറ്റുന്നതായി, പിന്നെ ആ പ്രോഗ്രാം ചെയ്ത് മായ്ക്കാൻ പറ്റുന്നുള്ളതായി. അതാണ് ഇറേസബിൾ പ്രോം എന്ന് പറയുന്നത്. ഈ ഇറേസബിൾ പ്രോമിൽ സാധനങ്ങൾ ഇറേസ് ചെയ്യാൻ യൂസ് ചെയ്തിരുന്നത് UV റേസ് ആയിരുന്നു. അതിലുള്ള ഡാറ്റ ഇറേസ് ചെയ്യാൻ യൂസ് ചെയ്തിരുന്നത് UV റേസ് ആയിരുന്നു. പക്ഷെ അത് ബുദ്ധിമുട്ടായി തുടങ്ങിയപ്പോഴാണ് പിന്നെ നമ്മൾ എന്ത് ചെയ്ത് ഇ പ്രോം വന്നത്, അല്ലെങ്കിൽ കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ളതാണ് ഇതെന്ന് പറയുന്നത് ഇ പ്രോം എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇലക്ട്രിസിറ്റി യൂസ് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും, അത് ഇറേസ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഘട്ടമായിട്ടുള്ള ഒരു റോമിന്റെ എവല്യൂഷനാണ് ഇതെന്ന് പറയുന്നത്. പ്രോമിൽ നിന്ന് ഈ പ്രോമിലേക്ക്, ഈ പ്രോമിൽ നിന്ന് ഈ പ്രോമിലേക്ക് എന്ന് പറയുന്നത് കൂടെ എന്ത് ചെയ്യുക, ഓർത്തു വെക്കുക. ഫുൾ ഫോംസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നല്ലോണം എന്ത് ചെയ്യാറുള്ളതാണ്, എപ്പോഴും ചോദിക്കാറുള്ളതാണ്. സെറ്റല്ലേ? അടുത്തിലോട്ട് പോട്ടെ.
അടുത്ത ചോദ്യം ഇതിന്റെ നേരെ റിവേഴ്സ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് എ നോൺ വോളറ്റൈൽ മെമ്മറി എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമ്മളിപ്പോൾ കഥ മൊത്തം പറഞ്ഞതാണ്. റാം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വോളറ്റൈൽ ആണെന്നും റോം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നോൺ വോളറ്റൈലും ആണെന്നും നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളതാണ് പറഞ്ഞിട്ടുള്ളതാണ് അല്ലേ. റോം എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മുടെ ഓപ്ഷൻസിൽ തന്നിട്ടുണ്ട്. സോ നമ്മൾ ബാക്കിയുള്ളതിനൊന്നും ബോധേടാവേണ്ട കാര്യം പോലും ഇല്ല. റോം എന്ന് പറയുന്നത് എന്ത് മെമ്മറിയാണ്, നോൺ വോളറ്റൈൽ മെമ്മറി ആണ് എന്ന് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് കൃത്യമായിട്ട് അറിയാനായിട്ട് പറ്റും. ശരിയല്ലേ. എന്നാ പിടിച്ചോ അടുത്ത ചോദ്യം. ഇൻ കമ്പ്യൂട്ടർ ടെർമിനോളജി വാട്ട് ഈസ് ദ ഫുൾ ഫോം ഓഫ് EEPROM? ഇതിനെ പറ്റിയാണ് തൊട്ട് മുമ്പ് ഞാൻ പറഞ്ഞത് അല്ലെ. EEPROM എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് എന്താണ്? EEPROM എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോം ആണ് ആദ്യം, പ്രോഗ്രാമബിൾ റോം ആണ്, പ്രോഗ്രാമബിൾ റീഡ് ഓൺലി മെമ്മറി ആണ്. അത് തന്നെ എത്ര ഉണ്ട് നോക്കിയേ, പ്രോഗ്രാം റിവൈസ് ഓൺലി മെമ്മറി അല്ല, പ്രോഗ്രാമബിൾ റിട്രീവ് ഓൺലി മെമ്മറി അല്ല, പ്രോഗ്രാം റീറൈറ്റബിൾ ഓൺലി മെമ്മറി അതും അല്ല. പ്രോഗ്രാമബിൾ റീഡ് ഓൺലി മെമ്മറി എന്നുള്ളത് മാത്രം നമുക്ക് അറിയാമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇത് നമുക്ക് ആൻസർ ചെയ്യാനായിട്ട് പറ്റും. ആൻഡ് E ഫോർ ഇറേസബിൾ ആണ്. ഇനിയും ഒരു E കൂടെ വന്നു കഴിഞ്ഞാൽ അത് ഇലക്ട്രിക്കലി ഇറേസബിൾ പ്രോഗ്രാമബിൾ റീഡ് ഓൺലി മെമ്മറി ആണെന്നും എന്ത് ചെയ്തിട്ടുള്ളതാണ്, നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. പിടിച്ചോ അടുത്ത ചോദ്യം. നോൺ വോളറ്റൈൽ മെമ്മറി ഈസ് എ ടൈപ്പ് ഓഫ് കമ്പ്യൂട്ടർ മെമ്മറി ദാറ്റ് ക്യാൻ റീറ്റെയിൻ സ്റ്റോർഡ് ഇൻഫർമേഷൻ ഈവൻ വെൻ ദ കമ്പ്യൂട്ടർ ഈസ്. ഓൾറെഡി നമ്മൾ പറഞ്ഞു വോളറ്റൈൽ മെമ്മറി എന്ന് വെച്ച് കഴിഞ്ഞാൽ താൽക്കാലിക മെമ്മറിയാണ് അല്ലേ. പവർ പോയ എന്ത് ചെയ്യും, അവൻ്റെ പവർ പോകുമെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു. അപ്പം നോൺ വോളറ്റൈൽ ആണെങ്കിൽ എന്താണ്, സ്ഥിരമാണ്. പവർ പോയാലും അവൻ എന്ത് ചെയ്യണം, അവനവിടെ വർക്ക് ചെയ്യണം. അപ്പം അങ്ങനെ നോക്കുമ്പോൾ നോൺ വോളറ്റൈൽ മെമ്മറി ഈസ് എ ടൈപ്പ് ഓഫ് കമ്പ്യൂട്ടർ മെമ്മറി ദാറ്റ് ക്യാൻ റീറ്റെയിൻ സ്റ്റോർഡ് ഇൻഫർമേഷൻ ഈവൻ വെൻ ദ കമ്പ്യൂട്ടർ ഈസ് നോട്ട് പവേർഡ്. അത്രയല്ലേ ഉള്ളൂ. പ്രോസസ്ഡ് അല്ല, ഇന്റർമീഡിയറ്റ്ലി പവേർഡ് അല്ല, പവർ ഇല്ലെങ്കിൽ കൂടി, നോട്ട് പവേർഡ്, പവർ ഇല്ലെങ്കിൽ കൂടി അതിന് എന്ത് ചെയ്യാൻ പറ്റും, ഇറ്റ് ക്യാൻ റീറ്റെയിൻ സ്റ്റോർഡ് ഇൻഫർമേഷൻ. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, നോൺ വോളറ്റൈൽ മെമ്മറി എന്ന് പറയുന്നത്. എന്ത് ചെയ്യുക, ഓർത്ത് വെക്കുക. അടുത്ത ചോദ്യം. ദ കപ്പാസിറ്റി ഓഫ് എ 3.5 ഇഞ്ച് ഫ്ലോപ്പി ഡിസ്ക് ഈസ്. ഇത് പലപ്പോഴും തിരിച്ചു ചോദിക്കാറുണ്ട്. ഒരു ഫ്ലോപ്പി ഡിസ്കിന്റെ സൈസ് എത്രയാണ് എന്ന് ചോദിക്കാറുണ്ട്. ഒരു ഫ്ലോപ്പി ഡിസ്കിന്റെ സൈസ് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പറയേണ്ടുന്ന ആൻസർ ആണ് ഇതെന്ന് പറയുന്നത്, ഈ ചോദ്യത്തിൽ തന്നെ തന്നിരിക്കുന്ന 3.5 ഇഞ്ച് എന്ന് പറയുന്നത്. ഇനി അടുത്തൊരു ഇമ്പോർട്ടൻറ്റ് ചോദ്യമാണ് ഇവിടെ ചോദ്യമായിട്ട് തന്നെ വന്നിരിക്കുന്നത്, അതിന്റെ മെമ്മറി എത്രയാണ്. GB TB എന്നൊന്നും പറയരുത്. ഇത് പണ്ട് ഒരു കാലത്ത് ഒരിടത്ത് ഉണ്ടായിരുന്ന ഒരു കാര്യമാണ്. അപ്പോൾ 3.5 ഇഞ്ച് ഇവിടെ ഇഞ്ച് ഫ്ലോപ്പിയുടെ, ഇഞ്ച് ഫ്ലോപ്പിയുടെ സൈസ് അല്ലെങ്കിൽ അതിന്റെ കപ്പാസിറ്റി അല്ലെങ്കിൽ അതിന്റെ മെമ്മറി എന്ന് പറയുന്നത് 1.44 MB ആണ്. നമ്മൾ ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളതാണ്, ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. ഒരു ഫ്ലോപ്പിയുടെ സൈസ് എന്ന് പറയുന്നത് 3.5 ഇഞ്ചും അതിന്റെ മെമ്മറി കപ്പാസിറ്റി എന്ന് പറയുന്നത് എത്രയാണ്, 1.44 MB ആണെന്ന് എന്ത് ചെയ്യുക, ഓർത്തു വയ്ക്കുക. ഇനി വല്ലപ്പോഴും ഒക്കെ അങ്ങനെ ഞാൻ കണ്ടിട്ടില്ല എന്നിരിക്കലും ചോദിക്കാറുള്ള ഒരു ചോദ്യമാണ്, ഹു ഈസ് നോൺ ആസ് ഫാദർ ഓഫ് ഫ്ലോപ്പി ഡിസ്ക്. ഫ്ലോപ്പി ഡിസ്കിന്റെ ഫാദർ ആരാണെന്ന് ചോദിക്കാറുണ്ട്. അദ്ദേഹത്തിന്റെ പേര് അലൻ ഷൂഗേർട്ട് എന്നാണ്. അലൻ ഷൂഗേർട്ട് എന്നുള്ള ആളാണ് എന്തായിട്ട് അറിയപ്പെടുന്നത്, ഫ്ലോപ്പി ഡിസ്കിന്റെ ഫാദർ ആയിട്ട് അറിയപ്പെടുന്നത്. എന്ത് ചെയ്യുക, ഒന്ന് ഓർത്തു വെക്കുക. ഇപ്പൊ ഫ്ലോപ്പി ഡിസ്കിന്റെ പിതാവ് അലൻ ഷൂഗേർട്ട് ആണ്. സൈസ് 3.5 ഇഞ്ചാണ്. അതിൽ മെമ്മറി എന്ന് പറയുന്നത് 1.44 MB ആണെന്നും കൂടെ എന്ത് ചെയ്യുക, എല്ലാവരും ഓർത്തു വെക്കുക. അടുത്ത ചോദ്യം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഡസ് നോട്ട് ഇമ്പാക്ട് എ കമ്പ്യൂട്ടേഴ്സ് ജനറൽ പെർഫോമൻസ്. ഒരു കമ്പ്യൂട്ടറിന്റെ ജനറൽ പെർഫോമൻസിനെ അഫക്ട് ചെയ്യാത്ത താഴെ തന്നിട്ടുള്ളതിൽ ഏതാണ് എന്നാണ് ചോദിച്ചേക്കുന്നത്. അത് സൈസ് ഓഫ് ദ ഗ്രാഫിക്സ് കാർഡ് ആണോ, CPU-ന്റെ സ്പീഡാണോ, റാം സൈസ് ആണോ, ഹാർഡ് ഡിസ്ക് സ്പീഡാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ കൂട്ടത്തിൽ ഏറ്റവും ശരിയായിട്ടുള്ള ഉത്തരം, ജനറൽ പെർഫോമൻസിനെ അഫക്ട് ചെയ്യാത്ത ഉത്തരം എന്ന് പറയുന്നത് സൈസ് ഓഫ് ദ ഗ്രാഫിക്സ് കാർഡ് ആയിരിക്കും. ഗ്രാഫിക്സ് കാർഡ് നമുക്കറിയാം ഗെയിമേഴ്സ് ഒക്കെ ഭയങ്കരമായിട്ട് യൂസ് ചെയ്യുന്നതാണ്. കാരണം ഹെവി ലോഡൊക്കെ വരുമ്പോഴാണ് എന്ത് ചെയ്യുക, ഗ്രാഫിക്സ് കാർഡിന്റെ ആവശ്യം വരുന്നത്. നമ്മളെപ്പോലെ സാധാരണ ഉപയോഗങ്ങൾക്കൊന്നും എന്തില്ല, ഒരു ലാപ്ടോപ്പിലോ അല്ലെങ്കിൽ കമ്പ്യൂട്ടറിലോ ഗ്രാഫിക്സ് കാർഡിന്റെ ആവശ്യമില്ല എന്ന് കരുതി അത് കമ്പ്യൂട്ടറിന്റെ പെർഫോമൻസിനെ അഫക്ട് ചെയ്യില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അതുണ്ടെങ്കിൽ എന്ത് ചെയ്യും, കുറച്ചും കൂടെ നന്നായിട്ട് എന്ത് ചെയ്യും, അത് പെർഫോം ചെയ്യും. പക്ഷേ കമ്പ്യൂട്ടറിന്റെ ജനറൽ പെർഫോമൻസിന് ഇമ്പാക്ട് ചെയ്യാത്തെന്ന് പറയുമ്പോൾ ഒരു ബേസിക് ലെവലിലുള്ള കമ്പ്യൂട്ടർ, ഒരു സാധാരണക്കാരൻ യൂസ് ചെയ്യുന്ന കമ്പ്യൂട്ടർ എടുത്തു കഴിഞ്ഞാൽ അതിൽ വേരിയബിൾ ആയിട്ട് വരുന്ന സാധനങ്ങൾ അല്ലെങ്കിൽ അതിലെ പാരാമീറ്റേഴ്സ് എന്ന് പറയുന്ന ഏതൊക്കെ നമുക്ക് പറയാൻ പറ്റുള്ളൂ, CPU-ന്റെ സ്പീഡും റാമിന്റെ സൈസും ഹാർഡ് ഡിസ്കിന്റെ സ്പീഡും ഒക്കെ പറയാൻ പറ്റുള്ളൂ. എന്ത് പറയാൻ പറ്റില്ല, സൈസ് ഓഫ് ദ ഗ്രാഫിക്സ് കാർഡ് പറയാൻ പറ്റില്ല. അപ്പൊ ഞാൻ പറയുമ്പോൾ പൂർണ്ണമായും ഈ ചോദ്യത്തിന്റെ ഉത്തരം ഈ ശരിയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല. പക്ഷെ തന്ന ഓപ്ഷനിൽ ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത് ഏതാണ്, ഈ പറയുന്ന ഗ്രാഫിക്സ് കാർഡിന്റെ സൈസ് ആയതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, ഞാനത് പിക്ക് ചെയ്യുന്നത്. അല്ലാതെ ഗ്രാഫിക്സ് കാർഡ് ഇല്ലെങ്കിൽ കമ്പ്യൂട്ടറിന്റെ പെർഫോമൻസ് അല്ലെങ്കിൽ ഗ്രാഫിക്സ് കാർഡിന്റെ സൈസ് കൂടുമ്പോൾ കമ്പ്യൂട്ടറിന്റെ പെർഫോമൻസ് കൂടില്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടും, ഉറപ്പായിട്ടും കൂടും. പക്ഷെ ഞാൻ ഈ പറഞ്ഞ പോലെ അതൊരു എസെൻഷ്യൽ സാധനമല്ല, സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം എന്തല്ല, അത്യാവശ്യമുള്ള കാര്യമല്ലാത്തത് കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, അങ്ങനെ ഒരു ആൻസർ നമ്മൾ പറയുന്നത്. സെറ്റ് അല്ലേ? അടുത്ത ചോദ്യത്തിലേക്ക് പോട്ടെ.
അടുത്ത ചോദ്യം, എ കമ്പ്യൂട്ടർ പ്രോഗ്രാം ദാറ്റ് കൺവേർട്സ് ആൻ എൻറ്റയർ പ്രോഗ്രാം ഇൻ ടു മെഷീൻ ലാംഗ്വേജ് ഈസ് കോൾഡ്. മൊത്തത്തിലുള്ള പ്രോഗ്രാമിനെ, അതായത് മൊത്തത്തിലുള്ള ഹൈ ലെവൽ ലാംഗ്വേജിനെ മുഴുവനായിട്ട് മെഷീൻ ലാംഗ്വേജ് ആക്കി മാറ്റുന്ന ആ ഒരു കമ്പ്യൂട്ടർ പ്രോഗ്രാമിന്റെ പേരെന്താണെന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. നമ്മൾ ഈ പറയുന്ന ഒരു ലാംഗ്വേജിന്റെ രൂപത്തിൽ നിന്നും മറ്റൊരു ലാംഗ്വേജിന്റെ രൂപത്തിലേക്ക് മാറ്റുന്നവരെ നമ്മൾ വിളിക്കുന്നത് ലാംഗ്വേജ് ട്രാൻസ്ലേറ്റേഴ്സ് എന്നാണ്. അതായത് ഒരു ഭാഷയിൽ നിന്ന് മറ്റൊരു ഭാഷയിലേക്ക് മാറ്റുന്നവരെ നമ്മൾ എന്ത് വിളിക്കും? ലാംഗ്വേജ് ട്രാൻസ്ലേറ്റേഴ്സ് എന്ന് നമ്മൾ വിളിക്കും. ഈ ലാംഗ്വേജ് ട്രാൻസ്ലേറ്റേഴ്സ് പ്രധാനമായും 3 തരത്തിലുള്ളതുള്ളത്. 1 അസംബ്ലർ, 2 ഇന്റർപ്രറ്റർ, 3 കമ്പൈലർ. അസംബ്ലർ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ അസംബ്ലി ലാംഗ്വേജിനെ മെഷീൻ ലാംഗ്വേജ് ആക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. ഓരോന്നും എന്താണെന്നുള്ളത് ഞാനിപ്പോൾ പറയാൻ നിൽക്കുന്നില്ല, ഭയങ്കര വലിയ ക്ലാസ് ആയി പോകും, നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും. ഇല്ലെങ്കിൽ ജസ്റ്റ് ഇപ്പോൾ ഇത്രയെങ്കിലും ഓർത്ത് വയ്ക്കുക, കാരണം ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പാർട്ട് ഇതാണ്. അസംബ്ലർ എന്ന് വെച്ച് കഴിഞ്ഞാൽ അസംബ്ലി ലാംഗ്വേജിനെ എന്താക്കി മാറ്റും? മെഷീൻ ലാംഗ്വേജ് ആക്കി മാറ്റും. അറ്റ് ദ സെയിം ടൈം ഇന്റർപ്രറ്റർ ആയാലും കമ്പൈലർ ആയാലും ചെയ്യുന്നത് ഹൈ ലെവൽ ലാംഗ്വേജിനെ മെഷീൻ ലാംഗ്വേജ് ആക്കി മാറ്റുക എന്നുള്ളതാണ്. മാറിപ്പോവരുത്. ഇന്റർപ്രറ്റർ ആയാലും കമ്പൈലർ ആയാലും ചെയ്യുന്നത് ഹൈ ലെവൽ ലാംഗ്വേജിനെ മെഷീൻ ലാംഗ്വേജ് ആക്കി മാറ്റുക എന്നുള്ളതാണ്. പിന്നെ എന്താ അവരുടെ വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്റർപ്രറ്റർ ലൈൻ ബൈ ലൈൻ ആയിട്ടാണ് എന്ത് ചെയ്യുക? ഈ പറയുന്ന പരിപാടി ചെയ്യുക. ഹൈ ലെവൽ ലാംഗ്വേജിൽ നിന്ന് മെഷീൻ ലാംഗ്വേജ് ആക്കുന്നത് ലൈൻ ബൈ ലൈൻ ആണ്. അതേസമയം കമ്പൈലർ എന്ത് ചെയ്യും? കംപ്ലീറ്റ് ആയിട്ട് ചെയ്യും. ഞാൻ അങ്ങനെ ഓർക്കാൻ പറയുള്ളത്, കംപ്ലീറ്റ് ആയിട്ട് ചെയ്യുന്നത് കമ്പൈലറും ലൈൻ ബൈ ലൈൻ ഇന്റർപ്രറ്റ് ചെയ്യുന്നത് ഇന്റർപ്രറ്ററും ആണെന്ന് ഓർത്ത് വയ്ക്കാനാണ് എന്ത് ചെയ്യുക പറയുക. അപ്പോൾ ഇവിടെ നമ്മളോട് കണ്ടോ വളരെ സ്പെസിഫിക് ആയിട്ട് ചോദിച്ചിട്ടുണ്ട്, എൻ്റയർ പ്രോഗ്രാമിനെ മെഷീൻ ലാംഗ്വേജ് ആക്കി മാറ്റുന്നത് സാധനം ഏതാണെന്നാണ് എന്ത് ചെയ്തിരിക്കുന്നത് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ എൻ്റയർ പ്രോഗ്രാമിനെ ഹൈ ലെവൽ ലാംഗ്വേജിൽ നിന്ന് മെഷീൻ ലാംഗ്വേജ് ആക്കി മാറ്റുന്നുണ്ടെങ്കിൽ ദ ആൻസർ ഈസ് കമ്പൈലർ. ഇന്റർപ്രറ്റർ ആവുമായിരുന്നു എപ്പോഴാണെങ്കിൽ കൺവേർട്സ് എ പ്രോഗ്രാം ലൈൻ ബൈ ലൈൻ എന്ന് അവർ ചോദിച്ചിട്ടുണ്ടെങ്കിൽ, എ കമ്പ്യൂട്ടർ പ്രോഗ്രാം ദാറ്റ് കൺവേർട്സ് എ പ്രോഗ്രാം ലൈൻ ബൈ ലൈൻ ഇൻ ടു മെഷീൻ ലാംഗ്വേജ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ആൻസർ എന്താവുമായിരുന്നു? ഇന്റർപ്രറ്റർ ആവുമായിരുന്നു. പക്ഷെ എൻ്റയർ പ്രോഗ്രാം എന്ന് എടുത്ത് പറഞ്ഞിട്ടുള്ളത് കൊണ്ട് നമ്മുടെ ആൻസർ എന്തായിട്ട് എടുക്കണം? കമ്പൈലർ ആക്കി എടുക്കണം. പിന്നെ ഒരു കാര്യം കൂടി ഇവിടെ ഓർത്ത് വെക്കുക, ഈ പറയുന്ന കമ്പൈലർ ആയാലും അസംബ്ലർ ആയാലും ഇന്റർപ്രറ്റർ ആയാലും എല്ലാം കമ്പ്യൂട്ടർ പ്രോഗ്രാംസ് ആണ്, സോഫ്റ്റ്വെയർ ആണ്. നമ്മൾ ഈ മോണിറ്റർ, സ്പീക്കർ എന്നൊക്കെ പറയുന്നത് പോലെ പെട്ടെന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കും. കമ്പൈലർ എന്നും ഇന്റർപ്രറ്റർ എന്നൊക്കെ പറയുമ്പോൾ ഇതൊരു ഹാർഡ്വെയർ സാധനമാണെന്ന് വിചാരിക്കും. അല്ല, ഇതെല്ലാം സോഫ്റ്റ്വെയർ ആണ്. അങ്ങനെയും എന്ത് ചെയ്തിട്ടുണ്ട്? ചോദ്യം വന്നിട്ടുണ്ട്. സോ അതുകൊണ്ടാണ് എന്ത് ചെയ്തത് ഞാൻ എടുത്ത് പറഞ്ഞത്. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 3 സാധനങ്ങളാണ് പഠിച്ചത്. അസംബ്ലർ ആണെങ്കിൽ അസംബ്ലി ലാംഗ്വേജിനെ മെഷീൻ ലാംഗ്വേജിലേക്ക്, ഇന്റർപ്രറ്റർ ആണെങ്കിലും കമ്പൈലർ ആണെങ്കിലും ഹൈ ലെവൽ ലാംഗ്വേജിനെ മെഷീൻ ലാംഗ്വേജിലേക്ക്. ഹൈ ലെവൽ ലാംഗ്വേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടുപിടിക്കുന്ന വേണ്ട നമ്മുടെ C++, ജാവ, പൈത്തൺ പോലത്തെ എല്ലാ ലാംഗ്വേജസിനെയും നമ്മൾ എന്താ പറയുക? ഹൈ ലെവൽ ലാംഗ്വേജ് എന്നാണ് പറയുക. ഇന്റർപ്രറ്ററും കമ്പൈലറും ഹൈ ലെവലിനെ മെഷീൻ ലാംഗ്വേജ് മാറ്റും, കമ്പ്യൂട്ടർ മനസ്സിലാക്കുന്ന ഭാഷയിലോട്ട് മാറ്റും. പക്ഷെ ഇന്റർപ്രറ്റർ ലൈൻ ബൈ ലൈനും കമ്പൈലർ കംപ്ലീറ്റ് ആയിട്ടാണ് ചെയ്യാൻ എന്ത് ചെയ്യുക? ഓർത്ത് വെക്കുക. അപ്പൊ നമ്മുടെ ഈ ചോദ്യത്തിന് ഉത്തരം എന്താണ് വരിക? ഓപ്ഷൻ 3 കമ്പൈലർ. അടുത്ത ചോദ്യത്തിലോട്ട് പോട്ടെ. അടുത്ത ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് ലാംഗ്വേജസ് ഡസ് എ കമ്പ്യൂട്ടർ യൂസ് ടു പ്രോസസ് ഡാറ്റ? കമ്പ്യൂട്ടർ ഏത് ലാംഗ്വേജ് ആണ് യൂസ് ചെയ്യുക എന്നുള്ളതാണ്. കമ്പ്യൂട്ടർ യൂസ് ചെയ്യുന്നത് ബേസിക്കും അല്ല, കൊബോളും അല്ല, വിൻഡോസ് അല്ല. കമ്പ്യൂട്ടർ ഇതൊന്നും മനസ്സിലാക്കാനുള്ള ബുദ്ധിയില്ല. കമ്പ്യൂട്ടറിന് ആകെ മനസ്സിലാവുന്നത് 1s ഉം 0s ഉം ആണ്. ആൻഡ് ദേ ആർ നോൺ ആസ് ബൈനറി. ബൈനറി ഡിജിറ്റ് എന്നൊക്കെ നമ്മൾ പറയാറില്ലേ? 1 0 വെച്ച് കംപ്രൈസ്ഡ് ആയിട്ടുള്ള ലാംഗ്വേജ് ആണ് ഇതെന്ന് പറയുന്നത് ബൈനറി എന്ന് പറയുന്നത്. അപ്പോൾ ആ ഭാഷ മാത്രമേ എന്ത് ചെയ്യുള്ളൂ? കമ്പ്യൂട്ടറിന് മനസ്സിലാവുള്ളൂ. അടുത്ത ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ഹൈ ലെവൽ ലാംഗ്വേജ്? ഓൾറെഡി ഞാൻ പറഞ്ഞു ഹൈ ലെവൽ ലാംഗ്വേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ CPP, പൈത്തൺ, ജാവ, C, പേൾ ഇതുപോലത്തെ ലാംഗ്വേജസിനൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുക? ഹൈ ലെവൽ ലാംഗ്വേജ് എന്ന് പറയുക. ഇവിടെ നമ്മൾ നോക്കുമ്പോൾ CPP ഉണ്ട്, ജാവ ഉണ്ട്, C ഉണ്ട്. ഇതെല്ലാം ഹൈ ലെവൽ ലാംഗ്വേജ് ആണ്. ഏത് ഹൈ ലെവൽ ലാംഗ്വേജ് അല്ല? മെഷീൻ ലാംഗ്വേജ് അല്ല. മെഷീൻ ലാംഗ്വേജ് എന്താണ്? അതൊരു വേറെ കാറ്റഗറി തന്നെയാണെന്ന് എന്ത് ചെയ്യുക? മനസ്സിലാക്കി വെക്കുക. അടുത്ത ചോദ്യം, ഇൻ വിച്ച് ജനറേഷൻ ഓഫ് കമ്പ്യൂട്ടേഴ്സ് വെർ ഫോർട്രാൻ ആൻഡ് കൊബോൾ ലാംഗ്വേജസ് ഫസ്റ്റ് യൂസ്ഡ്? കമ്പ്യൂട്ടറിന്റെ ജനറേഷൻ പഠിക്കുമ്പോൾ നമ്മൾ വാക്യൂം ട്യൂബ്, IC, A എന്നൊക്കെ പറഞ്ഞു പഠിച്ചു. അതിലൊരു എക്സ്ട്രാ സാധനമാണ്. ഇത് കുറച്ച് കൺഫ്യൂസിംഗ് ആണ്. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറി മറിഞ്ഞ് ഞാൻ പലയിടത്തും കണ്ടിട്ടുണ്ട്. എന്നിരിക്കലും പ്രീവിയസ് ക്വസ്റ്റൻ ആയതുകൊണ്ട് നമുക്ക് ധൈര്യമായിട്ട് പഠിക്കാം. കമ്പ്യൂട്ടറിന്റെ ഏത് ജനറേഷനിലാണ് ഫോർട്രാൻ, കൊബോൾ എന്നീ പറയുന്ന 2 ഭാഷകൾ ആദ്യമായി ഉപയോഗിച്ചത്? ഇതിൽ പലതും ഇപ്പോഴും ഉപയോഗിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് അവർ സ്പെസിഫിക് ആയിട്ട് എന്ത് ചോദിച്ചേക്കുന്നത്? ആദ്യമായി ഉപയോഗിച്ചെന്ന് ചോദിച്ചേക്കുന്നത്. സെക്കൻഡ് ജനറേഷൻ കമ്പ്യൂട്ടറിലാണ് എന്ത് ചെയ്യുന്നത്? ഈ പറയുന്ന ഫോർട്രാനും കൊബോളും എന്ന് പറയുന്ന 2 ഹൈ ലെവൽ ലാംഗ്വേജസ്. ഫോർട്രാൻ ആയാലും കൊബോൾ ആയാലും എന്ത് തന്നെയാണ്? ഹൈ ലെവൽ ലാംഗ്വേജസ് ആണ്. ഇത് രണ്ടും ആദ്യമായി ഉപയോഗിക്കുന്നത് കമ്പ്യൂട്ടറിന്റെ സെക്കൻഡ് ജനറേഷനിലാണ് എന്ന് എന്ത് ചെയ്യുക? ഓർത്ത് വെക്കുക. ഫോർട്രാന്റെ ഫുൾ ഫോം നമുക്ക് നോക്കണം. അത് തന്നെയാണ് അടുത്ത ചോദ്യം. സോ അതുകൊണ്ട് ഞാൻ അവിടെ തന്നെ പറഞ്ഞുതരാം. ഫോർട്രാൻ എന്ന് പറയുന്നതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ഭാഷയുടെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യത്തെ കമ്പ്യൂട്ടർ ലാംഗ്വേജ് ആണ്. ഫസ്റ്റ് കമ്പ്യൂട്ടർ ലാംഗ്വേജ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പൊതുവേ നമ്മൾ പറയാറുള്ള ഒരു ഉത്തരമാണ് ഇതെന്ന് പറയുന്നത് ഫോർട്രാൻ എന്ന് പറയുന്നത്. ഒരു കാര്യം കൂടെ ഓർത്ത് വെക്കുക, ഇത് കണ്ടുപിടിച്ച വ്യക്തിയുടെ പേര് ജോൺ ബാക്കസ് എന്നാണ്. അറിയുന്നവരുണ്ടാവും, അറിയില്ലെങ്കിൽ ഓർത്ത് വെക്കുക. അറിയുന്നവരാണെങ്കിൽ അതൊന്ന് റിവൈസ് ചെയ്യുക. ജോൺ ബാക്കസ് എന്ന് പറയുന്ന ആളാണ് ഈ പറയുന്ന ഫോർട്രാൻ എന്ന് പറയുന്ന ഭാഷ കണ്ടുപിടിച്ചത്.
കണ്ടുപിടിച്ചത്. അറിയാത്തവരുണ്ടെങ്കിൽ നോട്ട് ചെയ്ത് വെക്കുക. അധികം അങ്ങനെ കാണാറുള്ളതല്ല. COCPP പോലെ ആര് കണ്ടുപിടിച്ചു എന്ന് അത്ര ഫ്രീക്വന്റ് ആയിട്ട് ചോദിക്കാറില്ല. ഷോർട്ട്കട്ട് എന്നൊരു ഭാഷ തന്നെയാണ്. ഫോർട്രാൻ കണ്ടുപിടിച്ചത് ആരാണ്? ജോൺ ബാക്കസ് ആണ്. ഇനി നമ്മുടെ ചോദ്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഫുൾ ഫോം ഓഫ് ഫോർട്രാൻ ആണ് ചോദിച്ചിരിക്കുന്നത്. അത് ഫോർട്ടിറ്റ്യൂഡ് ട്രാൻസ്ലേഷനും അല്ല, ഫിക്സ് പ്രോ ട്രാൻസ്ലേഷനും അല്ല, ഫോറിൻ ട്രാൻസ്ലേഷനും അല്ല. ദ ആൻസർ ഈസ് ഫോർമുല ട്രാൻസ്ലേഷൻ. ഫോർമുല ട്രാൻസ്ലേഷൻ എന്നാണ് ഇതിന്റെ ഫുൾ ഫോം ആയിട്ട് വരുന്നത്. ഫോർട്രാന്റെ ഫുൾ ഫോം ആയിട്ട് വരുന്നത്. തൊട്ടുമുമ്പ് നമ്മൾ പറഞ്ഞ രണ്ട് ഭാഷകൾ ഫോർട്രാനും കൊബോളും ആയിരുന്നു അല്ലെ. അതിൽ ഈ ഫോർട്രാൻ എന്ന് പറയുന്നതിന്റെ ഫുൾ ഫോം ഫോർമുല ട്രാൻസ്ലേഷൻ ആണെന്ന് നമ്മൾ പറഞ്ഞാൽ ഒപ്പം തന്നെ നമ്മൾ എന്തുകൂടെ പറയണം? ഈ പറയുന്ന കൊബോളിന്റെ ഫുൾ ഫോം നമ്മൾ പറയണ്ടേ? കൊബോളിന്റെ ഫുൾ ഫോം വളരെ ഇമ്പോർട്ടന്റ് ആണ് മക്കളെ. എപ്പോഴും ചോദിക്കാറുള്ള ഫുൾ ഫോമുകൾ രണ്ടെണ്ണമാണ്, ഫോർട്രാനും കൊബോളും. ഞാൻ ഓൾറെഡി പറഞ്ഞു. ഇപ്പൊ തന്നെ എത്ര അബ്രീവിയേഷൻ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടാവും നിങ്ങൾക്ക് അറിയാം, അല്ലെങ്കിൽ ഫുൾ ഫോം ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടാവും നിങ്ങൾക്ക് അറിയാം. അത്രയധികം ഫുൾ ഫോം ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന ഒരു ടോപ്പിക് തന്നെയാണ് ഇതെന്ന് പറയുന്നത്, കമ്പ്യൂട്ടർ എന്ന് പറയുന്നത്. ഇപ്പൊ കൊബോളിന്റെ ഫുൾ ഫോം എന്ന് പറയുന്നത് എന്താണ്? കോമൺ ബിസിനസ് ഓറിയന്റഡ് ലാംഗ്വേജ്. കൊബോളിന്റെ ഫുൾ ഫോം എന്താണ്? കോമൺ ബിസിനസ് ഓറിയന്റഡ് ലാംഗ്വേജ്. ഫോർട്രാന്റെ ഫുൾ ഫോം എന്താണ്? ഫോർമുല ട്രാൻസ്ലേഷൻ. കൊബോളിന്റെ ഫുൾ ഫോം കോമൺ ബിസിനസ് ഓറിയന്റഡ് ലാംഗ്വേജ് ആണെന്ന് എന്ത് ചെയ്യുക? ഓർത്ത് വെക്കുക. അടുത്ത ചോദ്യം, ദ CPP അല്ലെങ്കിൽ C++ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് വാസ് ഡെവലപ്ഡ് അറ്റ് AT&T ബെൽ ലബോറട്ടറീസ്. ഇതൊരു ചോദ്യമായിട്ട് പലപ്പോഴും കണ്ടിട്ടുള്ളതാണ്. എവിടെയാണത് ഡിസൈൻ ചെയ്തത്, ഡെവലപ്പ് ചെയ്തത്? AT&T ബെൽ ലബോറട്ടറീസിലാണ്. ഇൻ ദ ഏർലി ഡാഷ് ബൈ ജാൻ സ്ട്രൗസ്ട്രപ്പ് എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ്. ഇദ്ദേഹമാണ് CPP കണ്ടുപിടിച്ചു നമ്മൾ വിശ്വസിക്കുന്നല്ല, അദ്ദേഹം തന്നെയാണ് ഇത് കണ്ടുപിടിച്ചത്. അപ്പൊ ഇത് രണ്ടും ഇനിയും ചോദ്യമായിട്ട് വരാൻ സാധ്യതയുള്ളതാണ്. ഒന്ന് AT&T ബെൽ ലബോറട്ടറീസ്, രണ്ട് ഈ ജാൻ സ്ട്രൗസ്ട്രപ്പ് എന്ന് പറയുന്ന വ്യക്തി. ഇത് ഏത് വർഷത്തിലാണ് കണ്ടുപിടിച്ചതെന്ന് ചോദിച്ചേക്കുന്നത്? 80s ആണോ, 90s ആണോ, 60s ആണോ, 70s ആണോ എന്നുള്ളതാണ്. വളരെ ടഫായിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആണ്. കാരണം സ്ഥിരം ചോദിക്കുന്നത് ഈ AT&T ബെൽ ലബോറട്ടറീസും ഈ കണ്ടുപിടിച്ച ആളുടെ പേരുമാണ് ചോദിക്കുക. ഇവിടെ നമ്മളോട് ചോദിച്ചത് ഏത് വർഷം എന്നുള്ളതാണ്. ദ ആൻസർ ഈസ് 1980s. വന്ന ചോദ്യമായതുകൊണ്ട് ഞാൻ ഇടുന്നു. ഒരുപക്ഷെ ഇനിയും വന്നാൽ എന്ത് ചെയ്യണം? നിങ്ങളത് കിട്ടാനായിട്ട് ഞാനിത് പറയുന്നു. അപ്പോൾ CPP പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് AT&T ബെൽ ലബോറട്ടറീസിൽ ഡെവലപ്പ് ചെയ്തു. അത് ഈ പറയുന്ന വ്യക്തി, ഞാൻ ഇനിയും പറഞ്ഞത് നാക്കുളുക്കിപ്പിക്കുന്നില്ല, അദ്ദേഹമാണ് അത് കണ്ടുപിടിച്ചത്. 1980siലാണ് എന്ത് ചെയ്യുന്നത്? ഇത് വരുന്നത്. അടുത്തത്, വാട്ട് ഈസ് ദ ഫുൾ ഫോം ഓഫ് DDL ഇൻ ടേംസ് ഓഫ് കമ്പ്യൂട്ടർ? കമ്പ്യൂട്ടർ ലോകത്തിൽ DDL എന്ന് പറയുന്നതിന്റെ ഫുൾ ഫോം എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഫുൾ ഫോമുകളുടെ ബഹളാണ് അല്ലേ. DDLന്റെ ഫുൾ ഫോം എന്ന് പറയുന്നത് ഡാറ്റ ഡെഫിനിഷൻ ലാംഗ്വേജ് എന്നാണ്. ഡാറ്റ ഡെഫിനിഷൻ ലാംഗ്വേജുകൾ എന്നാണ് എന്ത് ചെയ്യുന്നത്? DDL വരുന്നത്. ഈ DDL നമ്മുടെ ഡാറ്റാബേസ് ഒക്കെ സെറ്റപ്പ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഒരു സംഭവമാണെന്ന് മാത്രം മനസ്സിലാക്കിയാൽ മതി. ഒരുപാട് ഡീറ്റെയിൽ ആയിട്ടൊന്നും പോകണ്ട. DDLന്റെ ഫുൾ ഫോം എന്തായാലും ഓർത്ത് വെക്കുക. ഡാറ്റ ഡെഫിനിഷൻ ലാംഗ്വേജ് എന്നാണ് ഫുൾ ഫോം. ഡാറ്റാബേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു പരിപാടിയാണ് DDL എന്ന് മാത്രം എന്ത് ചെയ്താൽ മതി? നിങ്ങൾ തൽക്കാലം മനസ്സിലാക്കി വെച്ചാൽ മതി. അടുത്ത ചോദ്യത്തിലോട്ട് പോട്ടെ. അടുത്ത ചോദ്യം, ഇൻ കമ്പ്യൂട്ടർ ഫീൽഡ് വാട്ട് ഡസ് LIFO സ്റ്റാൻഡ്സ് ഫോർ? LIFO എന്ന് പറയുന്നതിന്റെ ഫുൾ ഫോം എന്താണ്? അല്ലെങ്കിൽ LIFO എന്ന് പറയുന്നതിന്റെ ഫുൾ ഫോം എന്താണ്? ലാസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് ആണോ, ലെഫ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് ആണോ, ലാസ്റ്റ് ഇൻ ഫിനിഷ് ഔട്ട് ആണോ, ലോസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ലിഫോയ്ക്ക് ഒരു സഹോദരൻ കൂടിയുണ്ട്. അവന്റെ പേര് FIFO എന്നാണ്. കമ്പ്യൂട്ടർ അൽഗോരിതാണ്. FIFO ആയാലും LIFO ആയാലും എന്താണ്? അൽഗോരിതാണ്. FIFOന്റെ ഫുൾ ഫോം എന്ന് പറയുന്നത് ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് എന്നാണ്. ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് എന്നാണ്. അങ്ങനെയാണെങ്കിൽ ലിഫോന്റെ ഫുൾ ഫോം എന്തായിരിക്കണം? ലിഫോന്റെ ഫുൾ ഫോം ലാസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് എന്നാണ്. എന്തെന്ന് പറയുന്നത്? ലിഫോന്റെ ഫുൾ ഫോം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ നിന്ന് തന്നെ എടുത്ത് നമുക്ക് പറയാം. അതായത് മക്കൾ, ഒരു ക്യൂ, ഇതിപ്പോൾ ഒരു സിനിമാ തിയേറ്ററാന്ന് വിചാരിക്കട്ടെ. നമ്മൾ ടിക്കറ്റ് എടുക്കാൻ നിൽക്കുകയാണ്. ഇവിടെ ഒരാളുണ്ട്, ഇവിടെ ഒരാളുണ്ട്, ഇവിടെ ഒരു 3-4 പേര് ഇങ്ങനെ നിൽക്കുന്നുണ്ടെങ്കിൽ ആർക്കാണ് ആദ്യം ടിക്കറ്റ് കിട്ടുക? ഈ ആദ്യം വന്ന ആൾക്കാണ് ടിക്കറ്റ് കിട്ടുക. ഇങ്ങനെയല്ലേ ആദ്യം വന്നത്? അപ്പൊ ഫസ്റ്റ് ഇൻ വന്ന ആൾ എന്ത് ചെയ്തു? ഫസ്റ്റ് ഔട്ടായി അല്ലേ. അത് കഴിഞ്ഞ് അടുത്ത ആൾ വരും, അയാൾ ഔട്ടാവും. അടുത്ത കഴിഞ്ഞ് അടുത്ത ആൾ വരും, അടുത്ത ആൾ ഔട്ടാവും. അത് കഴിഞ്ഞ് അടുത്ത ആൾ വരും, അടുത്ത ആൾ ഔട്ടാവും. അപ്പൊ ആദ്യം കയറുന്ന ആൾ ആദ്യം ഔട്ടാവുന്നുണ്ടെങ്കിൽ അങ്ങനെ നടക്കുന്ന സെറ്റപ്പിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? FIFO അല്ലെങ്കിൽ ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് എന്ന് പറയുന്നത്. നമ്മുടെ നോർമൽ ഒരു ക്യൂ, എന്തിന് നിൽക്കുന്ന ഒരു ക്യൂ ആയാലും എന്തിന് എക്സാമ്പിൾ ആണ്? FIFOയ്ക്ക് എക്സാമ്പിൾ ആണ്. അതേസമയം ലാസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ഡപ്പിക്കകത്ത് ഇപ്പൊ ഞാനൊരു 4 ബോൾ ഇട്ട് വെച്ചിട്ടുണ്ടെന്ന് വിചാരിക്കും. 1 ബോള്, 2 ബോള്, 3 ബോൾ, അല്ലെങ്കിൽ 3, അതിനുള്ള സ്ഥലമുള്ളൂ. 3 ബോൾ ഇട്ട് വെച്ചിട്ടുണ്ടെന്ന് വിചാരിക്കും. ഓക്കെ, ഇത് ഇങ്ങനെ പറഞ്ഞ കൺഫ്യൂഷനാവും. ഞാനത് ഒന്നുകൂടെ കൃത്യമായിട്ട് പറഞ്ഞുതരാം. നമുക്കൊരു 3 ബോൾ ഇട്ടിട്ടുണ്ടെന്ന് വിചാരിക്കും. ആദ്യം ഞാനൊരു ബോൾ ഇട്ടു, അടിയിൽ പോയി. രണ്ടാമതൊരു ബോൾ ഇട്ടു, അതിൻ്റെ മേലെ വന്നു. മൂന്നാമതൊരു ബോൾ ഇട്ടു, അതിൻ്റെ മേലെ വന്നു. നാലാമതൊരു ബോൾ ഇട്ടു, അതിൻ്റെ മേലെ വന്നു. ഇനി ഇതൊന്ന് ഞാൻ ആദ്യം എടുക്കണമെങ്കിൽ എനിക്ക് ആദ്യം കിട്ടുന്ന ബോൾ ഏതായിരിക്കും? ഈ 4ാമത്തെ ബോൾ ആയിരിക്കില്ലേ എനിക്ക് ഫസ്റ്റ് എടുക്കാൻ പറ്റുക. അപ്പൊ ലാസ്റ്റ് ഇന്നായ ആളല്ലേ ആദ്യം പുറത്തു വന്നത്. അതാണ് ഇതെന്ന് പറയുന്നത് ലിഫോ അല്ലെങ്കിൽ ലാസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് എന്ന് പറയുന്നത്. പിന്നെ 3 വരും, പിന്നെ 2 വരും, പിന്നെ 1 വരും അല്ലേ. അപ്പൊ ലിഫോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ലാസ്റ്റ്
ലാസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ടും. ഫിഫോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ടാണ്. ഫിഫോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ക്യൂ നിൽക്കുന്നത് ആലോചിക്കുക. ലിഫോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇത്തരത്തിലുള്ള ഒരു പാത്രത്തിനകത്ത് കൈയിട്ട് അറ്റ് എ ടൈം ഒരു ബോൾ മാത്രം എടുക്കാൻ പറ്റുന്ന സിറ്റുവേഷനും ആലോചിക്കുക. അപ്പോൾ അതാണ് ലിഫോ. അപ്പോൾ ലിഫോന്റെ ഫുൾ ഫോം ലാസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട്, ഫിഫോന്റെ ഫുൾ ഫോം ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് ആണെന്ന് എന്ത് ചെയ്യുക, ഓർത്ത് വെക്കുക. അടുത്ത ചോദ്യം, നമ്മുടെ ഈ ക്ലാസ്സിൽ അവസാനത്തെ ചോദ്യം, വാട്ട് ഈസ് ദ ഫുൾ ഫോം ഓഫ് ആസ്കി? ആസ്കിയുടെ ഫുൾ ഫോം എന്നാണ് ചോദിച്ചേക്കുന്നത്. അഗൈൻ വെരി ഇമ്പോർട്ടന്റ് അബ്രീവിയേഷൻ, അമേരിക്കൻ സ്റ്റാൻഡേർഡ് കോഡ് ഫോർ ഇൻഫർമേഷൻ ഇന്റർചേഞ്ച്. അധികം ഒന്നും പറയാൻ ഞാൻ നിൽക്കുന്നില്ല. അമേരിക്കൻ സ്റ്റാൻഡേർഡ് കോഡ് ഫോർ ഇൻഫർമേഷൻ ഇന്റർചേഞ്ച് ആണ് എന്തെന്ന് പറയുന്നത്, ആസ്കിയുടെ ഫുൾ ഫോം എന്ന് പറയുന്നത്. നല്ലൊരു ചോദ്യമാണ്, ഒരു പുതിയ ചോദ്യമാണെന്ന് തന്നെ നമുക്ക് വേണമെങ്കിൽ പറയാം. ഇങ്ങനെയാണ് ചോദിച്ചിരിക്കുന്നത്, ഇൻ ദ കോണ്ടെക്സ്റ്റ് ഓഫ് കമ്പ്യൂട്ടിംഗ് എ സ്പൈഡർ ഈസ് എ ഓർ ആൻ. കമ്പ്യൂട്ടറിൻ്റെ ഭാഷയിൽ ഒരു സ്പൈഡർ എന്ന് പറഞ്ഞാൽ എന്താണെന്നാണ് ചോദിച്ചേക്കുന്നത്. സാധാ ഭാഷയിൽ സ്പൈഡർ എന്ന് വെച്ചാൽ എന്താണെന്ന് ചോദിച്ചാൽ നമുക്കറിയാം എട്ടുകാലിയാണ് അല്ലേ. പക്ഷേ കമ്പ്യൂട്ടറിൻ്റെ ഭാഷയിൽ സ്പൈഡർ എന്താണെന്ന് ചോദിച്ചാൽ അതൊരു സെർച്ച് എഞ്ചിൻ ആണോ, അല്ല ഇനി ആപ്ലിക്കേഷൻ ഫോർ വ്യൂവിംഗ് വെബ്സൈറ്റ്സ് കാണാനുള്ള ഒരു ആപ്ലിക്കേഷൻ ആണോ, ബ്രൗസർ പോലെ എന്തെങ്കിലും ആണോ, പ്രോഗ്രാം ദാറ്റ് കാറ്റലോഗ്സ് വെബ്സൈറ്റുകളെ കാറ്റലോഗ് ആക്കി സ്റ്റോർ ചെയ്ത് വെക്കുന്ന ഒരു പ്രോഗ്രാം ആണോ, അല്ല എ ഹാക്കർ ഹൂ ബ്രേക്സ് ഇൻ ടു എ കോർപ്പറേറ്റ് കമ്പ്യൂട്ടർ സിസ്റ്റം, ഒരു കോർപ്പറേറ്റ് കമ്പ്യൂട്ടർ സിസ്റ്റത്തിനകത്തേക്ക് അത് ബ്രേക്ക് ചെയ്ത് കയറുന്ന ഒരു ഹാക്കർ ആണോ എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. ഇതിൽ ഏതാണ് കറക്റ്റ് ആൻസർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മൂന്നാമത്തെ ഓപ്ഷൻ ആയിട്ടുള്ള പ്രോഗ്രാം ദാറ്റ് കാറ്റലോഗ്സ് വെബ്സൈറ്റ്സ് ആണ് ഏതെന്ന് പറയുന്നത്, ഈ പറയുന്ന സ്പൈഡർ എന്ന് പറയുന്നത്. ഈ സ്പൈഡർ എന്ന് പറയുന്നത് ഒരുപാട് വെബ്സൈറ്റ്സ് യൂസ് ചെയ്യുന്നതാണ്. ഏറ്റവും സിമ്പിളായിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു വെബ്സൈറ്റ് ആണ് ഗൂഗിൾ എന്ന് പറയുന്നത്. ഗൂഗിൾ സ്പൈഡേഴ്സിന് യൂസ് ചെയ്യുന്നുണ്ട്. എന്തിനാണ് യൂസ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ പണ്ടൊക്കെ നമ്മുടെ വീടുകളിൽ ടെലിഫോൺ ഡയറക്ടറി ഉണ്ടാവും ലാൻഡ് ഫോണുള്ള സമയത്ത്. അപ്പോൾ ഓരോ പേരിൻ്റെ നേരെയും എന്തുണ്ടാവും, പേരുണ്ടാവും, അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള എന്തുണ്ടാവും, നമ്പർ ഉണ്ടാവും. അതുപോലെ ഈ വെബ്സൈറ്റുകൾ ഏതൊക്കെയാണ് എങ്ങനെയൊക്കെയാണ്, അപ്പോൾ നമ്മൾ ചുമ്മാ അപ്പം ബെസ്റ്റ് ഫുഡ് ഡെസ്റ്റിനേഷൻസ് നിയർ മീ അല്ലെങ്കിൽ ബെസ്റ്റ് ഹോട്ടൽസ് നിയർ മീ എന്ന് പറയുമ്പോൾ ഗൂഗിളിൽ നിന്ന് പോയിട്ട് എടുക്കാൻ എന്തെങ്കിലും വേണ്ടേ, അല്ലെങ്കിൽ അങ്ങനെ കാറ്റലോഗ് ചെയ്ത് വെക്കാൻ ഒരു സാധനം വേണ്ടേ, ആ സാധനമാണ് ഏതെന്ന് പറയുന്നത്, ഈ പറയുന്ന സ്പൈഡർ എന്ന് പറയുന്നത്. അതായത് നമുക്ക് വേണമെങ്കിൽ മറ്റു രീതിയിൽ പറയാം, ഇൻഡെക്സ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സെർച്ച് എഞ്ചിൻസ് അല്ലെങ്കിൽ ഗൂഗിളൊക്കെ യൂസ് ചെയ്യുന്ന ഒരു പ്രോഗ്രാമാണ് ഏതെന്ന് പറയുന്നത്, ഈ പറയുന്ന സ്പൈഡർ എന്ന് പറയുന്നത്. അപ്പോൾ സ്പൈഡർ എന്ന് പറയുന്ന വാക്ക് സെർച്ച് എഞ്ചിനുമായി ബന്ധപ്പെട്ടിരിക്കുന്നു, അല്ലെങ്കിൽ വെബ്സൈറ്റുകൾ കാറ്റലോഗ് ചെയ്യാനോ അല്ലെങ്കിൽ വെബ്സൈറ്റുകളുടെ ഇൻഡെക്സ് ഉണ്ടാക്കാനോ ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു ചെറിയ കമ്പ്യൂട്ടർ പ്രോഗ്രാം ആണ് എന്ന് എന്ത് ചെയ്യുക, നിങ്ങൾ മനസ്സിലാക്കി വയ്ക്കുക. അല്ലാതെ ഏതല്ല, സ്പൈഡർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സെർച്ച് എഞ്ചിനും അല്ല, വെബ്സൈറ്റ്സ് കാണാനുള്ള ആപ്ലിക്കേഷനും അല്ല, കോർപ്പറേറ്റ് കമ്പ്യൂട്ടർ സിസ്റ്റത്തിനകത്ത് കയറുന്ന ഒരു ഹാക്കറും അല്ല, പകരം പ്രോഗ്രാം ദാറ്റ് കാറ്റലോഗ്സ് വെബ്സൈറ്റുകളെ കാറ്റലോഗ് ചെയ്യുന്ന ഒരു പ്രോഗ്രാം അല്ലെങ്കിൽ ഒരു സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ ഇൻഡെക്സ് ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരെണ്ണമാണെന്ന് എന്ത് ചെയ്യുക, ഓർത്ത് വയ്ക്കുക. അതായത് വെബ്സൈറ്റുകളെ ലൊക്കേറ്റ് ചെയ്യാനും അത് ഇൻഡെക്സ് ചെയ്യാനായിട്ടൊക്കെ യൂസ് ചെയ്യുന്ന സോഫ്റ്റ്വെയർ ഏതാണ്, പ്രോഗ്രാം ഏതാണെന്ന് പറഞ്ഞും എന്ത് ചെയ്യാറുണ്ട്, SSC ഒക്കെ ചോദിക്കാറുണ്ട്. SSC ഒരിക്കൽ ചോദിച്ച് എങ്ങനെയായിരുന്നു, ഡാഷ് ഈസ് എ സോഫ്റ്റ്വെയർ പ്രോഗ്രാം ദാറ്റ് ട്രാവൽസ് ദ വെബ് ലൊക്കേറ്റിംഗ് ആൻഡ് ഇൻഡെക്സിങ് വെബ്സൈറ്റ് ഫോർ സെർച്ച് എഞ്ചിൻ. അതായത് ലൊക്കേറ്റ് ചെയ്യാനും ഇൻഡെക്സ് ചെയ്യാനും, സെർച്ച് എഞ്ചിന് വേണ്ടി ലൊക്കേറ്റ് ചെയ്യാനും ഇൻഡെക്സ് ചെയ്യാനും വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു കമ്പ്യൂട്ടർ പ്രോഗ്രാമാണ് ഏതെന്ന് പറയുന്നത്, സ്പൈഡർ എന്ന് പറയുന്നത്. എന്ത് ചെയ്യുക, ഒന്ന് ഓർത്ത് വെക്കുക. സെറ്റല്ലേ? വെറൈറ്റി ചോദ്യമാണ്, പുതിയ ചോദ്യമാണ്. SSCയും ചോദിച്ചു തുടങ്ങിയിട്ടുണ്ട്, RRBയും ചോദിച്ചു തുടങ്ങിയിട്ടുണ്ട്. സോ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഇനിയും എന്ത് ചെയ്യും, ചോദിക്കുക തന്നെ ചെയ്യും. അടുത്ത ചോദ്യം, എ ഡാഷ് ഓർ ആൻ ഈസ് എ ബാർ ആൻഡ് ഡാഷ് ഈസ് ആൻ ഇന്റർഫേസ് ബിറ്റ്വീൻ ദ യൂസർ ആൻഡ് ഹാർഡ്വെയർ. ക്ഷമിക്കുക, അവിടെ ഒന്ന് മൊത്തത്തിൽ പറഞ്ഞ ഓർഡർ കൺഫ്യൂഷൻ ആയിപ്പോയി. പക്ഷെ ചോദ്യം വളരെ സിമ്പിളാണ്, അതൊന്നും നമുക്ക് വിഷയമേ അല്ല. യൂസറിനും ഹാർഡ്വെയറിനും ഇടയ്ക്കുള്ള ഇന്റർഫേസ് എന്താണെന്ന് ചോദിച്ചേക്കുന്നത്, ഓപ്ഷൻ്റെ ആവശ്യം പോലും ഇല്ല. നിങ്ങൾ കൃത്യമായിട്ട് പറയും. ഇപ്പം നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ, നിങ്ങൾ ഈ ക്ലാസ്സുകൾ കാണുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ക്ലാസ് കാണുന്നത് എവിടെ പോയി എടുക്കണം, എങ്ങനെ എടുക്കണം എന്നുള്ളത് നിങ്ങളെ ചെയ്യാൻ പ്രാപ്തരാക്കിയ സാധനം നിങ്ങളുടെ ഫോണിലെ ആൻഡ്രോയിഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം അല്ലെങ്കിൽ iOS ആണ് അല്ലേ. ഇപ്പോൾ ലാപ്ടോപ്പിൽ കാണുന്നവരാണെങ്കിൽ നിങ്ങളത് വിൻഡോസ് വഴിയോ അല്ലെങ്കിൽ macOS വഴിയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഉബുണ്ടോ ലിനക്സോ വഴിയൊക്കെയാണ് എടുത്തേക്കുന്നത്. ഇത്തരം സാധനങ്ങളെല്ലാം നമ്മൾ എന്താ പറയുക, ഇത്തരം സാധനങ്ങളെല്ലാം നമ്മൾ ആ കമ്പ്യൂട്ടറിൻ്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണെന്നാണ് പറയുക അല്ലേ. നമുക്കറിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ് ഏതൊക്കെയാണ്, വിൻഡോസ് നമുക്ക് അറിയുന്നതാണ് അല്ലേ. പിന്നെ ലിനക്സ് ഉണ്ട്, ലിനക്സിന് തന്നെ കുറേ വേർഷൻസ് ഉണ്ട്, ഉബുണ്ടു, മാക്, ഫെഡോറ, അങ്ങനെയൊക്കെ കുറേ സാധനങ്ങൾ ഇതിൻ്റെ ലിനക്സിലുണ്ട്. പിന്നെ ആപ്പിളിൻ്റെ macOS നമുക്ക് അറിയുന്നതാണ് അല്ലേ. ആപ്പിളിൻ്റെ macOS എന്ത് ചെയ്യുന്നതാണ് നമുക്ക് അറിയുന്നതാണ്. ഇപ്പോൾ ഇത് തന്നെയാണ് ലോകത്ത് ഏറ്റവും കൂടുതൽ എന്ത് ചെയ്യുന്നത്, ഏറ്റവും കൂടുതൽ ആളുകൾ യൂസ് ചെയ്യുന്ന പ്രധാനപ്പെട്ട 3 OSകൾ അല്ലെങ്കിൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത്. അത് യൂസറിനും ഹാർഡ്വെയറിനും നടുക്കുള്ള ഒരു ഇന്റർഫേസ് ആണെന്ന് കൂടി എന്ത് ചെയ്യുക, ഓർത്ത് വയ്ക്കുക. അടുത്തത്, വിച്ച് among the following is not an example of an operating system. ഇത്തരം ചോദ്യങ്ങൾ
എപ്പോഴും ചോദിച്ചുകൊണ്ടേയിരിക്കും. ഓപ്ഷനിൽ മാറ്റം ഉണ്ടാവും, പക്ഷേ ചോദിക്കാൻ പോകുന്ന കാര്യം ഇത് തന്നെയുള്ളൂ. താഴെ തന്നിട്ടുള്ളതിൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന് എക്സാമ്പിൾ അല്ലാത്തത് എന്താണെന്ന് ചോദിച്ചേക്കുന്നത്. ലിനക്സ് ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ് നമുക്കറിയാം, യുനിക്സ് ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ് നമുക്കറിയാം, വിൻഡോസ് ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ് നമുക്കറിയാം. അതുകൂടാതെ ഇപ്പോൾ തൊട്ട് മുമ്പത്തെ സ്ലൈഡിൽ നമ്മൾ ഉബുണ്ടു ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ്, മാക്കോസ് ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണെന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ ഇതും പറഞ്ഞിട്ടുണ്ടായിരുന്നു. MS ഓഫീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം അല്ല, മൈക്രോസോഫ്റ്റ് പ്രൊവൈഡ് ചെയ്യുന്ന പവർ പോയിന്റ് പോലത്തെ, എക്സൽ പോലത്തെ, വേർഡ് പോലത്തെ സോഫ്റ്റ്വെയറുകളുടെ ഒരു കോമ്പിനേഷനെയാണ് അല്ലെങ്കിൽ ആ ഒരു പാക്കേജിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, നമ്മൾ MS ഓഫീസ് എന്ന് വിളിക്കുന്നത്. എന്ത് ചെയ്താണ് നമ്മൾ പറഞ്ഞതാണ്. അല്ലാതെ MS ഓഫീസ് എന്തല്ല, MS ഓഫീസ് ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം അല്ല എന്നും എന്ത് ചെയ്യുന്നതാണ് നിങ്ങൾക്ക് അറിയുന്നതാണ്. സെറ്റല്ലേ? ഇത് വീണ്ടും ഞാൻ പറഞ്ഞത്, ഇത് ചോദിച്ചുകൊണ്ടേയിരിക്കും. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ആൻ ഓപ്പറേറ്റിംഗ് സിസ്റ്റം? അല്ലാത്തത് ഏതാണ് ചോദിച്ചേക്കുന്നത്? മിൻ്റ് ആണോ, MS DOS ആണോ, ജാവയാണോ, ഉബുണ്ടു ആണോ? അപ്പോൾ മിൻറ്റിൽ ഒരു പക്ഷേ സംശയം വരാം. നിങ്ങൾ ഒരു പക്ഷേ മിൻ്റ് എന്ന് പറയുന്ന ഒരു സാധനം കേട്ടിട്ടുണ്ടാവില്ല. പക്ഷേ MS DOSും ഉബുണ്ടു നമ്മൾ കേട്ടിട്ടുണ്ടാവും അല്ലേ? ഡിസ്ക് ഓപ്പറേറ്റിംഗ് സിസ്റ്റം അല്ലെങ്കിൽ ഉബുണ്ടു നമ്മൾ കേട്ടിട്ടുണ്ടാവും. ഇനിയിപ്പോൾ ഇതൊന്നും നിങ്ങൾ കേട്ടിട്ടില്ലെങ്കിലും, മിൻറ്റിനെയോ MS DOSനെയോ ഉബുണ്ടുവിനെയോ ഒന്നും കേട്ടിട്ടില്ലെങ്കിലും, ജാവ വളരെ സിമ്പിളാണ്, ജാവ വളരെ പവർഫുൾ ആണ് എന്ന് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടാവും, ഒരു മലയാളി കേട്ടിട്ടുണ്ടാവും അല്ലേ? നമുക്കറിയാം ജാവ ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം അല്ല, ജാവ ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ്, ഒരു ഹൈ ലെവൽ ലാംഗ്വേജ് ആണ് എന്ന് ഇന്ത്യയിൽ നിന്നാണ് നമുക്ക് അറിയുന്നതാണ്. അപ്പോൾ ജാവ എന്തായിരിക്കും? ഒരിക്കലും ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആയിരിക്കില്ല, പകരം ഒരു ഹൈ ലെവൽ ലാംഗ്വേജ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ മിൻറ്റോ, MS DOSോ ഉബുണ്ടോ എന്തായിട്ട് മാറും? ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആയിട്ട് മാറും. അപ്പോൾ നിങ്ങൾ ഓർക്കേണ്ടുന്ന ഒരു ചെറിയ പോയിന്റാണ് ഇവിടെ. ഇപ്പോൾ എക്സ്ട്രാ സാധനം നിങ്ങൾക്ക് കിട്ടി. ഈ മിൻറ്റ് എന്ന് പറയുന്ന ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം കൂടി ഉണ്ട് എന്ന് ഓർത്ത് വയ്ക്കുക. ലിനക്സിനെ ബേസ് ചെയ്തിട്ടുള്ള തന്നെയാണ്. അതിന് കുറേ വേർഷൻസ് ഉണ്ട് ലിനക്സിനെ ബേസ് ചെയ്തിട്ടുള്ളത്. അത് നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ല. ഉബുണ്ടു ഒക്കെ ലിനക്സിനെ ബേസ് ചെയ്തിട്ടുള്ളത് തന്നെയാണ്. അപ്പോൾ മിൻറ്റ് എന്ന് പറയുന്നതും എന്ത് തന്നെയാണ്? ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ് എന്നറിയാത്തുണ്ടെങ്കിൽ നോട്ട് ചെയ്യുക. ചിലപ്പോൾ ഇനിയിപ്പം താഴെ തന്നിട്ടുള്ള ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഏതാണെന്ന് ചോദിച്ചിട്ട് ഈ പറയുന്ന പോലെ MS ഓഫീസ് വേറെ 2 ഓപ്ഷൻസും കൂടെ മിൻറ്റും തന്നു കഴിഞ്ഞാൽ നമുക്ക് അവിടെ കൺഫ്യൂഷൻ വരരുത്. നമ്മൾ പറഞ്ഞു കൊടുക്കണം മിൻറ്റ് എന്ന് പറയുന്നത് എന്താണ്? ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ് എന്ന് എന്ത് ചെയ്യാൻ പറ്റണം? നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റണം. പിന്നെയും ഒരുപാട് വട്ടം RRB ചോദ്യം ചോദിച്ചിട്ടുണ്ട്. വീണ്ടും ചോദിച്ചിരിക്കുകയാണ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ആൻ ഓപ്പറേറ്റിംഗ് സിസ്റ്റം? ഉബുണ്ടു ആണോ, ആൻഡ്രോയിഡ് ആണോ, ടാലി ആണോ, മിൻറ്റ് ആണോ? ഇവിടെ അഗെയിൻ ഇപ്പം ടാലി എന്ന് പറയുന്നത് ഈ കൊമേഴ്സ് ബാക്ക്ഗ്രൗണ്ടിലൊക്കെ ഉള്ളവർക്ക് നന്നായിട്ട് അറിയുന്നുണ്ടാവും. നിങ്ങളുടെ കണക്കും കാര്യങ്ങളും എല്ലാം നോക്കാനുള്ള ഒരു സോഫ്റ്റ്വെയർ ആണ് ഇതെന്ന് പറയുന്നത്, ടാലി എന്ന് പറയുന്നത്. ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഒരു സോഫ്റ്റ്വെയർ തന്നെയാണ്, പക്ഷേ ടാലി എന്ന് പറയുന്നത് എന്താണ്? അത്തരത്തിൽ ടാലി പഠിക്കാൻ പോകുക എന്നുള്ളതൊക്കെ പണ്ടത്തെ എന്തായിരുന്നു? ഒരു ട്രെൻഡായിരുന്നു. ഉബുണ്ടു നമുക്കറിയാം ഒരു OS ആണ്. ആൻഡ്രോയിഡ് നമുക്കറിയാം മൊബൈൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ് അല്ലേ? ടാബ്ലറ്റ്സും ഇപ്പോൾ വർക്ക് ചെയ്യുന്നുണ്ട്. മിൻറ്റ് ഓൾറെഡി ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണെന്ന് എന്ത് ചെയ്തു? കഴിഞ്ഞ സ്ലൈഡിൽ അല്ലെങ്കിൽ കഴിഞ്ഞ ക്വസ്റ്റിൽ നമ്മൾ മനസ്സിലാക്കി. അപ്പോൾ ഇതിലെ കള്ളൻ ആരാണ്? കള്ളൻ നമ്മുടെ ടാലിയാണ്. അതൊരു സോഫ്റ്റ്വെയർ ആണെന്നും എന്ത് ചെയ്തു? നമുക്ക് കിട്ടി. ഇത് വീണ്ടും യുനിക്സ്, MS DOS, ലിനക്സ് ആർ എക്സാമ്പിൾസ് ഓഫ് കണ്ണും പൂട്ടി പറയുന്നു ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ്. ഞാൻ അവിടെ സമയം കളയുന്നില്ല, അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. അടുത്തൊരു ചോദ്യം നല്ല ചോദ്യമാണ്. വാട്ട് ഈസ് ദ ഫുൾ ഫോം ഓഫ് ഡോസ്? ഞാനിപ്പോൾ തൊട്ട് മുമ്പ് നിങ്ങൾക്ക് MS DOS കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു അത് ഡോസ് എന്ന് പറയുന്ന ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ്, അതിൻ്റെ ഫുൾ ഫോം എന്ന് പറയുന്ന ഡിസ്ക് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണെന്നൊക്കെ എന്ത് ചെയ്തു നമ്മൾ പറഞ്ഞു. ഇല്ലെങ്കിൽ അതായിരുന്നു ചോദ്യം അല്ലേ? ഒരു നിമിഷം എൻ്റെ കയ്യിൽ നിന്ന് പോയി. കുഴപ്പമില്ല, എന്തായാലും നിങ്ങൾ ഓർത്ത് വയ്ക്കുക. DOS എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനർത്ഥം അല്ലെങ്കിൽ അതിൻ്റെ പൂർണ്ണരൂപം ഡിസ്ക് ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്നാണ്. ഫുൾ ഫോമുകളുടെ ഇമ്പോർട്ടൻസ് ഇനിയും ഞാൻ പറഞ്ഞ് നിങ്ങൾക്ക് മനസ്സിലാക്കി തരുമെന്ന് വിചാരിക്കുന്നില്ല. കാരണം കഴിഞ്ഞ 2 ക്ലാസ്സിൽ ഞാനത് പറഞ്ഞിട്ടുണ്ട്. അത്രയും ഇമ്പോർട്ടൻ്റ് ആണ്. കമ്പ്യൂട്ടർ എന്ന് പറയുന്ന സബ്ജക്റ്റിനെ സംബന്ധിച്ചിടത്തോളം ഫുൾ ഫോമുകൾ അല്ലെങ്കിൽ അബ്രീവേഷൻസ് എന്ന് പറയുന്നത് ഒരുപാട് വട്ടം എന്ത് ചെയ്യും ചോദിച്ചിട്ടുണ്ട്, ഇനിയും ചോദിക്കുന്നു. അതിലൊന്ന് തന്നെയാണ്, അതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫുൾ ഫോമുകളിൽ ഒന്നാണ് ഇതെന്ന് പറയുന്നത് ഡോസ് അല്ലെ, ഡോസിൻ്റെ ഫുൾ ഫോം അല്ലെങ്കിൽ ഡിസ്ക് ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത്. അറിയാത്തവരുണ്ടെങ്കിൽ 1-2 കാര്യങ്ങളൂടെ ഡോസിനെ പറ്റി നോട്ട് ചെയ്യുക. ലോകത്തിലെ ആദ്യത്തെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ് ഇതെന്ന് പറയുന്നത്, ഡോസ് എന്ന് പറയുന്നത്. ഫസ്റ്റ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? അത് ഡോസ് ആണ്. അതിൽ തന്നെ നമുക്കിപ്പം ഡോസ് നമ്മൾ പിന്നീട് കാലക്രമേണ 2 ഡോസുകളുണ്ട്. MS DOS നമുക്കറിയാം മൈക്രോസോഫ്റ്റ് ആണ്. MS എന്ന് വെച്ചാൽ മൈക്രോസോഫ്റ്റ് ആണ്. മൈക്രോസോഫ്റ്റിന്റെ ഡിസ്ക് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഉണ്ട്. അല്ലെങ്കിൽ PC DOS ഉണ്ട്. PC എന്ന് വെച്ചാൽ നിങ്ങൾക്കറിയാം പേഴ്സണൽ കമ്പ്യൂട്ടർ ഡോസും എന്തുണ്ട്? അവൈലബിൾ ആയിട്ടുള്ളത്. ജസ്റ്റ് ഞാൻ പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. നിങ്ങളിവിടെ ഓർക്കേണ്ടുന്ന പോയിന്റ് എന്ന് പറയുന്നത് ഡോസിന്റെ ഫുൾ ഫോം അത് തന്നെയാണ്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡിസ്ക് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ്. ലോകത്തിലെ ആദ്യത്തെ ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് ഇതെന്ന് പറയുന്നത്, ഈ പറയുന്ന ഡോസ് എന്ന് പറയുന്നത്. MS DOSും PC DOSും ഒക്കെ എന്താണ്? അതിന്റെ പല വകഭേദങ്ങളാണെന്ന് കൂടി എന്ത് ചെയ്യുക, ഒന്ന് ഓർത്ത് വെക്കുക. ഇതേ അടുത്ത ചോദ്യം. ഉബുണ്ടു, മിൻറ്റ് ആൻഡ് ഫെഡോറ ആർ വേർഷൻസ് ഓഫ്. നമുക്ക് എല്ലാവർക്കും അറിയാം ഉബുണ്ടു, മിൻറ്റ്, ഫെഡോറ ഓൾറെഡി നമ്മൾ പറഞ്ഞാണ്. എല്ലാം എന്താണ്? ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ്. ഫെഡോറ അറിയില്ലെങ്കിൽ അതും എന്ത് തന്നെയാണ്? ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ്. അത് വിൻഡോസിൻ്റെയോ ഡോസിൻ്റെയോ മാക്കോയ്സിൻ്റെയോ അല്ല. ഞാൻ ഓൾറെഡി പറഞ്ഞു ലിനക്സിന് ഒരുപാട് വകഭേദങ്ങളുണ്ട്. അതിലൊരു വകഭേദമാണ് അല്ലെങ്കിൽ അതിലെ വകഭേദങ്ങളാണ് ഇതെന്ന് പറയുന്നത് ഈ പറയുന്ന ഉബുണ്ടുവും മിൻറ്റും അതുപോലെ ഫെഡോറ എന്നും പറയുന്നത് എന്ത് ചെയ്യുക, ഓർത്ത് വയ്ക്കുക. ഉബുണ്ടു, മിൻറ്റ്, ഫെഡോറ എല്ലാം എന്താണ്? ലിനക്സിൻ്റെ വേരിയസ് വേർഷൻസ് ആണെന്ന് എന്ത് ചെയ്യുക, മനസ്സിലാക്കി വെക്കുക. അടുത്ത ചോദ്യം അങ്ങനെയൊക്കെ കണ്ടിട്ടില്ലാത്ത വളരെ ഒരു റയർ ക്വസ്റ്റ്യൻ ആണ്. അതുകൊണ്ട് തന്നെ നോട്ട് ചെയ്ത് വെക്കുക. ഒരു പക്ഷേ ഇനി നമുക്ക് ഭാഗ്യമുണ്ടെങ്കിൽ വന്നേക്കാം. അപ്പോൾ അറിയില്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യില്ല, അതിൻ്റെ മാർക്ക് കിട്ടില്ല. വിച്ച് ടൈപ്പ് ഓഫ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ഈസ് കോട്രോ പ്രോ?
ക്വാട്രോ പ്രോ എന്ന് പറയുന്ന ഒരു സോഫ്റ്റ്വെയർ എന്ത് തരത്തിലുള്ള സോഫ്റ്റ്വെയർ ആണ്, എന്തിനു വേണ്ടി ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർ ആണ് ചോദിച്ചേക്കുന്നത്? സ്പ്രെഡ്ഷീറ്റ് ആണോ, ഡാറ്റാബേസ് ആണോ, ഡെസ്ക്ടോപ്പ് പബ്ലിഷിംഗ് ആണോ, വേർഡ് പ്രോസസ്സിംഗ് ആണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ക്വാട്രോ പ്രോ എന്ന് പറയുന്നത് ഒരു സ്പ്രെഡ്ഷീറ്റ് സോഫ്റ്റ്വെയർ ആണ്. അറിയില്ലെങ്കിൽ ജസ്റ്റ് അത്രയും നിങ്ങൾ ഓർത്തിരുന്നാൽ മതി, വേറെ ഒന്നും ഇതിൽ പഠിക്കണ്ട. എന്താണ് സ്പ്രെഡ്ഷീറ്റ് സോഫ്റ്റ്വെയർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ MS Excel പോലുള്ള സോഫ്റ്റ്വെയറുകളാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? സ്പ്രെഡ്ഷീറ്റ് സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. അതായത് നമുക്കറിയാം ടേബിൾ, അതിൽ പെട്ടി, കുറേ കോളം, കുറേ റോ, ഓരോന്നിലും ഡാറ്റ, അത് നമ്മൾ അതിൻ്റെതായിട്ടുള്ള കണക്ക് കൂട്ടാനും എടുക്കാനും ഹരിക്കാനും ഗുണിക്കാനും ഗ്രാഫ് ഉണ്ടാക്കാനും ചാർട്ട് ഉണ്ടാക്കാനും ഒക്കെ വളരെ നമ്മളെ സഹായിക്കുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ് ഇതെന്ന് പറയുന്നത് MS Excel എന്ന് പറയുന്നത്. അത് ഉൾപ്പെടുന്ന കാറ്റഗറിയാണ് ഇതെന്ന് പറയുന്നത് സ്പ്രെഡ്ഷീറ്റ് സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. അപ്പം ഇനി സ്പ്രെഡ്ഷീറ്റ് സോഫ്റ്റ്വെയറുടെ എക്സാമ്പിൾ ചോദിച്ചു കഴിഞ്ഞാൽ MS Excel നമ്മൾ പറയും. ഒപ്പം ഒരെണ്ണം കൂടെ ഓർത്ത് വെക്കുക, അവൻ്റെ പേരാണ് എന്തെന്ന് പറയുന്നത് ക്വാട്രോ പ്രോ എന്ന് കൂടെ എന്ത് ചെയ്യുക, ഓർത്ത് വെക്കുക. അങ്ങനെയാണെങ്കിൽ ഇതേ പിടിച്ചു അടുത്ത ചോദ്യം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് എ സ്പ്രെഡ്ഷീറ്റ്? സ്പ്രെഡ്ഷീറ്റിൻ്റെ എക്സാമ്പിൾ ഏതാണെന്നാണ് ചോദിച്ചേക്കുന്നത്. നമ്മൾ വിചാരിക്കും ഭയങ്കര ഗംഭീര ഓപ്ഷൻസ് ആയിരിക്കും എന്നുള്ളത്. ഒന്നുമില്ല. ഇത് നോക്കിയേ, എക്സൽ ആണോ? ആണ്. വേർഡ് ആണോ? അല്ല. ഔട്ട്ലുക്ക് ആണോ? അല്ല. പവർ പോയിന്റ് ആണോ? അല്ല. സോ നമുക്ക് സിമ്പിൾ ആയിട്ട് പറയാം സ്പ്രെഡ്ഷീറ്റിൻ്റെ എക്സാമ്പിൾ ആണ് ഇതെന്ന് പറയുന്നത് മൈക്രോസോഫ്റ്റ് എക്സൽ എന്ന് പറയുന്നത് എന്ത് ചെയ്യുക, ഓർത്ത് വെക്കുക. സ്പ്രെഡ്ഷീറ്റ് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് അറിയാം, ഓൾറെഡി ഞാൻ പറഞ്ഞ പോലെ ഡാറ്റ റോസിലും കോളംസിലും അറേഞ്ച് ചെയ്തിട്ടുള്ളതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് സ്പ്രെഡ്ഷീറ്റ് എന്ന് പറയുന്നത്. എന്തൊക്കെയാണ് അതിൻ്റെ ഉപകാരങ്ങൾ? ടു കൺവേർട്ട് ഇൻഫർമേഷൻ ഇൻ ടു ഗ്രാഫിക്കൽ ഫോർമാറ്റ്. നമുക്ക് ഗ്രാഫായിട്ടോ ചാർട്ടായിട്ടോ ഒക്കെ എന്ത് ചെയ്യാൻ പറ്റും, ഇതിനെ മാറ്റാനായിട്ട് പറ്റും. ഒരു ചെറിയ പോയിന്റ് നോട്ട് ചെയ്യുക, പേഴ്സണൽ കമ്പ്യൂട്ടറിന് വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള ആദ്യത്തെ സ്പ്രെഡ്ഷീറ്റ് സോഫ്റ്റ്വെയർ ആണ് വിസികാൽക്ക്. ഈ വിസികാൽക്ക് എന്നുള്ള പേര് നോട്ട് ചെയ്യണം. ഈ വിസികാൽക്ക് ഒരു പക്ഷേ ഇപ്പോൾ നമുക്ക് നേരത്തെ തന്നതുപോലെ ക്വാട്രോ പ്രോ എന്നൊക്കെ തന്ന പോലെ താഴെ തന്നിട്ടുള്ളതിൽ ഏതാണ് സ്പ്രെഡ്ഷീറ്റ് സോഫ്റ്റ്വെയർ എന്നൊക്കെ പറഞ്ഞ് എന്ത് ചെയ്യാറുണ്ട്, ചോദിക്കാറുണ്ട്. അപ്പോൾ കാൽക്ക് കണക്ക് കൂട്ടാനാണ്, വിസികാൽക്ക് എന്താണ് സ്പ്രെഡ്ഷീറ്റ് സോഫ്റ്റ്വെയർ എന്ന് ഓർത്ത് വെക്കുക. MS Excel ഓൾറെഡി നമ്മൾ പറഞ്ഞു. അതുപോലെ ലിനക്സിലുള്ളൊരു വേർഷനാണ് ഓപ്പൺ ഓഫീസ് കാൽക്ക് എന്ന് പറയുന്നത്. പല ലിനക്സിലുള്ളൊരു വേർഷനാണ് ഓപ്പൺ ഓഫീസ് കാൽക്ക് എന്ന് പറയുന്നത്, അത് ഓർത്ത് വെക്കുക. അതുപോലെ ലോട്ടസും എന്ത് തന്നെയാണ്, ഒരു സ്പ്രെഡ്ഷീറ്റ് സോഫ്റ്റ്വെയർ തന്നെയാണ്. പിന്നെ തൊട്ടുമുമ്പ് നമ്മൾ പറഞ്ഞൊരു എക്സാമ്പിൾ ഏതാണ്, ക്വാട്രോ പ്രോ എന്ന് പറയുന്ന ഒരു എക്സാമ്പിളൂടെ എന്ത് ചെയ്യുക, ഓർത്ത് വെക്കുക. ഇതിന് ഏറ്റവും കൂടുതൽ ചോദിക്കാൻ സാധ്യത ഞാൻ പറയുകയാണെങ്കിൽ ഈ പറയുന്ന പോലെ ഈ എക്സാമ്പിൾസ് ആയിരിക്കും. അപ്പോൾ ഒന്ന് MS Excel, രണ്ട് ഓപ്പൺ ഓഫീസ് കാൽക്ക്, ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ടുള്ളത്. മൂന്നാമത്തേത് ലോട്ടസ്, നാലാമത്തേത് ഞാൻ പറഞ്ഞതാ ക്വാട്രോ പ്രോ എന്നുള്ളത് കൂടി എന്ത് ചെയ്യുക, ഓർത്ത് വെക്കുക. സെറ്റ് അല്ലേ? അടുത്തിലോട്ട് പോട്ടെ. അടുത്ത ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ സ്പ്രെഡ്ഷീറ്റ് പ്രോഗ്രാം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. താഴെ തന്നിട്ടുള്ള സ്പ്രെഡ്ഷീറ്റ് പ്രോഗ്രാം അല്ലാത്ത ഏതാണ്? എക്സൽ ആണ് നമുക്കറിയാം, വിസികാൽക്ക് ആണ് നമുക്കറിയാം, കാൽക്കും ഒരു തരത്തിലായത് തന്നെയാണ്. പക്ഷേ ഇതിലിപ്പോൾ കാൽക്കിലും വിസികാൽക്കിലും ഒരു കൺഫ്യൂഷൻ വന്നാൽ പോലെ ഉബുണ്ടു എന്ന് പറയുന്നത് ഒരു സ്പ്രെഡ്ഷീറ്റ് സോഫ്റ്റ്വെയർ അല്ല എന്നും അതൊരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണെന്നും എന്ത് ചെയ്തിട്ടുള്ളതാണ്, ഓൾറെഡി പലവട്ടം നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ അവിടെ കൺഫ്യൂഷൻ ഒന്നും വരാനില്ല. ഉബുണ്ടു എന്ന് പറയുന്നത് എന്താണ്, ഈ പറയുന്ന ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണെന്ന് നമുക്ക് എന്ത് ചെയ്യാം, നമുക്കറിയാം. വിസികാൽക്ക് ഫസ്റ്റ് സ്പ്രെഡ്ഷീറ്റ് സോഫ്റ്റ്വെയർ ആണ് അടക്കം എന്ത് ചെയ്തു, തൊട്ടും എന്ത് ചെയ്തിട്ടുണ്ട്, ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ച് തന്നിട്ടുണ്ട്. ദേ പിടിച്ചു അടുത്ത ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ആൻ ഓഡിയോ ഫയൽ എക്സ്റ്റൻഷൻ? താഴെ തന്നിട്ടുള്ളതിൽ ഒരു ഓഡിയോ ഫയൽ എക്സ്റ്റൻഷൻ ഏതാണെന്ന് ചോദിച്ചേക്കുന്നത്. WMA ആണോ, MOV ആണോ, WMV ആണോ, MP5 ആണോ എന്ന് ചോദിച്ചേക്കുന്നത്. ഇതിൽ MOV എന്ന് പറയുന്നത് ആപ്പിളിൻ്റെ വീഡിയോ ഫയൽ എക്സ്റ്റൻഷനാണ്. ആപ്പിളിൻ്റെ വീഡിയോ ഫയൽ എക്സ്റ്റൻഷനാണ് MOV എന്ന് പറയുന്നത്. WMV എന്ന് പറയുന്നത് ഈ WM എന്ന് വെച്ച് കഴിഞ്ഞാൽ വിൻഡോസ് മീഡിയ എന്നർത്ഥം. അപ്പോൾ WM ഇവിടെ ഉണ്ടെങ്കിൽ ഇവിടെയും വിൻഡോസ് മീഡിയ ആണ്, ഇവിടെ WM ഉണ്ടെങ്കിൽ ഇവിടെയും വിൻഡോസ് മീഡിയ ആണ്. ഇവിടുത്തെ A എന്ന് പറയുന്നത് ഓഡിയോ ആണ്, ഇവിടുത്തെ V എന്ന് പറയുന്നത് വീഡിയോ ആണ്. MP5 നമുക്കറിയാം, MP4 കഴിഞ്ഞിട്ടുള്ളത് MP5, അതിലും എന്ത് വരും, വീഡിയോയും കൂടി എന്ത് ചെയ്യും വരും. MP3 ആണ് സോങ്സ്, അതിന് മേലോട്ട് വന്നു കഴിഞ്ഞാൽ എന്തുണ്ടാവും, പാട്ടും ഓഡിയോയും വീഡിയോയും ഉണ്ടാവും. അതുപോലെ WMV വീഡിയോ മാത്രമായിട്ട് വരും, ഇല്ല വീഡിയോ ഉണ്ടെങ്കിൽ എന്തുണ്ട്, ഓഡിയോയും ഉണ്ട്. അപ്പോൾ WMV എന്ന് വെച്ചാൽ വീഡിയോ ആൻഡ് ഓഡിയോ എന്താണ്, പ്രസൻ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ MOV എന്ന് പറയുന്നത് ആപ്പിളിൻ്റെ വീഡിയോ ഫോർമാറ്റും ആണെങ്കിൽ ഞാനിപ്പോൾ ഈ പറഞ്ഞ എല്ലാം വെച്ചിട്ട് ഏത് മാത്രമേ ആൻസർ വരുള്ളൂ, WMA മാത്രമേ ആൻസർ വരുള്ളൂ. അതിൻ്റെ ഫുൾ ഫോം ഓർത്ത് വയ്ക്കുക. WMA എന്ന് വെച്ച് കഴിഞ്ഞാൽ വിൻഡോസ് മീഡിയ ഓഡിയോ എന്നല്ല ഓഡിയോ, വിൻഡോസ് മീഡിയ ഓഡിയോ. ഇവിടെ വിൻഡോസ് മീഡിയ വീഡിയോ ആൻഡ് ഓഡിയോ അല്ലെങ്കിൽ വീഡിയോ, അതിലെന്ത് വരും, ഓഡിയോ വരുന്നു, ഓർത്ത് വയ്ക്കുക. ബാക്കിയെല്ലാം എന്താണ്, വീഡിയോ ഫയൽ എക്സ്റ്റൻഷൻസ് ആണ്. എന്തുമാത്രമല്ല, ഓഡിയോ ഫയൽ എക്സ്റ്റൻഷൻ മാത്രമല്ല. അടുത്തത് .png ഫയൽ ഈസ് എ ഓർ ആൻ. PNG ഫയൽ എന്ന് പറയുന്നത് എന്താണെന്ന് ചോദിച്ചിരിക്കുന്നത്. എല്ലാവർക്കും അറിയാം, PNG ആയാലും അതുപോലെ നമ്മുടെ മറ്റൊരു ഫേമസ് ഫോർമാറ്റ് ആയിട്ടുള്ള JPEG ആയാലും എല്ലാം എന്താണ്, ഇമേജ് ഫയൽസിൻ്റെ ഫോർമാറ്റ് ആണ്. സോ PNG ഫയൽ എന്ന് പറയുന്നത് ഒരു വീഡിയോ ഫയൽ അല്ല, ബാച്ച് ഫയൽ അല്ല, ഓഡിയോ ഫയൽ അല്ല, അതെന്ത് ഫയലാണ്, അതൊരു ഇമേജ് ഫയലാണെന്ന് ഓർത്ത് വയ്ക്കുക. JPEGും എന്ത് തന്നെയാണ്, ഈ പറയുന്ന പോലെ ഒരു ഇമേജ് ഫയലാണ്. ഇനി കമ്പ്യൂട്ടർ ആയതുകൊണ്ടും ഫുൾ ഫോംസ് ഭയങ്കരമായി പലവട്ടം ഞാൻ ചോദിച്ചിട്ട് കണ്ടിട്ടുള്ളത് കൊണ്ടും ഒരു കാര്യം കൂടെ ഞാൻ പഠിപ്പിക്കുകയാണ്. PNGയുടെ ഫുൾ ഫോം എന്ന് പറയുന്നത് പോർട്ടബിൾ നെറ്റ്വർക്ക് ഗ്രാഫിക്സ് എന്നാണ്. എന്താണ് PNGയുടെ ഫുൾ ഫോം? പോർട്ടബിൾ നെറ്റ്വർക്ക് ഗ്രാഫിക്സ് എന്നാണ്. JPEGും അതുപോലെ പലവട്ടം ചോദിച്ചിട്ടുള്ളതാണ്. JPEGിൻ്റെ ഫുൾ ഫോം എന്താണെന്നറിയോ, ജോയിൻറ്റ് ഫോട്ടോഗ്രാഫിക്
എക്സ്പേർട്സ് ഗ്രൂപ്പ്. ജോയിൻറ്റ് ഫോട്ടോഗ്രാഫിക് എക്സ്പേർട്സ് ഗ്രൂപ്പാണ് ഇതിൻ്റെ ഫുൾ ഫോം ആയിട്ട് വരുന്നത്. ജെപെഗിൻ്റെ ഫുൾ ഫോം ആയിട്ട് വരുന്നത്. PNG എന്ന് വെച്ച് കഴിഞ്ഞാൽ പോർട്ടബിൾ നെറ്റ്വർക്ക് ഗ്രാഫിക്സ്, JPEG എന്ന് വെച്ച് കഴിഞ്ഞാൽ ജോയിൻറ്റ് ഫോട്ടോഗ്രാഫിക് എക്സ്പെർട്സ് ഗ്രൂപ്പാണ് എന്ത് ചെയ്യുക, ഓർത്ത് വെക്കുക. ഈ PEG ഒക്കെ പലപ്പോഴും ഈ ഫോട്ടോഗ്രാഫിക് എക്സ്പെർട്സ് ഗ്രൂപ്പ് അല്ലെങ്കിൽ പിക്ചർ എക്സ്പെർട്സ് ഗ്രൂപ്പ് എന്നുള്ള രീതിയിലൊക്കെ എന്ത് ചെയ്യാറുണ്ട്, വരാറുണ്ട്. അപ്പോൾ അത് P4 ഫോട്ടോഗ്രാഫിക് അല്ലെങ്കിൽ P4 പിക്ചർ എന്നുള്ള രീതിയിൽ എന്ത് ചെയ്തോളൂ, ഓർത്ത് വെച്ചോളൂ. ഈ EG കണ്ട നിങ്ങളത് എക്സ്പെർട്സ് ഗ്രൂപ്പാണെന്ന് എന്ത് ചെയ്തോളൂ, ഫൈനലൈസ് ചെയ്യുള്ളൂ. അത് പറഞ്ഞ് എന്തിനാണ് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. വാട്ട് ഈസ് ദ കറക്റ്റ് ഫുൾ ഫോം ഓഫ് MPEG ഫ്രം ബിലോ. പക്ഷെ അവർ RRB ആരാ മുതലിൽ അവരെല്ലാത്തിലും എന്താ തന്നേക്കുന്നത്, എക്സ്പെർട്ട് ഗ്രൂപ്പാണ് തന്നേക്കുന്നത്. ഇപ്പുറത്ത് പിക്ചറും ഉണ്ട്. അപ്പോൾ പിന്നെ അതിലൊന്നും എന്തില്ല, നമുക്ക് പിടിക്കാനില്ല. നമുക്ക് ആകെ ആ എമ്മിൽ മാത്രമേ ഉള്ളൂ. എം മൈക്രോ ആണോ, മിനി ആണോ, മൂവിങ് ആണോ, മോഷൻ ആണോ എന്നുള്ളതാണ് ചോദ്യം. ബട്ട് അവർ കറക്റ്റ് ആൻസർ ഈസ് മൂവിങ്. അപ്പോൾ MPEG എന്ന് വെച്ച് കഴിഞ്ഞാൽ മൂവിങ് പിക്ചർ എക്സ്പേർട്ട് ഗ്രൂപ്പ് ആണെന്ന് എന്ത് ചെയ്യുക, ഓർത്ത് വയ്ക്കുക. MPEG എന്ന് വെച്ചാൽ മൂവിങ് പിക്ചർ എക്സ്പേർട്ട് ഗ്രൂപ്പ്. JPEG എന്ന് വെച്ച് കഴിഞ്ഞാൽ ജോയിൻറ്റ് ഫോട്ടോഗ്രാഫിക് എക്സ്പേർട്ട് ഗ്രൂപ്പ്. PNG എന്ന് വെച്ചാൽ പോർട്ടബിൾ നെറ്റ്വർക്ക് ഗ്രാഫിക് ആണെന്നും എന്ത് ചെയ്യുക, മനസ്സിലാക്കുക. സെറ്റല്ലേ? എന്നാ പിടിച്ചോ അടുത്ത ചോദ്യം. വാട്ട് ഈസ് ദ ഫംഗ്ഷൻ ഓഫ് വിൻസിപ്പ്. സിപ്പ് എന്ന് കേട്ടാൽ തന്നെ നമുക്കറിയാം സിപ്പ് റാറൊക്കെ എന്തിനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, വലിയ വലിയ ഫയലുകളെ ചെറിയ ഫയലാക്കി മാറ്റാനാണ്. സോ വിൻസിപ്പ് ചെയ്യുന്നത് ഇറ്റ് കംപ്രസസ് ലാർജ് ഫയൽസ് ഇൻ ടു എ സ്മോളർ ഫയൽ. വലിയ ഫയലിനെ എന്താക്കി മാറ്റും, ഒരു ചെറിയ ഫയലാക്കി മാറ്റുക എന്നുള്ള പരിപാടിയാണ് ആര് ചെയ്യുന്നത്, വിൻസിപ്പ് ചെയ്യുന്നത്. അല്ലാതെ ഇത് എന്തല്ല, ഒരു ആൻറ്റിവൈറസ് സോഫ്റ്റ്വെയർ അല്ല. സ്മോൾ ഫയൽസിനെ ലാർജ് ഫയൽ ആക്കുന്നില്ല, റിവേഴ്സ് ആണല്ലേ. വലിയ കുറേ ഫയലുകൾ, 1000-ഓളം ഫയലുകളുണ്ട്, എല്ലാം കൂടെ 1 GB വരുമെങ്കിൽ നമ്മൾ അതിനെ കംപ്രസ് ചെയ്ത് വിൻസിപ്പ് ആക്കി കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും, ഒരു 400-500 MB എന്ത് ചെയ്യും, അത് എല്ലാം കൂടെ നമുക്ക് നിൽക്കും. അതിന് വേണ്ടിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, വിൻസിപ്പ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇറ്റ് എക്സ്ട്രാക്ട് സ്മോളർ ഫയൽസ് ഫ്രം ലാർജർ ഫയൽസ് അല്ല, ചെയ്യുന്ന പരിപാടി എന്താണ്, ലാർജർ ഫയൽസിനെ സ്മോളർ ഫയൽ ആക്കുക എന്നുള്ളതാണ് ഇത് ചെയ്യുന്നത്. വിൻസിപ്പ് ചെയ്യുന്നത് എന്ത് ചെയ്തോളൂ, ഓർത്ത് വെച്ചോളൂ. സെറ്റ് അല്ലേ? അടുത്ത ചോദ്യത്തിലേക്ക് പോവാലോ. അടുത്ത ചോദ്യം, ഇൻ കമ്പ്യൂട്ടേഴ്സ് ഫയൽസ് വെൻ ഡിലീറ്റഡ് ആർ മൂവ്ഡ് ടു. കമ്പ്യൂട്ടറിൽ നമ്മൾ ഫയൽ ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, നമ്മൾ ഏതെങ്കിലുമൊക്കെ ഒരു ഫയൽ ഡിലീറ്റ് ചെയ്ത് അതിന് എന്ത് സംഭവിക്കുന്നത്, അല്ലെങ്കിൽ അത് എങ്ങോട്ട് പോകുന്നത് ചോദിച്ചേക്കുന്നത്. അത് ഔട്ട് ബോക്സിലോട്ടല്ല, അത് മൈ ഡോക്യുമെൻറ്റ്സിലോട്ടല്ല, അത് ഇൻബോക്സിലോട്ടും അല്ല. എവിടേക്കാണ് പോവുക, നമ്മൾ ഡിലീറ്റ് ചെയ്യുന്ന ഫയലുകൾ ആദ്യം റീസൈക്കിൾ ബിന്നിൽ പോകും. പിന്നെ നമ്മൾ അവിടെ പോയിട്ട് എന്ത് ചെയ്യാറുണ്ട്, നമ്മൾ empty bin എന്നൊക്കെ കൊടുക്കുമ്പോൾ അത് പെർമനൻ്റ് ആയിട്ട് എന്ത് ചെയ്യും, കമ്പ്യൂട്ടറിൽ നിന്ന് എന്ത് ചെയ്യും, ഡിലീറ്റ് ആയി പോവുകയാണ് എന്ത് ചെയ്യാറുള്ളത്. ഇപ്പോൾ ഡിലീറ്റ് ചെയ്യുന്ന ഫയലുകൾ പോയി കിടക്കുന്ന സ്ഥലമാണ് ഇതെന്ന് പറയുന്നത് റീസൈക്കിൾഡ് ബിൻ, അല്ലെങ്കിൽ നമുക്ക് എങ്ങനെയും പറയാം ട്രാഷ് എന്നും പറയാറുണ്ട്. OS മാറുന്നതിനനുസരിച്ച് ട്രാഷ് എന്നും എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് വേണമെങ്കിൽ പറയാനായിട്ട് പറ്റും. അടുത്ത ചോദ്യം, വാട്ട് ആർ ദ ഷോർട്ട് കട്ട് കീസ് ടു പേസ്റ്റ് ദ കോപ്പി ടെക്സ്റ്റ്. എല്ലാവർക്കും അറിയുന്ന, ഒന്നറിയില്ലേലും അറിയുന്ന 2 ഷോർട്ട് കട്ടുകളാണ്. ഒന്ന് കോപ്പിയും, രണ്ടാമത്തേതെന്ന് പറയുന്നത് പേസ്റ്റ് എന്ന് പറയുന്നത് അല്ലേ. ഈ ഷോർട്ട് കട്ട് എപ്പോഴാണ് ഉണ്ടാവുന്നത്, അല്ലെങ്കിൽ ഷോർട്ട് കട്ടുകൾ വരുന്നതിൽ കോപ്പിയുടെ ഷോർട്ട് കട്ട് എന്താ, Ctrl+C ആണ്. പേസ്റ്റ് ആണെങ്കിൽ എന്താണ്, Ctrl+V ആണ് എന്തെന്ന് പറയുന്നത് പേസ്റ്റിൻ്റെ ഷോർട്ട് കട്ട് എന്ന് പറയുന്നത്. ഇവിടെ പേസ്റ്റ് ആണ് ചോദിച്ചത്. സോ C അല്ല, ഏതാണ് എടുക്കേണ്ടത്, V ആണ് എടുക്കേണ്ടത്. Ctrl+V ആണ് ഏതെന്ന് പറയുന്നത് പേസ്റ്റ് എന്ന് പറയുന്നത്. Ctrl+C എന്താണ്, കോപ്പിയാണ്. Ctrl+X എന്തിനുള്ളതാണ്, കട്ട് ചെയ്യാനുള്ളതാണ് ഇതെന്ന് പറയുന്നത് Ctrl+X എന്ന് പറയുന്നത്. കട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ, അപ്പം ഞാൻ ഇത്രയും സാധനം ഇവിടെ നിന്ന് കോപ്പി ചെയ്ത് കഴിഞ്ഞാലും എന്തുണ്ടാവും, ഈ പറയുന്ന ഈ ടെക്സ്റ്റ് ഇവിടെ ഉണ്ടാവും. കട്ട് ചെയ്ത് പിന്നെ ഇത് ഇവിടെ ഉണ്ടാവോ, ഇല്ല. അതാണ് കട്ട് എന്ന് പറയുന്നത്. കട്ടിനുള്ള ഷോർട്ട് കട്ടാണ് X എന്ന് പറയുന്നത്. പ്രിന്റ് ചെയ്യാനായിട്ടുള്ള ഷോർട്ട് കട്ടാണ് ഇതെന്ന് പറയുന്നത് P എന്ന് പറയുന്നത്. Ctrl+P പേസ്റ്റ് ആണെന്ന് വിചാരിക്കരുത്. Ctrl+P എന്താണ്, പ്രിന്റ് ആണ്. Ctrl+V ആണ് എന്തെന്ന് പറയുന്നത് പേസ്റ്റ് എന്ന് പറയുന്നത് എന്ത് ചെയ്യുക, ഓർത്ത് വെക്കുക. ഈ നേരത്തെ നമ്മൾ ഫുൾ ഫോംസ് പറഞ്ഞ പോലെ തന്നെ മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കമ്പ്യൂട്ടറിൻ്റെ ഭാഗമാണ് ഷോർട്ട് കട്ട്സ് എന്ന് പറയുന്നത്. അതും എന്ത് ചെയ്യേണ്ടതുണ്ട്, കുറച്ചെണ്ണം സെലക്റ്റഡ് ആയിട്ട് നിങ്ങൾ മിനിമം പഠിച്ചു വെക്കേണ്ടതുണ്ട്. അടുത്തത്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ ഷോർട്ട് കട്ട് ഫോർ കോപ്പിയിങ്. ഇപ്പോൾ പഠിപ്പിച്ചേ ഉള്ളൂ അല്ലെ, Ctrl+C. ആൻഡ് പേസ്റ്റിംഗ് എന്താണ്, Ctrl+V. എ ഫയൽ ഓൺ ദ ഡെസ്ക്ടോപ്പ്. അതേ ഓർഡറിൽ വരുന്ന ഏതാ നോക്കുക, Ctrl+C + Ctrl+V. ഏതാണ്, ഓപ്ഷൻ C ആണ്. ഇത് വേറൊരെണ്ണം പറയേണ്ടത്, റൈറ്റ് ക്ലിക്ക് ഓൺ ഫയൽ ആൻഡ് ക്ലിക്ക് ഓൺ കോപ്പി പ്ലസ് റൈറ്റ് ക്ലിക്ക് ആൻഡ് പേസ്റ്റ് എന്ന് പറയുന്നുണ്ട്. അത് ശരി തന്നെയാണ്, പക്ഷെ നമ്മളോട് എന്താ ചോദിച്ചേക്കുന്നത്, ഷോർട്ട് കട്ടാണ് ചോദിച്ചേക്കുന്നത്. ഇതെന്താണ്, ഈ റൈറ്റ് ക്ലിക്ക് ചെയ്ത് ചെയ്യാന്ന് പറയുന്ന പരിപാടി എന്താണ്, അത് ഡയറക്റ്റ് ആയിട്ടുള്ള മെത്തേഡാണ് അല്ലേ. നമ്മളൊരു ഫയലിൽ ക്ലിക്ക് ചെയ്യുന്നു, അത് കോപ്പി ചെയ്യുന്നു, എന്നിട്ട് വേറെ നമ്മൾ അപ്പുറത്ത് പോയിട്ട് പേസ്റ്റ് ചെയ്യുന്നു. ഇത് ഷോർട്ട് കട്ട് അല്ല. ഇത് വെച്ച് നമുക്ക് കോപ്പി പേസ്റ്റ് ചെയ്യാൻ പറ്റും, പക്ഷെ എന്ത് നടക്കില്ല, അവിടെ ഈ പറയുന്ന ഷോർട്ട് കട്ട് നടക്കില്ല. അതുപോലെ Ctrl+X എന്ന് പറയുന്നത് ഓൾറെഡി നമ്മൾ എന്തിനാന്ന് പറഞ്ഞു, കട്ടിനാണെന്ന് പറഞ്ഞു. കട്ട് ചെയ്ത് പേസ്റ്റ് ചെയ്യാനാണോ പറഞ്ഞത്, +Ctrl+V ആവുമ്പോൾ എന്തായി, കട്ട് ആൻഡ് പേസ്റ്റ് ആയി. കട്ട് ആൻഡ് പേസ്റ്റ് അല്ല. ഇവിടെ ഇപ്പോൾ
ചോദ്യം കട്ട് ആൻഡ് പേസ്റ്റ് എന്നായിരുന്നുവെങ്കിൽ നമ്മുടെ ആൻസർ ഏതായിട്ട് വന്നേനെ? ഓപ്ഷൻ എ ആയിട്ട് വന്നേനെ, കൺട്രോൾ എക്സ് പ്ലസ് കൺട്രോൾ വി ആയിട്ട് വന്നേനെ. പക്ഷെ കോപ്പി പേസ്റ്റ് എന്ന് പറഞ്ഞതുകൊണ്ട് അത് കൺട്രോൾ സി പ്ലസ് കൺട്രോൾ വി ആണ്. പിന്നെ കൺട്രോൾ സെഡ് എല്ലാവർക്കും അറിയുന്നതാണ്, എന്തിനുള്ളതാണ്? അൺഡു ചെയ്യാനായിട്ടുള്ളതാണ്. നമ്മൾ തൊട്ട് മുമ്പ് ചെയ്തൊരു ആക്ഷൻ നമുക്ക് വിഡ്രോ ചെയ്യണമെങ്കിൽ അതിന്, അല്ലെങ്കിൽ അത് വേണ്ടാന്നുണ്ടെങ്കിൽ അതിൽ വരുത്തിയ മാറ്റം വേണ്ടാന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ ചെയ്യുന്നതാണ് കൺട്രോൾ സെഡ്. കൺട്രോൾ വൈ ആണെങ്കിലോ റീഡു ആണ്, നേരെ തിരിച്ചാണ് ഇതെന്ന് പറയുന്നത്. കൺട്രോൾ വൈ, അണ്ടുവിന്റെ ഓപ്പോസിറ്റ് ആണ് ഇതെന്ന് പറയുന്നത്, റീഡു എന്ന് പറയുന്നത്. ഇത് പറയുന്നല്ലേ, സെറ്റല്ലേ? അടുത്ത ചോദ്യത്തിലേക്ക് പോകാലോ. അടുത്ത ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് കീബോർഡ് ഷോർട്ട് കട്ട്സ് വിൽ യു യൂസ് ടു സ്വിച്ച് ടു എ പ്രീവിയസ്ലി ഓപ്പൺ പ്രോഗ്രാം? അതായത് എം എസ് അല്ലെങ്കിൽ വിൻഡോസിൽ നമ്മൾ തൊട്ട് മുമ്പുള്ള പ്രോഗ്രാമിലേക്ക് സ്വിച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ, തൊട്ട് മുമ്പ് പ്രീവിയസ്ലി ഓപ്പൺ ചെയ്ത പ്രോഗ്രാമിലേക്ക് സ്വിച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനെ വരാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഷോർട്ട് കട്ട് ഏതാണെന്ന് ചോദിച്ചേക്കുന്നത്. അത് വിൻഡോസിനെ സംബന്ധിച്ചിടത്തോളം എന്താണ്? ഓൾട്ട് പ്ലസ് ഷിഫ്റ്റ് പ്ലസ് ടാബ് ആണ്. ഓൾട്ട് പ്ലസ് ഷിഫ്റ്റ് പ്ലസ് ടാബ് പ്രസ് ചെയ്യുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്? ഇങ്ങനെ വരുന്നത്. അപ്പോൾ തൊട്ട് മുമ്പുള്ള പ്രീവിയസ്ലി ഓപ്പൺ പ്രോഗ്രാമിലേക്ക് പോകാനായിട്ട്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു എന്താണോ നമ്മൾ യൂസ് ചെയ്യുന്നത് അതിലേക്ക് പോകാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന കീബോർഡ് ഷോർട്ട് കട്ടാണ് ഓൾട്ട് പ്ലസ് ഷിഫ്റ്റ് പ്ലസ് ടാബ് എന്ന് എന്ത് ചെയ്യുക? ഓർത്ത് വെക്കുക. അടുത്തത്, വാട്ട് ഡസ് CDMA സ്റ്റാൻഡ്സ് ഫോർ? എന്താണ് CDMA എന്നതിൻ്റെ പൂർണ്ണ രൂപം, ഫുൾ ഫോം എന്നാണ് ചോദിച്ചേക്കുന്നത്. CDMAയുടെ ഫുൾ ഫോം എന്ന് പറയുന്നത് കോഡ് ഡിവിഷൻ മൾട്ടിപ്പിൾ ആക്സസ് എന്നാണ്. രണ്ടാമത്തേതാണ് കോഡ് ഡിവിഷൻ മൾട്ടിപ്പിൾ ആക്സസ് എന്നാണ് ഇതെന്ന് പറയുന്നത് CDMAയുടെ ഫുൾ ഫോം എന്ന് പറയുന്നത്. എന്താ ഈ CDMA എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പം നിങ്ങൾക്കൊന്നും പലർക്കും ഒരുപക്ഷെ ഓർമ്മയുണ്ടാവില്ല. പണ്ടൊക്കെ റിലയൻസിൻ്റെ ഒരു ഫോൺ ഉണ്ടാവും, അതായത് നോക്കിയുടെ പോലെ ഒരു ഫോൺ, അതിൽ സിം ഇടാനൊന്നും പറ്റില്ല. റിലയൻസ് തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്? അതിൽ സിം ഇട്ട് തരുന്നുണ്ട്, അല്ലെങ്കിൽ ആ ഒരു ഫോണിനാണ് എന്തുള്ളത്? നമ്പർ ഉള്ളത്. അല്ലാതെ സിം മാറുന്നതിനനുസരിച്ച് എന്ത് ചെയ്യില്ല, നമ്പർ മാറില്ല. ആ ഫോണിനൊരു നമ്പർ ഉണ്ട്. അപ്പോൾ അന്നത്തെ കാലത്ത് അത്തരം പരിപാടികൾക്ക് വേണ്ടി യൂസ് ചെയ്തിരുന്ന ഒരു ടെക്നോളജിയാണ് ഏതെന്ന് പറയുന്നത്? CDMA അല്ലെങ്കിൽ കോഡ് ഡിവിഷൻ മൾട്ടിപ്പിൾ ആക്സസ് എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മൾ യൂസ് ചെയ്യുന്ന CDMA അല്ല, ഇപ്പൊ നമ്മൾ യൂസ് ചെയ്യുന്ന എന്താണ്? GSM ആണ്. GSM ആണ് അല്ലെ? GSM എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഗ്ലോബൽ സിസ്റ്റം ഫോർ മൊബൈൽ കമ്മ്യൂണിക്കേഷൻ എന്നാണ് നമ്മൾ പറയുക. ഗ്ലോബൽ സിസ്റ്റം ഫോർ മൊബൈൽ കമ്മ്യൂണിക്കേഷൻ എന്നുള്ളതാണ് ഇതിൻ്റെ പൂർണ്ണരൂപം, GSMന്റെ പൂർണ്ണരൂപം. പലവട്ടം ചോദിച്ചിട്ടുള്ളതാണ്, അറിയാത്തവരുണ്ടെങ്കിൽ നോട്ട് ചെയ്യുക. GSM എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്ലോബൽ സിസ്റ്റം ഫോർ മൊബൈൽ കമ്മ്യൂണിക്കേഷൻ ആണ്. ആ സിസ്റ്റമാണ് എന്ത് ചെയ്യുന്നത്? ഇപ്പോൾ യൂസ് ചെയ്യുന്നത്. CDMAയുടെ കാലം കഴിഞ്ഞു പോയി, അത് ഭയങ്കര ലിമിറ്റഡ് ഓപ്ഷൻസ് ആയിരുന്നു. ഇപ്പോൾ നമ്മൾ എന്തിലോട്ട് മാറി? GSMലോട്ട് മാറി. GSMൽ നമ്മൾ യൂസ് ചെയ്യുന്ന സാധനമാണ് ഇതെന്ന് പറയുന്നത് സിം എന്ന് പറയുന്നത്. എന്താണ് സിമ്മിൻ്റെ ഫുൾ ഫോം ആയിട്ട് വരുന്നത്? സബ്സ്ക്രൈബർ, S ഫോർ സബ്സ്ക്രൈബർ, I for identity, M for module, സബ്സ്ക്രൈബർ ഐഡന്റിറ്റി മൊഡ്യൂൾ ആണ് എന്തെന്ന് പറയുന്നത്? സിമ്മിൻ്റെ പൂർണ്ണരൂപം എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ 3 ഫുൾ ഫോംസ് വീണ്ടും പഠിപ്പിക്കുകയാണ്. ഫുൾ ഫോം പഠിപ്പിച്ച് ഞാനൊരു ഇതാവും, നിങ്ങൾ പഠിച്ചേ പറ്റൂ, വേറെ വഴിയില്ല. ചോദിക്കുന്നതാണ്. CDMAയുടെ പൂർണ്ണരൂപം ചോദിച്ചു കഴിഞ്ഞാൽ കോഡ് ഡിവിഷൻ മൾട്ടിപ്പിൾ ആക്സസ്, ചിലപ്പോൾ കോഡഡ് എന്ന് കാണാറുണ്ട്, നോക്കി മാർക്ക് ചെയ്യുക. കോഡ് ഡിവിഷൻ മൾട്ടിപ്പിൾ ആക്സസ്. GSM ആണ് ചോദിക്കുന്നതെങ്കിൽ ഗ്ലോബൽ സിസ്റ്റം ഫോർ മൊബൈൽ കമ്മ്യൂണിക്കേഷൻ. സിം ആണ് ചോദിക്കുന്നതെങ്കിൽ സബ്സ്ക്രൈബർ ഐഡന്റിറ്റി മൊഡ്യൂൾ ആണെന്നും കൂടി എന്ത് ചെയ്യുക? ഒന്ന് ഓർത്ത് വെക്കുക. സെറ്റല്ലേ? സംശയമില്ലല്ലോ. അടുത്തിലോട്ട് പോട്ടെ. അടുത്ത ചോദ്യം, which of the following best describes a method of storing and transmitting data in a particular coded form? ഒരു മെത്തേഡ് ഓഫ് സ്റ്റോറിങ് ആൻഡ് ട്രാൻസ്മിറ്റിംഗ് ഡാറ്റ സ്റ്റോർ ചെയ്യുന്നുണ്ട്, ഡാറ്റ എന്ത് ചെയ്യുന്നുണ്ട്? ട്രാൻസ്മിറ്റ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട്. ഇൻ എ പർട്ടിക്കുലർ കോഡഡ് ഫോം, ഒരു പർട്ടിക്കുലർ കോഡഡ് ആയിട്ടുള്ള രൂപത്തിലാണ് എന്ത് ചെയ്യുന്നത്? അത് അയക്കുന്നത്. സോ ദാറ്റ് ഓൺലി ദോസ് ക്യാൻ റീഡ് ആൻഡ് പ്രോസസ് ഇറ്റ് ഫോർ whom it is intended. ആർക്കാണോ അത് അയച്ചിട്ടുള്ളത് അവർക്ക് മാത്രം അത് വായിക്കാൻ പറ്റുന്നത് പോലെ, അവർക്ക് മാത്രം അത് പ്രോസസ്സ് ചെയ്യാൻ പറ്റുന്നത് പോലെ അയക്കുന്ന ഒരു പരിപാടി. ഇറ്റ് ഇൻക്ലൂഡ്സ് എൻകോഡിംഗ് ആൻഡ് ഡീകോഡിംഗ് ഓഫ് ഡാറ്റ. ഇപ്പം നമ്മൾ ഈ ആദ്യം പറഞ്ഞ പോലെ അതിനെ സ്റ്റോർ ചെയ്യുക, ട്രാൻസ്മിറ്റ് ചെയ്യുക, ഒരു പർട്ടിക്കുലർ കോഡഡ് ഫോമിൽ ആക്കുക എന്നുള്ളതിനെയാണ് എൻകോഡിംഗ് എന്ന് പറയുന്നത്. അറ്റ് ദ എൻഡ് അത് റിസീവറിൻ്റെ അടുത്ത് എത്തുമ്പോൾ അയാൾക്കത് മനസ്സിലാവുന്ന രീതിയിലായിട്ട് അയാൾ അതിനെ മാറ്റിയെടുക്കുന്നതിനെയാണ് നമ്മൾ ഡീകോഡിംഗ് എന്ന് എന്ത് ചെയ്യും നമ്മൾ പറയുന്നത്. കോഡിംഗ് ആൻഡ് ഡീകോഡിംഗ് എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ റീസണിങ്ങിൽ പഠിക്കുന്നില്ലേ? അതുപോലെ തന്നെ ആ തന്നിരിക്കുന്ന കോഡിനെ നമ്മൾ ഡീകോഡ് ചെയ്ത് എടുക്കുമ്പോഴാണല്ലോ നമുക്കുള്ള ആൻസർ കിട്ടുന്നത്. അപ്പോൾ ആ പരിപാടി ചെയ്യുന്നതിനെയാണ് എന്ത് പറയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ബ്ലോക്ക് ചെയിനും അല്ല, പ്രോഗ്രാമിങ്ങും അല്ല, ക്ലൗഡ് കമ്പ്യൂട്ടിങ്ങും അല്ല. അതിൻ്റെ പേരെന്താണ്? ക്രിപ്റ്റോഗ്രഫി എന്നാണ്. അതായത് ക്രിപ്റ്റിക് ആക്കുകയാണ്, കോഡഡ് ആക്കുകയാണ്. നമുക്കൊരു സാധനം അയക്കണം. അപ്പോൾ ഞാൻ എ എന്ന് ഇവിടെ നിന്ന് എന്ത് ചെയ്യാണ്? ഞാൻ അയക്കുകയാണ്. എ എന്നുള്ള ഒരു ലെറ്റർ ഞാൻ അയക്കുകയാണ്. ഇവിടെ ഒരു സെൻഡർ ഉണ്ട്, ഇവിടെ നിന്നൊരു റിസീവർ ഉണ്ട്. ഇവിടെ നിന്ന് ഞാൻ ഇങ്ങോട്ട് അയക്കുമ്പോൾ ഈ എ എന്ന് പറയുന്നത് എങ്ങാനും വഴിയിൽ ആരെങ്കിലും ഉണ്ടാവോ, വഴിയിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവൻ കാണുമോ എന്നുള്ള പേടി കൊണ്ട് ഞാൻ ഈ എനെ എന്തെങ്കിലുമൊക്കെ മാറ്റി വേറെ എന്തെങ്കിലുമൊക്കെ ഒരു നമ്പറൊക്കെ ആക്കിയിട്ട് എന്ത് ചെയ്യും? ഞാൻ അയക്കും. അപ്പോൾ ആ നമ്പറോട് എത്തുമ്പോൾ ഇവനറിയാം ഇത് എങ്ങനെയാണ് ഈ നമ്പറിനെ എന്താക്കി മാറ്റേണ്ടത്, ഈ പറയുന്ന ലെറ്റർ ആക്കി മാറ്റേണ്ടത് അറിയാം. അപ്പോൾ ഈ നടുക്കുന്ന ഇവൻ ഇതിലോട്ട് നോക്കുമെങ്കിൽ ഇവൻ പ്ലിങ്ങിപ്പോവും. കാരണം എന്ത് ചെയ്യും? ഇവൻ എന്ത് ചെയ്യില്ല, ഇവൻ ഇത് കണ്ടിട്ട് എന്ത് ചെയ്യില്ല, എന്താ ഇപ്പോൾ ഈ അയച്ചേക്കുന്നത്, ഇപ്പോൾ എങ്ങനെയാണ് അതിപ്പോൾ ഡീകോഡ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് അത് അഴിച്ചെടുക്കേണ്ടത് എന്നുള്ളത് എന്ത് ചെയ്യില്ല, ഈ നടുക്ക് നോക്കുന്നവന് മനസ്സിലാവില്ല. പക്ഷേ ഈ അറ്റത്ത് നീ അറ്റത്തേക്ക് ഡാറ്റ സേഫ്
ആയിട്ട് പോവുകയും ചെയ്തു. അവിടെ നിന്ന് എന്ത് ചെയ്യാൻ പറ്റി, ആ ഡാറ്റ ഡീകോഡ് ചെയ്തെടുക്കാനും പറ്റി. അപ്പോൾ ഈ സെൻഡർ അയക്കുന്ന സാധനത്തെ നമ്മൾ എങ്ങനെ പറയാം, നമുക്ക് എൻകോഡ് ചെയ്യാനും ഈ അറ്റത്ത് വെച്ച് ചെയ്യുന്ന പരിപാടിയെ നമ്മൾ ഡീകോഡ് ചെയ്യാനും, ഇങ്ങനെ ഈ എൻകോഡ് ചെയ്തും ഡീകോഡ് ചെയ്തും മെസ്സേജുകളും അല്ലെങ്കിൽ ഡാറ്റയൊക്കെ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന മൊത്തത്തിൽ ചെയ്യുന്ന പരിപാടിയെ ക്രിപ്റ്റോഗ്രഫി എന്നും പറയുന്ന എന്ത് ചെയ്യുക, ഒന്ന് ഓർത്ത് വയ്ക്കുക. സെറ്റല്ലേ? അടുത്തിലോട്ട് പോട്ടെ. അടുത്ത ചോദ്യം വീണ്ടും ഒരു ഫുൾ ഫോം. ESS ഈസ് എ കമ്പ്യൂട്ടർ ബേസ്ഡ് സിസ്റ്റം ദാറ്റ് അലോസ് യൂസേഴ്സ് ടു ട്രാൻസ്ഫോം എന്റർപ്രൈസ് ഡാറ്റ. അതായത് ഈ ESS എന്ന് പറയുന്നത് ആദ്യം അത് മനസ്സിലാക്കുക. ചിലപ്പോൾ ഇതുപോലെ തന്നെ ചോദിച്ചേക്കാം. ഇപ്പോൾ ഒരു കമ്പനിയിൽ നമുക്കറിയാം ഇപ്പോൾ ആയിരക്കണക്കിന് സ്റ്റാഫുകൾ ഉണ്ടെങ്കിൽ അതിൻ്റെ ഏറ്റവും മേലിൽ നിൽക്കുന്ന ഒരു 10 ആൾക്കാർക്ക് ഈ മൊത്തം ഡാറ്റ അവർക്ക് വളരെ സിമ്പിളായിട്ട്, ഇപ്പോൾ ബാക്കി 900 പേര് ചേർന്ന് വർക്ക് ചെയ്യുന്ന ഡാറ്റ വളരെ സിമ്പിളായിട്ട് നോക്കിയിട്ട് അതൊന്ന് അവർക്ക് മനസ്സിലാക്കേണ്ടുന്ന കാര്യങ്ങൾ മാത്രം, അവർക്ക് അറിയേണ്ടുന്ന മെട്രിക്കുകൾ മാത്രം അറിയണം. ഇപ്പോൾ എത്ര ഒരു വർഷം സെയിൽസ് ഉണ്ടായി, എത്രയാണ് ഒരു വർഷത്തെ മൊത്തം റവന്യൂ, അങ്ങനെ സിമ്പിൾ ആയിട്ടുള്ള ആ ഇപ്പം ഒരു മെട്രിക് ഒക്കെ നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള വലിയ എന്റർപ്രൈസുകളുടെ ഡാറ്റ ഹാൻഡിൽ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ് ESS എന്ന് പറയുന്നത് എന്ന് ആദ്യം എന്ത് ചെയ്യുക, മനസ്സിലാക്കാതെ. വലിയ ആൾക്കാർക്ക് ബില്ലിങ്ങുമായി ബന്ധപ്പെട്ടിട്ടുള്ളതോ അക്കൗണ്ടിങ്ങുമായി ബന്ധപ്പെട്ടിട്ടുള്ളതോ മറ്റ് സ്റ്റാഫ് ഡിപ്പാർട്ട്മെന്റുകളുമായി ബന്ധപ്പെട്ടുള്ള എന്തോ ആയിക്കൊള്ളട്ടെ, ആ ഡാറ്റ കുറച്ചും കൂടെ ഹയർ അതോറിറ്റിയിൽ ഇരിക്കുന്ന ആൾക്ക് പെട്ടെന്ന് കാണാനായിട്ട് യൂസ് ചെയ്യുന്ന ഒരു പരിപാടിയാണ് ഇതെന്ന് പറയുന്നത് ESS എന്ന് പറയുന്നത്. അല്ലെങ്കിൽ അത് പോസിബിൾ ആക്കുന്ന ഒരു സോഫ്റ്റ്വെയർ സിസ്റ്റം ആണ്, ഒരു കമ്പ്യൂട്ടർ ബേസ്ഡ് സിസ്റ്റം ആണ് ഇതെന്ന് പറയുന്നത് ESS എന്ന് പറയുന്നത്. അതിന്റെ ഫുൾ ഫോം എക്സിക്യൂട്ടീവ് സപ്പോർട്ട് സിസ്റ്റം എന്നാണ്. ESSന്റെ പൂർണ്ണരൂപം എക്സിക്യൂട്ടീവ് സപ്പോർട്ട് സിസ്റ്റം ആണ്. അധികം കണ്ടിട്ടില്ലാത്തൊരു ചോദ്യമാണ്, അതുകൊണ്ട് നോട്ട് ചെയ്തോ. ESS എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സിക്യൂട്ടീവ് സപ്പോർട്ട് സിസ്റ്റം ആണ്. അത് എന്തിനു ഉപയോഗിക്കുന്നതാണ് എന്നും എന്ത് ചെയ്തു, ഞാൻ നിങ്ങളെ പഠിപ്പിച്ചു. അടുത്തത് ഇന്റർനെറ്റ് യൂസേഴ്സ്. ഇന്റർനെറ്റ് എന്താ യൂസ് ചെയ്യുന്നത് എന്നുള്ളതാണ്. ടെലിഫോൺ സ്വിച്ചിങ് ആണോ, സർക്യൂട്ട് സ്വിച്ചിങ് ആണോ, പാക്കറ്റ് സ്വിച്ചിങ് ആണോ, അല്ല ഇനി ടെലക്സ് സ്വിച്ചിങ് ആണോ എന്നാണ് എന്ത് ചെയ്യുന്നത്, നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഇന്റർനെറ്റ് യൂസ് ചെയ്യുന്ന പാക്കറ്റ് സ്വിച്ചിങ് ആണ്. അതായത് നമുക്ക് മൊത്തം അയക്കേണ്ടുന്ന ഡാറ്റയെ നമ്മൾ പല പല കുഞ്ഞു 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 പാക്കറ്റുകളാക്കി എന്ത് ചെയ്യുന്നു, നമ്മൾ അയക്കുകയാണ് ചെയ്യുന്നത്. അതായത് ഡിജിറ്റൽ നെറ്റ്വർക്സിനിടയിൽ നമുക്ക് അയക്കേണ്ടുന്ന സാധനത്തെ നമ്മളിങ്ങനെ കുഞ്ഞു 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 പാക്കറ്റുകളായിട്ട് എന്ത് ചെയ്യും, അയക്കും. ഇവിടെ നിന്ന് സെൻഡർ അയച്ചു, ഇവിടെ എന്ത് ചെയ്തു, അത് റിസീവർ എന്ത് ചെയ്തു, അത് സ്വീകരിച്ചു, അയാൾ അതിനെ വീണ്ടും എന്ത് ചെയ്തു, കമ്പൈൻ ചെയ്തു, അയാൾക്ക് വേണ്ട രൂപത്തിലോട്ടാക്കി മാറ്റുന്ന പരിപാടിയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, നമ്മൾ പാക്കറ്റ് സ്വിച്ചിങ് എന്ന് പറയുന്നത്. അത്രയും പറഞ്ഞ് നിർത്താൻ പറ്റില്ല, വലിയൊരു ടോപ്പിക്കാണ്. ഞാൻ പഴയൊരു കമ്പ്യൂട്ടർ സയൻസ് ആണല്ലോ, അതുകൊണ്ട് തന്നെ ഇതിനെപ്പറ്റിയൊക്കെ നല്ലോണം ആ സമയത്ത് പഠിച്ചിട്ടുള്ളതാണ്. പറയാന്നല്ല ഞാൻ പറയുന്നത്, അന്ന് പഠിച്ചിട്ടുള്ളതാണല്ലോ. ഇതിൽ കുറേ കാര്യങ്ങളുണ്ടെന്നും എനിക്ക് ഓർമ്മയുണ്ട്. അപ്പോൾ എന്തായാലും ഇങ്ങനെ ചെയ്യുന്ന പാക്കറ്റുകളാക്കി അയക്കുന്ന പരിപാടിയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, നമ്മൾ പാക്കറ്റ് സ്വിച്ചിങ് എന്ന് പറയുന്നത് എന്ത് ചെയ്യുക, ഓർത്ത് വയ്ക്കുക. അടുത്തത് എ ഷെയർഡ് നെറ്റ്വർക്ക് വിത്തിൻ ആൻ ഓർഗനൈസേഷൻ ടു പ്രൊവൈഡ് കണക്ടിവിറ്റി ടു ഇറ്റ്സ് സ്റ്റാഫ് ഈസ് കാൾഡ്. ക്ലാസിക് ഡെഫിനിഷൻ പലതവണ ചോദിച്ചാണ്, ഇനിയും ചോദിക്കും. ഒരു ഷെയർഡ് നെറ്റ്വർക്ക് എവിടെയാണുള്ളത്, വിത്തിൻ ആൻ ഓർഗനൈസേഷൻ, ഒരു ഓർഗനൈസേഷനകത്ത് തന്നെ. ടു പ്രൊവൈഡ് കണക്ടിവിറ്റി ടു ഇറ്റ്സ് സ്റ്റാഫ് ഈസ് കോൾഡ്. ആ ഓർഗനൈസേഷനിലെ സ്റ്റാഫിന് മാത്രം എന്ത് ചെയ്താൽ മതി, കണക്ടിവിറ്റി കിട്ടിയാൽ മതിയെങ്കിൽ അത് എക്സ്ട്രാ നെറ്റും അല്ല, അത് ഇന്റർനെറ്റും അല്ല, അത് ടെൽനെറ്റും അല്ല, ഇൻട്രാനെറ്റ് ആണ്. നമുക്കറിയാം ഇൻട്രാ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, വിത്തിൻ എന്നാണ് അർത്ഥം അല്ലെ. ഇന്റർ എന്ന് പറയുമ്പോഴാണ് എന്തെന്ന് പറയുന്നത്, ബിറ്റ്വീൻ ആവുന്നത്. ഇന്റർനാഷണൽ ബിറ്റ്വീൻ ആണ് അല്ലെ, രാജ്യങ്ങൾക്ക് തമ്മിൽ, രാജ്യങ്ങൾക്കിടയിൽ, ബിറ്റ്വീൻ എന്നുള്ള അർത്ഥത്തിലാണ് എന്ത് ചെയ്യുന്നത്, രാജ്യങ്ങൾ തമ്മിൽ, ബിറ്റ്വീൻ എന്നുള്ള അർത്ഥത്തിലാണ്, ബിറ്റ്വീൻ നേഷൻസ്, അതാണ് ഇന്റർനാഷണൽ. ഇന്റർനെറ്റ് ആണെങ്കിൽ എന്ത് തന്നെയാണ്, വിത്തിൻ, അവിടെ തന്നെ ആ സംഘടന ഉള്ളിൽ തന്നെ ഉള്ളതിനെയാണ് എന്തെന്ന് പറയുന്നത്, ഇൻട്രാനെറ്റ് എന്ന് എന്ത് ചെയ്യുന്നത്, നമ്മൾ പറയുന്നത്. അടുത്തത് വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ വയേർഡ് ബ്രോഡ്ബാൻഡ്. താഴെ തന്നിട്ടുള്ളതിൽ ഏതാണ് ഒരു വയേർഡ് ബ്രോഡ്ബാൻഡ് അല്ലാത്തത്? കേബിൾ നമുക്ക് കേട്ടാൽ തന്നെ അറിയാം വയേർഡ് ആണ്. ഡിജിറ്റൽ സബ്സ്ക്രൈബർ ലൈൻ എന്ത് തന്നെയാണ്, ഡിജിറ്റൽ സബ്സ്ക്രൈബർ ലൈൻ ആണ്, അതും എന്ത് തന്നെയാണ്, വയേർഡ് തന്നെയാണ്. സാറ്റലൈറ്റ് ഒരിക്കലും വയേർഡ് ആവില്ല, അല്ലെ ആകാശത്തേക്ക് ഇവിടെ നിന്ന് വയർഡ് ആണെന്നും പറ്റില്ല. അപ്പോൾ അതാണ് എന്തെന്ന് പറയുന്നത്, നമ്മുടെ കളർ എന്ന് പറയുന്നത്. ഡയലപ്പ് പണ്ട് ഉണ്ടായിരുന്ന ഇന്റർനെറ്റ് സിസ്റ്റം ആണ്, അതൊരിക്കലും എന്ത് ചെയ്യില്ല, അത് നമ്മുടെ ലാൻഡ് ഫോണിലൊക്കെ കണക്ട് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഡയലപ്പും അല്ല, കേബിളും അല്ല, ഡിജിറ്റൽ സബ്സ്ക്രൈബർ ലൈനും അല്ല, ഏതാണ്, സാറ്റലൈറ്റ് ആണെന്ന് ഓർത്ത് വയ്ക്കുക. പക്ഷെ ഒരു കാര്യം ഇവിടെ മറക്കരുത്, DSLന്റെ ഫുൾ ഫോം എങ്ങാനും ചോദിച്ചു കഴിഞ്ഞാൽ അത് പറഞ്ഞു കൊടുക്കേണ്ടത് ഫുൾ ഫോം ആണ് എന്ന് പറയുന്നത്. ഈ പറയുന്ന ഡിജിറ്റൽ സബ്സ്ക്രൈബർ ലൈൻ ഒരു രൂപത്തിലുള്ള ഇന്റർനെറ്റ് തന്നെയാണ് എന്ന് എന്ത് ചെയ്യുക, മനസ്സിലാക്കി വെക്കുക. DSLന്റെ ഫുൾ ഫോം എന്താണ്, ഡിജിറ്റൽ സബ്സ്ക്രൈബർ ലൈൻ ആണെന്ന് എന്ത് ചെയ്യുക, ഓർത്ത് വയ്ക്കുക. ബട്ട് ദ ആൻസർ ഈസ് സാറ്റലൈറ്റ്. അടുത്തത് എ മോഡം ഈസ് കണക്റ്റഡ് ടു എ. മോഡം എന്തിലോട്ടാണ് കണക്ട് ചെയ്യാന്ന് ചോദിച്ചേക്കുന്നത്. മോഡത്തിന്റെ ഫുൾ ഫോം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. മോഡം ചെയ്യുന്ന പരിപാടി എന്താ, മോഡുലേഷൻ അല്ലെ, മോഡുലേറ്റർ ആണ്, അല്ലെങ്കിൽ മോഡുലേഷൻ. ഡെം അല്ലെ, അതെന്താണ്, ഡീമോഡുലേറ്റർ. അതായത് കമ്പ്യൂട്ടറിന് മനസ്സിലാവുന്ന രീതിയിൽ ഡിജിറ്റൽ സിഗ്നൽ ആക്കുകയും കമ്പ്യൂട്ടറിൽ നിന്ന് പോകുമ്പോൾ മറ്റുള്ളവർക്ക് മനസ്സിലാവുന്ന അനലോഗ് ആക്കുകയും, അപ്പോൾ ഇതിൻ്റെ ഒരു കൺവേർഷൻ, അനലോഗ് ടു ഡിജിറ്റൽ, ഡിജിറ്റൽ ടു അനലോഗ് എന്നീ പറയുന്ന പരിപാടി ചെയ്യുന്ന ഡിവൈസ് ആണ് ഇതെന്ന് പറയുന്നത്, മോഡം എന്ന് പറയുന്നത്. ഇതിനെ നമ്മൾ മൗസായിട്ടോ മോണിറ്ററായിട്ടോ മദർ ബോർഡായിട്ടോ അല്ല കണക്ട് ചെയ്യേണ്ടത്. മോഡത്തെ നമ്മൾ കണക്ട് ചെയ്യേണ്ടത് ഒരു ഫോൺ ലൈനുമായിട്ടാണ്, അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലിപ്പോൾ ഒരു ഫോൺ ഇല്ലെങ്കിൽ കൂടി അതിൻ്റെ ആ പ്രോപ്പർ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ലൈനുകളിലോട്ടാണ് എന്ത് ചെയ്യുന്നത്, മോഡം കണക്ട് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഈ ഓപ്ഷൻ തന്നിട്ടുള്ള ഏറ്റവും കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ചെയ്ത് മാത്രമേ ഉള്ളൂ, ഈ പറയുന്ന ഫോൺ ലൈൻ മാത്രമേ ഉള്ളൂ
എന്ന് കൂടെ എന്ത് ചെയ്യുക, മനസ്സിലാക്കി വെക്കുക. അപ്പോൾ മോഡ് എന്താണെന്നൊക്കെ എല്ലാവർക്കും അറിയുന്നതാണ്. ഫുൾ ഫോം അറിയില്ലെങ്കിൽ അതും ഞാൻ പറഞ്ഞു തന്നു. മോഡുലേറ്റർ ഡീമോഡുലേറ്റർ ആണ് കണക്റ്റഡ് ടു എ ഫോൺ ലൈൻ. അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് ഈ ക്ലാസ്സിൽ പഠിക്കാനുള്ളത്. കുറച്ചധികം കാര്യങ്ങൾ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും സംശയങ്ങളോ സജഷൻസോ ഉണ്ടെങ്കിൽ അത് ഗ്രൂപ്പുകൾ വഴി നമ്മൾ അറിയിക്കുക. ഇത്രയും നേരം ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ക്ഷമയോടെ കണ്ടിരുന്നതിന് കേട്ടിരുന്നതിന് ഒരുപാട് നന്ദി. താങ്ക് യു ഫോർ വാച്ചിങ് അക്കാഡമീസ്. ഹാവ് എ നൈസ് ഡേ. ഹായ് എവരി വൺ, അക്കാഡമീസിൻ്റെ മറ്റൊരു ഓൺലൈൻ സെഷനിലേക്ക് ഏവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഞാൻ ഹൻഷാദ്. അപ്പോൾ നമ്മൾ റെയിൽവേ പരീക്ഷകളിൽ ചോദിച്ചിട്ടുള്ള കമ്പ്യൂട്ടർ ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നല്ല രീതിയിൽ പരീക്ഷകളിൽ എന്ത് ചെയ്യാറുണ്ട്, പല റെയിൽവേ പരീക്ഷകളിലും എന്ത് ചെയ്യാറുണ്ട്, കമ്പ്യൂട്ടറിൽ നിന്നുള്ള ചോദ്യങ്ങൾ ഉണ്ടാവാറുണ്ട്. അങ്ങനെ നമ്മൾ 3 ക്ലാസ്സുകൾ ഓൾറെഡി കംപ്ലീറ്റ് ചെയ്തു. ഒരുപിടി നല്ല ചോദ്യങ്ങളും അവയുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ഫാക്റ്റുകളും നമ്മൾ പഠിച്ചു. ഇതാ സീരീസിലെ 4ാമത്തെ ക്ലാസ് ആണ്. ഇതിനു മുമ്പുള്ള 3 ക്ലാസ്സുകൾ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ അത് കാണാനുള്ള ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഈ ക്ലാസ് ഒക്കെ കണ്ടു തീർന്ന് നിങ്ങളുടെ സൗകര്യം പോലെ ആ ക്ലാസ്സുകൾ കൂടി കാണാനായിട്ട് ശ്രമിക്കുക. കാരണം ചോദ്യങ്ങളെല്ലാം തന്നെ ഓരോ ചോദ്യവും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഞാൻ പറഞ്ഞു പോകുന്നുണ്ട്. അപ്പോൾ ചുമ്മാ ഒരു ചോദ്യം പഠിക്കുക എന്നല്ല, അതിന് ചുറ്റുമുള്ള കുറച്ചധികം കാര്യങ്ങളോട് നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. മാത്രമല്ല ഇതിലെ പല ചോദ്യങ്ങളും ഇനിയും ഒരുപാട് തവണ ആവർത്തിക്കാൻ സാധ്യതയുള്ളതാണെന്ന് കൂടി എന്ത് ചെയ്തോട്ടെ, ഞാൻ ആദ്യം തന്നെ പറഞ്ഞുകൊള്ളട്ടെ. അപ്പോൾ ഈ ക്ലാസ് ഒക്കെ കണ്ടു കഴിഞ്ഞ് സമാധാനത്തോടുകൂടി പറ്റുമെങ്കിൽ അതുകൂടെ പോയി എന്ത് ചെയ്യുക, നിങ്ങൾ കാണാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നമുക്ക് എങ്ങോട്ട് പോവാം? ഐശ്വര്യമായി നമ്മുടെ ഇന്നത്തെ ചോദ്യങ്ങളിലേക്ക് പോവാം. നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിലെ ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നതാണ്, വിച്ച് ടെക്നോളജി ഈസ് യൂസ്ഡ് ടു പ്രൊവൈഡ് ഹൈ സ്പീഡ് ഇന്റർനെറ്റ് ആക്സസ് ഓവർ ട്രഡീഷണൽ ടു മോഡം ലൈൻസ്. അതായത് ഏത് ടെക്നോളജി യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഹൈ സ്പീഡ് ഇൻ്റർനെറ്റ് കൊടുക്കുന്നതാണ്. നമുക്കറിയാം ഹൈ സ്പീഡ് ഇൻ്റർനെറ്റ് പ്രൊവൈഡ് ചെയ്യാനായിട്ട് ഒരുപാട് ടെക്നോളജീസ് ഉണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഓപ്ഷൻ നോക്കിയാലല്ലാതെ എന്ത് ചെയ്യാൻ പറ്റില്ല, അതിനൊരു കൃത്യമായ ആൻസർ പറയാൻ പറ്റില്ല. അവിടെ ADSL ഉണ്ട്, VDU ഉണ്ട്, LAN ഉണ്ട്, റൗട്ടേഴ്സ് ഉണ്ട്. ഇത് കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഇപ്പോൾ നമുക്ക് ബാക്കി വായിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. ഹൈ സ്പീഡ് ഇൻ്റർനെറ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ അതിന് VDU ഉണ്ടായിട്ട് കാര്യമില്ല. കാരണം നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ളതാണ്. VDU എന്ന് വെച്ച് കഴിഞ്ഞാൽ വിഷ്വൽ ഡിസ്പ്ലേ യൂണിറ്റ് ആണ്, അല്ലെങ്കിൽ മോണിറ്ററിൻ്റെ തന്നെ മറ്റൊരു പേരാണ് എന്ന് മുൻപുള്ള ക്ലാസ്സുകളിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ചോദ്യങ്ങൾ സംസാരിക്കും ഞാൻ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ അത് കേൾക്കാത്തവർക്കുണ്ടെങ്കിൽ ഇപ്പോൾ വീണ്ടും പറഞ്ഞിട്ടുണ്ട്. VDUവിൻ്റെ ഫുൾ ഫോം ഇമ്പോർട്ടൻ്റ് ആണ്. വിഷ്വൽ ഡിസ്പ്ലേ യൂണിറ്റ് അർത്ഥാക്കുന്ന എന്താണ്, മോണിറ്റർ ആണ്. LAN എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം അല്ലെ, LAN കേബിൾ എന്നൊക്കെ നമ്മൾ പറയുന്നതാണ്. LANിൻ്റെ ഫുൾ ഫോം എന്ന് പറയുന്നത് എന്താണ്, ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് എന്നാണ് ഇതിൻ്റെ ഫുൾ ഫോം ആയിട്ട് വരുന്നത്, LAN ആയിട്ട് വരുന്നത്. റൗട്ടർ നമുക്കറിയാം ഇൻ്റർനെറ്റുമായി ബന്ധപ്പെട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഡിവൈസ് ആണ് ഇതെന്ന് പറയുന്നത്, റൗട്ടർ എന്ന് പറയുന്നത്. പക്ഷെ ഇവിടെ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താ, ടെക്നോളജിയാണ്. അങ്ങനെ ടെക്നോളജിയാണ് ചോദിച്ചിരിക്കുന്നതെങ്കിൽ നമ്മൾ അതിന് ആൻസർ ആയിട്ട് പറയുന്നത് ADSL എന്നാണ്. എന്താണ് ഈ ADSLൻ്റെ ഫുൾ ഫോം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അസിമെട്രിക് ഡിജിറ്റൽ സബ്സ്ക്രൈബർ ലൈൻ എന്നാണ് ഇതിൻ്റെ ഫുൾ ഫോം ആയിട്ട് വരുന്നത്. ഈ പറയുന്ന ADSLൻ്റെ ഫുൾ ഫോം ആയിട്ട് വരുന്നത് ഞാൻ ഒന്നുകൂടെ പറയാം, അസിമെട്രിക് ഡിജിറ്റൽ സബ്സ്ക്രൈബർ ലൈൻ എന്നാണ് ഇതിൻ്റെ ഫുൾ ഫോം, ADSLൻ്റെ ഫുൾ ഫോം ആയിട്ട് വരുന്നത്. ഇത് സത്യം പറഞ്ഞാൽ കുറച്ചും കൂടി ഒരു പഴയ ടെക്നോളജിയാണ്. ഇപ്പം നമ്മൾ ഇത് ഉപയോഗിക്കുന്നില്ല. ഇപ്പം നമ്മൾ ഉപയോഗിക്കുന്നത് നമുക്കറിയാം ഒപ്റ്റിക് ഫൈബർ ആണ് അല്ലേ. നമ്മുടെ നാട്ടിൽ എല്ലായിടത്തും ഇപ്പോൾ ഇൻ്റർനെറ്റ് കിട്ടുന്നത് ഏത് വഴിയാണ്, ഒപ്റ്റിക് ഫൈബർ വഴിയാണ്. അതൊന്നും എത്താത്ത സ്ഥലങ്ങളാണെങ്കിൽ ഇപ്പോൾ വല്ല മൂന്നാറിലോ മലയുടെ മണ്ടയിലൊക്കെയാണ് നമുക്ക് പെട്ടെന്ന് അവിടെ നെറ്റ്വർക്ക് കിട്ടില്ല, അവിടെ കേബിളൊന്നും ഇല്ലെങ്കിൽ അവിടെ നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നുണ്ട്, സാറ്റലൈറ്റ് കണക്ഷൻസ് യൂസ് ചെയ്യുന്നുണ്ട്. കുറച്ചും കൂടി എക്സ്പെൻസീവ് ആണ്. പക്ഷേ എന്താണ്, അത് യൂസ് ചെയ്യുന്ന സ്ഥലങ്ങൾ ഇപ്പം എന്താണ്, വളരെ കൂടുതലാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾ ADSL മാത്രം, ഇപ്പോൾ ADSLൻ്റെ പർപ്പസ് മാത്രം പഠിച്ചാൽ പോരാ, ഒരു കാര്യം കൂടി ഒപ്പം ഓർത്ത് വയ്ക്കുക. ഞാൻ എല്ലാ ക്ലാസ്സിലും പറഞ്ഞിട്ടുള്ളതുപോലെ ഫുൾ ഫോംസ് എന്ന് പറയുന്നത് കമ്പ്യൂട്ടർ എന്ന് പറയുന്ന സബ്ജക്റ്റിനെ സംബന്ധിച്ചിടത്തോളം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ADSL എന്ന് വെച്ച് കഴിഞ്ഞാൽ അസിമെട്രിക് ഡിജിറ്റൽ സബ്സ്ക്രൈബർ ലൈൻ ആണെന്നുള്ള അതിൻ്റെ പൂർണ്ണ രൂപം കൂടി എന്ത് ചെയ്യുക, ഒന്ന് മനസ്സിലാക്കി വെക്കുക. അതേ വീണ്ടും അവർ അത് തന്നെ ചോദിച്ചിട്ടുണ്ട്. ദ ടെക്നോളജി ദാറ്റ് പ്രൊവൈഡ്സ് ഹൈ ഇൻ്റർനെറ്റ് സ്പീഡ് ഓവർ ടെലിഫോൺ വയറിംഗ് ഈസ് കോൾഡ് എന്നാണ് എന്ത് ചെയ്തിരിക്കുന്നത്, നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ഉത്തരം എന്ത് തന്നെയാണ്, ADSL തന്നെയാണ്. ഇവിടെ വേർഡ് പ്ലേ ആണ്, വേർഡ് പ്ലേ അല്ല ലെറ്റർ പ്ലേ ആണ്, അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിട്ടിരിക്കുകയാണ്. നമ്മളിപ്പോൾ പഠിച്ചതേ ഉള്ളൂ. ADSL എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, അസിമെട്രിക് ഡിജിറ്റൽ സബ്സ്ക്രൈബർ ലൈൻ ആണെന്ന് എന്ത് ചെയ്യുക, ഓർത്ത് വയ്ക്കുക. ഇതിൽ പ്രധാനമായിട്ട് യൂസ് ചെയ്യുന്ന കോപ്പർ വയറാണ്. ഞാൻ പറഞ്ഞില്ല കുറച്ചും കൂടെ പഴയ ടെക്നോളജിയാണ്. ഇപ്പോൾ നമ്മൾ എന്തിലോട്ട് മാറി, ഒപ്റ്റിക് ഫൈബറിലോട്ട് മാറി. ഒപ്റ്റിക് ഫൈബറിനെ പറ്റിയൊക്കെ നിങ്ങൾ ഫിസിക്സിൽ പഠിച്ചിട്ടുണ്ടാവും അല്ലേ. ഒപ്റ്റിക് ഫൈബർ വർക്ക് ചെയ്യുന്ന പ്രിൻസിപ്പിൾ എന്താണ്, അറിയേണ്ടതാണ്. അറിയില്ലെങ്കിൽ TIR ആണ് പലപ്പോഴും ചോദിക്കാറുള്ള മറ്റൊരു ചോദ്യമാണ്. ഓണത്തിനിടയ്ക്ക് പുട്ട് കച്ചവടം എന്ന് പറഞ്ഞതുപോലെ കമ്പ്യൂട്ടറിൻ്റെ ഇടയ്ക്ക് ഒരു ചെറിയ ഫിസിക്സും നമുക്ക് ഇരിക്കട്ടെ. ഒപ്റ്റിക് ഫൈബർ വർക്ക് ചെയ്യുന്ന വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ TIR ആണ്, വിച്ച് ഈസ് ടോട്ടൽ
ഇന്റേണൽ റിഫ്ലക്ഷൻ. അതെന്താണെന്നൊന്നും ഞാൻ ഇനി പറയാൻ നിൽക്കുന്നില്ല. അറിയാത്തവർ ജസ്റ്റ് ഇത് മാത്രം ഓർത്ത് വയ്ക്കുക. അറിയാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ അതെന്താണെന്ന് പഠിക്കുക. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫിസിക്സിലെ ലൈറ്റ് എന്ന് പറയുന്ന ടോപ്പിക്കിൽ ഒരു ടോപ്പിക്കാണ് ഇതെന്ന് പറയുന്നത് TIR അല്ലെങ്കിൽ ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ എന്ന് പറയുന്നത്. ഇതേ പിടിച്ചോ. അടുത്ത ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് ആൻ ഇൻകറക്റ്റ് പെയർ ഓഫ് അബ്രീവിയേഷൻ ആൻഡ് ഇറ്റ്സ് ഫുൾ ഫോം. വീണ്ടും ഞാൻ പറയുന്നു, കമ്പ്യൂട്ടറിൽ എന്തില്ല, അബ്രീവിയേഷൻ അല്ലെങ്കിൽ ഫുൾ ഫോം വിട്ടിട്ട് ഒരു കളിയില്ല അല്ലേ. ഷോർട്ട് ഫോമും അതിൻ്റെ ഫുൾ ഫോം വിട്ടുള്ള കളിയില്ല. DBMS ഡാറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റം ആണ്. വളരെ ശരിയാണ്. അറിയാത്തവരുണ്ടെങ്കിൽ ആ ഫുൾ ഫോം പഠിക്കുക. URL യൂണിഫോം റിസർവ് ലൊക്കേറ്റർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ചെറിയൊരു പ്രശ്നമുണ്ട്, യൂണിഫോം റിസർവ് എന്നല്ല, യൂണിഫോം റിസോഴ്സ് ലൊക്കേറ്റർ എന്നാണ് ഇതിൻ്റെ ഫുൾ ഫോം, URLൻ്റെ ഫുൾ ഫോം. അപ്പോൾ ഇതാണ് എന്തെന്ന് പറയുന്നത് കൂട്ടത്തിലെ തെറ്റെന്ന് പറയുന്നത്. എന്നിരിക്കലും നമുക്ക് ബാക്കിയും കൂടെ നോക്കാം. റാം എന്ന് വെച്ചാൽ റാൻഡം ആക്സസ് മെമ്മറിയാണ്. കുറേ ടൈപ്പ് റാം ഉണ്ട്, SRAM ഉണ്ട്, DRAM ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് എന്ത് ചെയ്തു, ഓൾറെഡി നമ്മൾ പഠിച്ചതാണ്. റാം എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൈമറി മെമ്മറിയാണ്, റാൻഡം ആക്സസ് മെമ്മറിയാണ്. ഫാക്സിന്റെ ഫുൾ ഫോം ഫാക്സിമീലി അല്ലെങ്കിൽ ഫാക്സിമൈൽ എന്നാണെന്ന് ഞാൻ വായിക്കുന്നു. എന്തായാലും ഫാക്സിന് ഇങ്ങനെ ഒരു ഫുൾ ഫോം ഉണ്ടെന്ന് അറിയാത്തവരുണ്ടെങ്കിൽ അതും കൂടെ എന്ത് ചെയ്യുക, ഓർത്ത് വയ്ക്കുക. URLന്റെ ഫുൾ ഫോം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ളതാണ്. അത് കാണുമ്പോൾ തന്നെ അതാണ് തെറ്റെന്നുള്ളത് നമുക്ക് മനസ്സിലാവും. പക്ഷേ ഇതുകൂടെ എന്ത് ചെയ്യുക, ഒന്ന് ഓർത്ത് വയ്ക്കുക. അപ്പം ഫാക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫാക്സിമൈലി എന്നുള്ളൊരു ഫുൾ ഫോം കൂടെ അതിനുണ്ടെന്ന് ഓർത്ത് വയ്ക്കുക. അപ്പം എന്താ നമ്മൾ പറഞ്ഞത്, DBMS എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡാറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റം ആണ്. URL എന്ന് വെച്ച് കഴിഞ്ഞാൽ യൂണിഫോം റിസോഴ്സ് ലൊക്കേറ്റർ എന്നാണ്. റാം എന്ന് വെച്ചാൽ റാൻഡം ആക്സസ് മെമ്മറി എന്നാണ്. ഫാക്സ് എന്ന് വെച്ചാൽ എന്താണ്, ഫാക്സിമിലി ആണെന്നും കൂടി എന്ത് ചെയ്യുക, ഓർത്ത് വെക്കുക. അടുത്തത്, വാട്ട് ഈസ് URL? ഫുൾ ഫോം ആണോ? ഫുൾ ഫോം ആണോ തന്നിരിക്കുന്നത്? അല്ല, ഫുൾ ഫോം അല്ല നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഫുൾ ഫോം നമ്മളിപ്പോൾ ജസ്റ്റ് പറഞ്ഞു യൂണിഫോം റിസോഴ്സ് ലൊക്കേറ്റർ ആണെന്ന് നമ്മൾ പറഞ്ഞു അല്ലേ. ഇവിടെ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താണ്, ആൻ അഡ്രസ് ഫോർ ദ വെബ് പേജ് ഡിസ്പ്ലേഡ് ഓൺ ദ ഇന്റർനെറ്റ് ആണോ? സംശയം വന്നേക്കാം. അടുത്തതിലോട്ട് പോവാം. വെബ് ബ്രൗസർ ആണോ? അല്ല. URL എന്തായാലും വെബ് ബ്രൗസർ അല്ല, നമുക്ക് ലിങ്ക് ആണെന്ന് നമുക്കറിയാം. അതൊരു കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർ ആണോ? അതും അല്ല. അതൊരു സെർച്ച് എഞ്ചിൻ ആണോ? അതും അല്ല. അപ്പോൾ ഒരു കൺഫ്യൂഷൻ ഇല്ല. ആദ്യത്തെ തന്നെ നമുക്ക് പറയാം, അഡ്രസ് ഫോർ ദ വെബ് പേജ് ഡിസ്പ്ലേഡ് ഓൺ ദ ഇന്റർനെറ്റ്. നിങ്ങൾക്ക് ഇപ്പോൾ ഈ ക്ലാസ് കാണണമെന്നുണ്ടെങ്കിൽ, വെബ്സൈറ്റിലാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഒരു പർട്ടിക്കുലർ ലിങ്ക് കൊടുക്കുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്, നിങ്ങൾക്ക് ഈ ക്ലാസ് ലോഡ് ആവുന്നത് അല്ലേ. അപ്പോൾ ആ ലിങ്കിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, നമ്മൾ URL എന്ന് എന്ത് ചെയ്യുന്നത്, നമ്മൾ പറയുന്നത്. ഇതേ പിടിച്ചോ. അടുത്ത ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ഈസ് ഇൻകറക്റ്റ്? താഴെ തന്നിട്ടുള്ളതിൽ ഏതാണ് ഇൻകറക്റ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആദ്യത്തേത്, ഹോട്ട്മെയിൽ ഈസ് ദ ഫസ്റ്റ് ഫ്രീ വെബ് ബേസ്ഡ് ഇമെയിൽ സർവീസ് ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ 1995. എനിക്കറിയില്ല, ശരിയാവാം. ഇത് ആകെ അറിയുന്നത് ഹോട്ട്മെയിൽ ഈസ് ദ ഫസ്റ്റ് ഫ്രീ വെബ് ബേസ്ഡ് ഇമെയിൽ എന്നുള്ളതാണ്, ഇമെയിൽ സർവീസ് എന്നുള്ളതാണ്. അതറിയുന്ന കാര്യമാണ്. ഹോട്ട്മെയിൽ ആണ് ആദ്യത്തെ ഫസ്റ്റ് വെബ് ബേസ്ഡ് ഇമെയിൽ ഫ്രീ വെബ് ബേസ്ഡ് ഇമെയിൽ സർവീസ് എന്ന് പറയുന്നത്. അത് ലോഞ്ച് ചെയ്ത വർഷം ശരിയാണെന്നൊന്നും എനിക്കറിയില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, അത് ഞാൻ അവിടെ അവധിക്ക് വെച്ചു. അടുത്തതിലോട്ട് പോയി. ഫസ്റ്റ് കമ്പ്യൂട്ടർ ഇൻ ഇന്ത്യ വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് കൊൽക്കത്ത. ഇതെനിക്ക് അറിയുന്ന ഒരു ഫാക്റ്റാണ്, പലപ്പോഴും പ്രീവിയസ് ക്വസ്റ്റൻ ആയിട്ട് തന്നെ ചോദിച്ചിട്ടുള്ളതാണ്. ഇന്ത്യയിലെ ആദ്യത്തെ കമ്പ്യൂട്ടർ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്നത് ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ്, കൊൽക്കത്തയിലാണ്. അറിയാത്തവരാണെങ്കിൽ ഇത് ശരിയായിട്ടുള്ള ഒരു പോയിന്റ് ആണ്, അതും കൂടി എന്ത് ചെയ്യുക, നോട്ട് ചെയ്ത് വയ്ക്കുക. അടുത്ത പോയിന്റ്, വിൻഡൻ സർഫീസ് റെക്കഗ്നൈസ്ഡ് ആസ് വൺ ഓഫ് ദ ഫാദർ ഓഫ് ഇന്റർനെറ്റ്. അഗെയിൻ വളരെ വട്ടം ആവർത്തിച്ച് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്. വിൻഡൻ സർഫിനെയാണ് നമ്മൾ എന്തായിട്ട് അറിയപ്പെടുന്നത്, ഈ ഇന്റർനെറ്റിന്റെ പിതാവായിട്ട് അറിയപ്പെടുന്നത്. അപ്പോൾ അതും എന്ത് തന്നെയാണ്, ശരിയാണ്. ഇനി ഇന്റർനെറ്റ് ടെർമിനോളജി IP മീൻസ് ഇന്റർനെറ്റ് പ്രാക്ടീസ്. അവിടെ കണ്ടുടനെ ഞാൻ പറയും, IPയുടെ ഫുൾ ഫോം ഇന്റർനെറ്റ് പ്രാക്ടീസ് എന്നല്ല, ഇന്റർനെറ്റ് പ്രോട്ടോകോൾ എന്നാണ് എന്ന് എനിക്ക് എന്ത് ചെയ്യാം, എനിക്കറിയാം. അപ്പോൾ ഇന്റർനെറ്റ് പ്രാക്ടീസ് അല്ല, ഇന്റർനെറ്റ് പ്രോട്ടോകോൾ ആണ്. സോ IPയുടെ പൂർണ്ണരൂപം ഇന്റർനെറ്റ് പ്രോട്ടോകോൾ ആണ്. അതുകൊണ്ട് തന്നെ ഒന്നാമത്തെ പോയിന്റിൽ പറഞ്ഞിട്ടുള്ള ഹോട്ട്മെയിൽ ലോഞ്ച് ചെയ്ത വർഷം 1995 എന്ത് തന്നെ ആയേ പറ്റൂ, ശരിയായേ പറ്റൂ. IPയുടെ ഫുൾ ഫോം എന്താണെന്ന് എനിക്ക് ഉറപ്പാണ്, ഇന്റർനെറ്റ് പ്രോട്ടോകോൾ ആണെന്ന് ഉറപ്പാണ്. അപ്പോൾ നമുക്ക് ഒന്നുകൂടെ നോക്കാം. ആ പോയിന്റുകൾ ഇമ്പോർട്ടൻ്റ് ആണ്. ഹോട്ട്മെയിൽ ആദ്യത്തെ ഫ്രീ ആയിട്ടുള്ള വെബ് ബേസ്ഡ് ഇമെയിൽ സർവീസ് ആണ്, ലോഞ്ച് ചെയ്യുന്ന 1995. ഇന്ത്യയിലെ ആദ്യത്തെ കമ്പ്യൂട്ടർ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് കൊൽക്കത്തയിലാണ്. വിൻഡൻ സർഫിനെയാണ് ഇന്റർനെറ്റിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത്. IP എന്നതിന്റെ പൂർണ്ണരൂപം എന്താണ്, ഇന്റർനെറ്റ് പ്രോട്ടോകോൾ എന്നാണെന്നും എന്ത് ചെയ്യുക, ഒന്ന് ഓർത്ത് വെക്കുക. സെറ്റല്ലേ? അടുത്തിലോട്ട് പോട്ടെ. എന്നാ പിടിച്ചോ. അടുത്ത ചോദ്യം, ഹൂ ഇൻവെന്റഡ് HTML ഇൻ 1990? ആരാണ് 1990 HTML കണ്ടുപിടിച്ചത്? HTML എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും. അറിയാത്തവരുണ്ടെങ്കിൽ വെബ് പേജുകൾ ഉണ്ടാക്കാനായിട്ട്, നമ്മൾ കാണുന്ന വെബ്സൈറ്റുകളൊക്കെ ഉണ്ടാക്കാനായിട്ട് യൂസ് ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട ഭാഷയാണ് ഏതെന്ന് പറയുന്നത്, ഒരു ലാംഗ്വേജ് ആണ് ഇതെന്ന് പറയുന്നത്, HTML എന്ന് പറയുന്നത്. HTMLന്റെ ഫുൾ ഫോം ഹൈപ്പർ ടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജ് എന്നാണ്. അത് തന്നെ പലവട്ടം ചോദിച്ചിട്ടുള്ളതാണ്. HTMLന്റെ പൂർണ്ണ രൂപം ഹൈപ്പർ ടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജ് ആണ്. ഇത് 1990 കണ്ടുപിടിച്ച ആളുടെ പേര് ടിം ബേണേഴ്സ്ലി എന്നാണ്. എപ്പോഴും പക്ഷെ ചോദിക്കാറുള്ളത് HTML കണ്ടുപിടിച്ചത് ആരാന്നുള്ള അർത്ഥത്തിലല്ല, WWW കണ്ടുപിടിച്ചത് ആരാണ്, ഹൂ ഇൻവെന്റഡ് വേൾഡ് വൈഡ് വെബ്.
www ഫുൾ ഫോം അറിയാലോ, www.academies.online.com, www.facebook.com എന്നൊക്കെ പറഞ്ഞ് എന്ത് ചെയ്യുന്നതാണ് നമ്മൾ പഠിക്കുന്നുണ്ട് അല്ലേ. 3W വേൾഡ് വൈഡ് വെബാണ്. ഇത് കണ്ടുപിടിച്ച ആളുടെ പേരും എന്ത് തന്നെയാണ്, ടിം ബേണേഴ്സ്ലി എന്ന് തന്നെയാണ്. ഇതിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് അന്ന് ഉണ്ടായിരുന്നത്, WWWന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് ഉണ്ടായിരുന്നത് വാഷിംഗ്ടൺ DC-യിലാണ്. ഇപ്പോഴും അവിടെ തന്നെ ആയിരിക്കും, എനിക്കറിയില്ല. എന്തായാലും ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയായിരുന്നു, വാഷിംഗ്ടൺ DC-യിലാണ്. അപ്പോൾ HTML കണ്ടുപിടിച്ചത് ആരാന്ന് ചോദിച്ചാലും വേൾഡ് വൈഡ് വെബ് കണ്ടുപിടിച്ചത് ആരാന്ന് ചോദിച്ചാലും ഒറ്റ പേരെ നിങ്ങൾ പറയേണ്ടുള്ളൂ. ആളുടെ പേരെന്താണ്, ടിം ബേണേഴ്സ്ലി എന്നാണെന്ന് എന്ത് ചെയ്യുക, ഓർത്ത് വെക്കുക. അപ്പോൾ HTML കണ്ടുപിടിക്കുന്നത് 1990-ലാണ്. പക്ഷെ വേൾഡ് വൈഡ് വെബ് കണ്ടുപിടിക്കുന്ന വർഷം ചോദിക്കാറുണ്ട്. വേൾഡ് വൈഡ് വെബ് കണ്ടുപിടിക്കുന്ന 1990-ലല്ല, അതിന് തൊട്ട് മുമ്പത്തെ വർഷമായിട്ടുള്ള 1989-ലാണ് എന്ത് ചെയ്യുന്നത്, വേൾഡ് വൈഡ് വെബ് ഇൻവെൻറ്റ് ചെയ്യുന്നത്. സോ വേൾഡ് വൈഡ് വെബ് ഇൻവെൻറ്റ് ചെയ്യുന്നത് 1989-ൽ കണ്ടുപിടിച്ച വ്യക്തിയുടെ പേര് ടിം ബേണേഴ്സ്ലി എന്നായിരുന്നു എന്നും കൂടെ എന്ത് ചെയ്യുക, ഒന്ന് ഓർത്ത് വയ്ക്കുക. വെരി 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 ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ സെറ്റല്ലേ. വീണ്ടും ഹൂ ഇൻവെൻറ്റഡ് WWW കണ്ടുപിടിച്ചത് ആരാണ്, തൊട്ട് മുമ്പ് നമ്മൾ പറഞ്ഞതേ ഉള്ളൂ. മൂപ്പരുടെ പേരെന്താണ്, മൂപ്പരുടെ പേര് ടിം ബേണേഴ്സ്ലി എന്നാണ്. വിൻഡൻ സർഫ് എന്താണ്, ഇന്റർനെറ്റിന്റെ പിതാവാണ് നമ്മൾ പറഞ്ഞു. ചാൾസ് ബബേജ് ആരാണ്, കമ്പ്യൂട്ടറിന്റെ പിതാവാണ് നമ്മൾ പറഞ്ഞു. ഈ റോബർട്ട് ടി കാൻ ആരാണെന്ന് എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നില്ല. എന്തായാലും ബാക്കി മൂന്നും എന്ത് ചെയ്യുന്നത് തന്നെയാണ്, നമുക്കറിയുന്ന പേരുകൾ തന്നെയാണ്. എന്നാ പോട്ടെ അടുത്ത ചോദ്യത്തിലേക്ക്. എന്നാ പിടിച്ചോ അടുത്ത ചോദ്യം. വിച്ച് ഈസ് നോട്ട് എ വെബ് ബ്രൗസർ ഫ്രം ദ ഫോളോയിങ്. ഇതുപോലത്തെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം നമ്മൾ കുറേ എണ്ണം നോക്കി. ഇവിടെ വെബ് ബ്രൗസർ അല്ലാത്ത ഏതെന്ന് ചോദിച്ചേക്കുന്നത്. ഗൂഗിൾ ഒരു വെബ് ബ്രൗസറാണ്, ഒരു സംശയം വന്നേക്കാം, അവിടെ ഇരുന്നോട്ടെ. സഫാരി മാക്കോയിസിന്റെ ആപ്പിളിന്റെ വെബ് ബ്രൗസറാണ്. മൊസില്ല ഫയർഫോക്സ് നമുക്കറിയാം വെബ് ബ്രൗസറാണ്. ഒപ്പേറ നമുക്കറിയാം വെബ് ബ്രൗസറാണ്. ഗൂഗിൾ ഒരു വെബ് ബ്രൗസർ അല്ല, ഗൂഗിൾ ക്രോം ആണ് വെബ് ബ്രൗസർ. ഗൂഗിൾ എന്ന് പറയുന്നത് എന്താണ്, ഒരു സെർച്ച് എഞ്ചിനാണ്. ഇവിടെ ഗൂഗിൾ ക്രോം എന്നുണ്ടായിരുന്നെങ്കിൽ അതും എന്തായിട്ട് മാറി, ഒരു വെബ് ബ്രൗസർ ആയിട്ട് മാറി. പക്ഷേ ഗൂഗിൾ എന്ന് പറയുന്നത് എന്താണ്, ഒരു സെർച്ച് എഞ്ചിനാണ്. സോ നമ്മൾ അങ്ങനെ തന്നെ വെച്ചു. അടുത്തിലോട്ട് പോട്ടെ. അടുത്ത ചോദ്യം. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് എ വെബ് ബ്രൗസർ. എഗെയിൻ ചോദിച്ചിരിക്കുകയാണ്. താഴെ തന്നിട്ടുള്ളതിൽ വെബ് ബ്രൗസർ അല്ലാത്തത് ഏതാണെന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. ഗൂഗിൾ ക്രോം ആണോ, നമ്മളിപ്പോൾ പറഞ്ഞാണ് അല്ലെ. ഗൂഗിൾ ക്രോം എന്താണ്, വെബ് ബ്രൗസറാണ്. വിക്കിപീഡിയ കിട്ടി, കള്ളനെ കിട്ടി. വിക്കിപീഡിയയിൽ കയറാത്ത ആളുകളില്ല. വിക്കിപീഡിയ എന്താണ്, ഒരു വെബ് ബ്രൗസർ അല്ല, ഒരു വെബ്സൈറ്റ് ആണ്. മൊസില്ല ഫയർഫോക്സ് എഗെയിൻ ഒരു വെബ് ബ്രൗസറാണ്. ഒപ്പേറ എഗെയിൻ എന്താണ്, ഒരു വെബ് ബ്രൗസറാണ്. സോ നമ്മുടെ കള്ളൻ ആരാണ്, വിക്കിപീഡിയ ആണ്. എന്നാൽ പിടിച്ചോ അടുത്ത ചോദ്യം. ഈ ടൈപ്പ് കുറേ വരും കേട്ടോ. ഞാൻ ഈ പറഞ്ഞ പോലെ സെർച്ച് എഞ്ചിൻ അല്ലാത്തത്, ഓപ്പറേറ്റിംഗ് സിസ്റ്റം അല്ലാത്തത്, വെബ് ബ്രൗസർ അല്ലാത്തതെന്നൊക്കെ പറഞ്ഞു തരും. ഓപ്ഷൻ മാറിക്കൊണ്ടേയിരിക്കുന്നുള്ളതേ ഉള്ളൂ. പക്ഷെ നോക്കിയാൽ തന്നെ നമുക്ക് എന്ത് ചെയ്യുന്നത് ഉണ്ടാവുള്ളൂ, കിട്ടുന്നത് തന്നെ ഉണ്ടാവുള്ളൂ. ഇനിയിപ്പോൾ ഇൻ കേസ് ഒന്നോ രണ്ടോ സാധനം നമുക്ക് അതിൽ അറിയില്ലെങ്കിലും ആൻസർ ഒബ്വിയസ് ആയിരിക്കും. കാരണം ഇപ്പോൾ ഇത് വെബ് ബ്രൗസർ അല്ലാത്ത ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്കറിയാത്ത ഏതെങ്കിലും ഒരു വെബ് ബ്രൗസറോട് ഒപ്പേറ മാറ്റി ഇട്ടാലും ഇവിടെ ആൻസർ ആയിട്ട് വിക്കിപീഡിയ ഉണ്ടാവുന്നിടത്തോളം കാലം നമുക്ക് 100% ഉറപ്പാണ് അത് എന്താവാൻ പോകുന്നില്ല, ഒരു വെബ് ബ്രൗസർ ആവാൻ പോകുന്നില്ല എന്നുള്ളത്. അങ്ങനെ കിട്ടുന്ന ചോദ്യങ്ങളൊക്കെ തന്നെ എന്ത് ചെയ്യാറുള്ളൂ, ഇവിടെ വരാറുള്ളൂ കേട്ടോ. അപ്പോൾ എന്തായാലും അടുത്ത ചോദ്യം. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് എ സെർച്ച് എഞ്ചിൻ. സെർച്ച് എഞ്ചിൻ അല്ലാത്ത ഏതാണ്? ഗൂഗിൾ സെർച്ച് എഞ്ചിനാണ്, യാഹു സെർച്ച് എഞ്ചിനാണ്, ബിങ് സെർച്ച് എഞ്ചിനാണ്. ഇനിയിപ്പോൾ ബിങ് എന്ന് നിങ്ങൾ കേട്ടിട്ട് പോലും ഇല്ലെങ്കിൽ, കാരണം ബിങ് വിൻഡോസിൻ്റെ ആണ്, അധികം ആരും അങ്ങനെ ഉപയോഗിക്കുന്ന ഒരു സെർച്ച് എഞ്ചിൻ ഒന്നല്ല. കേട്ടിട്ട് പോലും ഇല്ലെങ്കിലും ഇവിടെയാണ് ഞാൻ ഈ പറഞ്ഞത് പ്രസക്തമാവുന്നത്. ഇൻസ്റ്റാഗ്രാം എന്ന് പറയുന്നത് ഒരിക്കലും എന്തല്ല, ഒരു സെർച്ച് എഞ്ചിൻ അല്ല എന്ന് നമുക്കറിയാൻ പറ്റും. പലരും പല കാര്യങ്ങൾക്കും ഇൻസ്റ്റാഗ്രാം ഒരു സെർച്ച് എഞ്ചിനായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. എന്നിരിക്കലും അതല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. സോ അങ്ങനെ നമ്മൾ ആലോചിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ സെർച്ച് എഞ്ചിൻ അല്ലാത്തത് ഏത് മാത്രമേ ഉള്ളൂ, ഇൻസ്റ്റാഗ്രാം മാത്രമേ ഉള്ളൂ. സെറ്റല്ലേ. അടുത്തതിലോട്ട് പോട്ടെ. എന്നാ പിടിച്ചോ അടുത്ത ചോദ്യം. എ സ്മോൾ ടെക്സ്റ്റ് ഫയൽ ക്രിയേറ്റഡ് ബൈ എ വെബ്സൈറ്റ് ദാറ്റ് ഈസ് സ്റ്റോർഡ് ഇൻ ദ യൂസേഴ്സ് കമ്പ്യൂട്ടർ ടെമ്പററിലി ഫോർ ദ സെഷൻ ഈസ് കാൾഡ്. ഒരു ചെറിയ ടെക്സ്റ്റ് ഫയൽ നമ്മൾ കയറുന്ന വെബ്സൈറ്റ് ആണ് ഇത് ഉണ്ടാക്കുന്നത്. അത് യൂസറിന്റെ കമ്പ്യൂട്ടറിൽ ടെമ്പററിലി എന്ത് ചെയ്യും, സ്റ്റോർ ചെയ്യും. അതിനെ നമ്മൾ എന്താ വിളിക്കുക എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. നമ്മൾ ചില വെബ്സൈറ്റ് കയറുമ്പോൾ ഐ ആക്സെപ്റ്റ് ഒരു ടേം തന്നിട്ട് അത് ആക്സെപ്റ്റ് ചെയ്താൽ നമുക്ക് നമ്മൾ ചിലപ്പോൾ മുന്നോട്ട് പോകാൻ പറ്റില്ല. അല്ലെങ്കിൽ അത് നമുക്ക് വേണ്ടാന്ന് വെക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. പക്ഷേ മിക്ക വെബ്സൈറ്റുകളും നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, അത് ആക്സെപ്റ്റ് ചെയ്യേണ്ടി വരും. ആ സാധനത്തിന്റെ പേരാണ് എന്തെന്ന് പറയുന്നത്, കുക്കി എന്ന് പറയുന്നത്. കുക്കീസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മളൊരു വെബ്സൈറ്റിൽ കയറി, നിങ്ങളൊരു വെബ്സൈറ്റിൽ കയറുമ്പോൾ അത് നിങ്ങളാണ് എന്ന് തിരിച്ചറിയാനായിട്ട് നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ തന്നെ സ്റ്റോർ ചെയ്യുന്ന ഒരു കുഞ്ഞു ഫയൽ വെച്ച് എന്ത് ചെയ്യണം, നമ്മളത് സേവ് ചെയ്യണം. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, കുക്കി എന്ന് പറയുന്നത്. ഡെഫിനിഷൻ വേണമെങ്കിൽ നോക്കാം. ക്രിയേറ്റഡ് വെൻ യൂസേഴ്സ് ബ്രൗസർ ലോഡ്സ് എ പർട്ടിക്കുലർ വെബ്സൈറ്റ്. നമ്മൾ ഒരു വെബിൽ എടുത്തു, എന്നിട്ട് ഒരു വെബ്സൈറ്റിൽ നിന്ന് ഒരു ഇൻഫർമേഷൻ നമ്മൾ റിക്വസ്റ്റ് ചെയ്തു. അങ്ങനെ ചെയ്യുമ്പോൾ വെബ്സൈറ്റ് എന്ത് ചെയ്യുന്നു, ഒരു കുക്കി നമുക്ക് അയച്ചു തരുന്നു. അത് നമ്മുടെ കമ്പ്യൂട്ടറിൻ്റെ ഹാർഡ് ഡ്രൈവിൽ എന്ത് ചെയ്യുന്നു, സ്റ്റോർ ചെയ്യുന്നു. നമ്മൾ പിന്നീട് എപ്പോഴേലും അതേ വെബ്സൈറ്റിൽ കയറുമ്പോൾ നമ്മുടെ കമ്പ്യൂട്ടർ എന്ത് ചെയ്യും, ആ കുക്കി അയച്ചു കൊടുക്കും. അപ്പോൾ വെബ്സൈറ്റിന് മനസ്സിലാവും ഇവനുണ്ടല്ലോ, ഇവൻ മുമ്പ് വന്നിട്ട് ഇതൊക്കെ ഇവിടെ ചെയ്തിട്ട് പോയിട്ടുള്ളവനാണ്, ഇവിടെ എന്താ ചെയ്യാൻ പോകുന്നത് എന്നുള്ളത് എന്ത് ചെയ്യാം, എനിക്ക് ഏകദേശം ധാരണയുണ്ട്. അതായത് കുക്കി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ യൂസറെ തിരിച്ചറിയാനായിട്ട് ആ പർട്ടിക്കുലർ വെബ്സൈറ്റ് യൂസ് ചെയ്യുന്ന ഒരു സാധനമാണെന്ന് എന്ത് ചെയ്താൽ മതി, നിങ്ങൾ മനസ്സിലാക്കി വെച്ചാൽ മതി. കുറേ ടൈപ്പ് കുക്കീസ് ഉണ്ട്. സെഷൻ കുക്കീസ്, പെർമനന്റ് കുക്കീസ്, തേർഡ് പാർട്ടി കുക്കീസ്, ഫ്ലാഷ് കുക്കീസ്, സൂംബി കുക്കീസ് എന്നൊക്കെ പറഞ്ഞ് കുറേ ടൈപ്പ് കുക്കീസ് ഉണ്ട്. ഇതൊക്കെ ഞാൻ കോഴ്സിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ട് ഞാൻ വീണ്ടും
ഓരോന്നായിട്ട് പഠിപ്പിക്കാനായിട്ട് പോകുന്നില്ല. തൽക്കാലം എന്താണ് കുക്കീസ് എന്ന് മാത്രം എന്ത് ചെയ്യുക, നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഒരു വെബ്സൈറ്റിൽ നമ്മൾ കയറുമ്പോൾ നമ്മൾ യൂസറെ ഐഡന്റിഫൈ ചെയ്യാനായിട്ട്, നമ്മൾ യൂസറെ തിരിച്ചറിയാനായിട്ട്, അല്ലെങ്കിൽ ആ ഡാറ്റ എടുത്ത് ഉപയോഗിക്കാനായിട്ട്, ആ വെബ്സൈറ്റിൻ്റെ ഡാറ്റ എടുത്ത് ഉപയോഗിക്കാനായിട്ട് അവർ നമ്മുടെ കമ്പ്യൂട്ടറിൽ സ്റ്റോർ ചെയ്യുന്ന ഒരു കുഞ്ഞു സ്മോൾ ടെക്സ്റ്റ് ഫയലിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, നമ്മൾ കുക്കി എന്ന് വിളിക്കുന്നത്. അത് കുറേ ടൈപ്പ് ഉണ്ടെന്നും എന്ത് ചെയ്തു നമുക്ക് മനസ്സിലായി. ഒരു വെബ്സൈറ്റിൽ കയറി ഇതാണ് അതിൻ്റെ എന്താ പറയുക ഒരു നടപ്പ് വശം അല്ലെങ്കിൽ രീതി എന്ന് പറയുന്നത്. നമ്മളൊരു വെബ്സൈറ്റിൽ കയറി വെബ്സൈറ്റിൽ നിന്ന് ഇൻഫർമേഷൻ റിക്വസ്റ്റ് ചെയ്തു. അപ്പോൾ വെബ്സൈറ്റ് അത് ലോഡ് ആകുമ്പോൾ തന്നെ നമുക്ക് എന്ത് ചെയ്യുന്ന ഒരു കുക്കി അയച്ചിരുന്നു. ആ കുക്കി നമ്മുടെ കമ്പ്യൂട്ടർ ഹാർഡ് ഡ്രൈവിൽ പ്ലേസ് ചെയ്യുന്നു. പിന്നെ നമ്മൾ എപ്പോഴെങ്കിലും തിരിച്ച് വീണ്ടും വെബ്സൈറ്റിൽ കയറുമ്പോൾ കമ്പ്യൂട്ടർ എന്ത് ചെയ്യുന്നു, ആ കുക്കി വെബ്സൈറ്റിന് അയച്ചു കൊടുക്കുന്നു. വേർ ദ വെബ്സൈറ്റ് സെർവർ ഐഡന്റിഫൈസ് യു ആൻഡ് റെക്കോർഡ്സ് ഡാറ്റ ദാറ്റ് ക്യാൻ ബി ഷെയർഡ് വിത്ത് അതർ സെല്ലേഴ്സ്. ബാക്കിയുള്ളവരുമായിട്ട് ഷെയർ ചെയ്യാൻ പറ്റുന്ന ഡാറ്റ എന്ത് ചെയ്യുന്നു, റെക്കോർഡ് ചെയ്യുന്നു. ഈ പരിപാടിയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, കുക്കീസ് എന്നെന്ത് ചെയ്യുന്നത്. നമ്മൾ പറയുന്ന ഡെഫിനിഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. കുക്കി എന്താണെന്നും എന്ത് ചെയ്യുക, മനസ്സിലാക്കി വെക്കുക. ക്യാഷ് അല്ല, ക്യാഷ് എന്താണ്, ഒരു ഇൻ ബിറ്റ്വീൻ മെമ്മറിയാണ് അല്ലേ, ഫാസ്റ്റ് ആയിട്ടുള്ള മെമ്മറി എന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടാണ്. ബഗ് എററാണ്, നമ്മളൊരു പ്രോഗ്രാം ചെയ്യുമ്പോൾ അതിൽ വരുന്നതിനാണ് നമ്മൾ ബഗ് അല്ലെങ്കിൽ എറർ എന്ന് പറയുന്നത്. മാൽവെയർ എന്ന് പറയുമ്പോൾ കമ്പ്യൂട്ടർ എന്തെങ്കിലുമൊക്കെ കംപ്ലൈൻറ്റ് ഉണ്ടാക്കാനായിട്ട് വരുന്ന സാധനങ്ങളെയാണ്, വൈറസ് പോലത്തതിനെയൊക്കെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, നമ്മൾ മാൽവെയർ എന്നും പറയുന്നത്. അപ്പോൾ അത് മനസ്സിലായില്ലേ? അടുത്തതിലോട്ട് പോട്ടെ. അടുത്തത്, ഇൻ കമ്പ്യൂട്ടർ ടെർമിനോളജി വാട്ട് ഈസ് ദ ഫുൾ ഫോം ഓഫ് IDN? ഇത് തീരുന്നില്ല അല്ലേ, ഈ അബ്രീവിയേഷൻസ് കൊണ്ടുള്ള പരിപാടി. എന്താണ് IDNന്റെ ഫുൾ ഫോം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്റർനാഷണലൈസ്ഡ് ഡൊമെയിൻ നെയിം എന്നാണ് IDNന്റെ ഫുൾ ഫോം. ഇന്റർനാഷണലൈസ്ഡ് ഡൊമെയിൻ നെയിം അധികം അങ്ങനെ ചോദിച്ച് കണ്ടിട്ടുള്ള ഒരു ഫുൾ ഫോം അല്ല, സോ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ. ഇന്റർനാഷണലൈസ്ഡ് ഡൊമെയിൻ നെയിം എന്നാണ് എന്തിന്റെ ഫുൾ ഫോം ആയിട്ട് വരുന്നത്, IDN എന്ന് പറയുന്നതിന്റെ ഫുൾ ഫോം ആയിട്ട് വരുന്നത് എന്ത് ചെയ്യുക, ഓർത്ത് വെക്കുക. അടുത്തത്, ഇൻ എ വെബ് അഡ്രസ് ദ ഡൊമെയിൻ ഇൻഡിക്കേറ്റർ അല്ലെങ്കിൽ സഫിക്സ്, ഡൊമെയിൻ ഇൻഡിക്കേറ്റർ അല്ലെങ്കിൽ സഫിക്സ് ആയിട്ടുള്ള .com എന്ന് പറയുന്നതിന്റെ പൂർണ്ണ രൂപം എന്താണ്, അല്ലെങ്കിൽ എന്തിനു വേണ്ടിയാണ് അത് നിലകൊള്ളുന്നുള്ളതാണ്. നമുക്കറിയാം ചില വെബ്സൈറ്റിൽ കയറുമ്പോൾ .gov എന്നാണ് കാണാം, ചില വെബ്സൈറ്റിൽ കയറുമ്പോൾ .in എന്നാണ് കാണാം അല്ലേ, ചിലതിൽ കയറുമ്പോൾ .net എന്ന് കാണും. ഇതെല്ലാം എന്താണ്, ഓരോന്ന് എന്താണ്, ഓരോരോ പർപ്പസ് ആണ്. ഇവിടെ ഈ .com എന്ന് പറയുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കൊമേഴ്ഷ്യൽ പർപ്പസിന് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ Flipkart.com, Amazon.com എന്നാണ് നമ്മൾ പറയാറുള്ളത് അല്ലേ. അതേസമയം നമ്മളൊരു ഗവൺമെന്റ് വെബ്സൈറ്റ്, ഇപ്പോൾ കേരള എന്തെങ്കിലും .gov എന്നാണ് നമുക്ക് ഉണ്ടാവാറുള്ളത് അല്ലേ. ഇന്ത്യയുടെ എന്തെങ്കിലും വെബ്സൈറ്റ് ആണെങ്കിൽ .in വെച്ചിട്ടാണ് ഇന്ത്യയിൽ ഉണ്ടാവാറുള്ളത്. അപ്പോൾ ഓരോരോ ഈ സഫിക്സിനും എന്തുണ്ട്, ഓരോരോ പർപ്പസ് ഉണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എ ഡൊമൈൻ നെയിം ഈസ് എ യുണീക്ക് നെയിം ഗിവൺ ടു ഈച്ച് വെബ്സൈറ്റ് ഓൺ ദി ഇന്റർനെറ്റ്. ഓരോ വെബ്സൈറ്റിനും എന്തുണ്ട്, ഒരു യുണീക്ക് ആയിട്ടുള്ള ഡൊമൈൻ നെയിം ഉണ്ട്. ദ ലാസ്റ്റ് പാർട്ട് ഓഫ് ഡൊമൈൻ നെയിം ഈസ് നോൺ ആസ് ഡൊമൈൻ എക്സ്റ്റൻഷൻ. .com പോലത്തെ .in പോലത്തെ .net പോലത്തെ സാധനങ്ങളെ ആ ലാസ്റ്റ് പാർട്ടിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ഡൊമൈൻ എക്സ്റ്റൻഷൻ എന്ന് വിളിക്കുന്നത്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ ഡൊമൈൻ എക്സ്റ്റൻഷൻ ഓഫ് എനി ഗവൺമെന്റ് വെബ്സൈറ്റ്? ഏതെങ്കിലും ഒരു ഗവൺമെന്റ് വെബ്സൈറ്റിന്റെ ഡൊമൈൻ എക്സ്റ്റൻഷൻ ആയിട്ട് വരുന്നത് ഏതാണ്, താഴെ തന്നിട്ടുള്ളതിൽ ഏതാണെന്നാണ് ചോദിച്ചേക്കുന്നത്. നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റുന്നത് .gov ആണ്. .mil മിലിറ്ററിക്ക് പർപ്പസിനൊക്കെ എന്ത് ചെയ്യാറുണ്ട്, യൂസ് ചെയ്യാറുണ്ട്. പക്ഷേ ഇവിടെ ഭയങ്കര ഡയറക്റ്റ് ആയിട്ട് ഗവൺമെന്റ് വെബ്സൈറ്റ് ഏതാണെന്ന് ചോദിച്ചിട്ടുള്ളതുകൊണ്ടും ഓപ്ഷനിൽ ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ആൻസർ .gov ആയതുകൊണ്ടും ഞാനത് പിക്ക് ചെയ്യാണ്. .mil എന്ന് പറയുന്നത് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, എനിക്ക് തെറ്റാന്ന് പറയാൻ പറ്റില്ല. ബിക്കോസ് .mil യൂസ് ചെയ്യുന്ന ആരാണ്, മിലിറ്ററി ഓർഗനൈസേഷൻസ് ആണ് എന്ത് ചെയ്യുന്നത്, അത് യൂസ് ചെയ്യുന്നതെന്നും ഞാൻ എന്ത് ചെയ്യണം, ഈ സന്ദർഭത്തിൽ ഓർമ്മിക്കുകയാണ്. അപ്പോൾ എനിവേ ഇതിൽ കൺഫ്യൂഷൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാറാനായിട്ട് നമ്മുടെ NCERT ടെക്സ്റ്റ് ബുക്കിലെ തന്നെ ഒരു സ്ക്രീൻഷോട്ടാണ്, ഞാൻ ക്ലാസ്സിൽ പഠിപ്പിച്ചിട്ടുള്ളതാണ്. എന്നിരിക്കലും ഞാൻ ഒന്നുകൂടെ ഓർമ്മിപ്പിക്കുകയാണ്. ഇങ്ങനെയുള്ള ഡൊമൈൻസിന്റെ ആ ഒരു സഫിക്സിന്റെ അല്ലെങ്കിൽ ആ ഡൊമൈൻ വാലിന് ഡൊമൈൻ എക്സ്റ്റൻഷൻ നമ്മളൊന്ന് അറിഞ്ഞിരിക്കണം. .com ആണെങ്കിൽ കൊമേഴ്ഷ്യൽ ബിസിനസ് ആണ്, .edu ആണെങ്കിൽ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ്, .gov ആണെങ്കിൽ ഗവൺമെന്റ് ഏജൻസീസ് ആണ്. ഇതാണ് ഇപ്പോൾ നമ്മുടെ എന്തായിട്ട് വന്നത്, ചോദ്യമായിട്ട് വന്നത് അല്ലേ. കോമും വന്നു, കൊമേഴ്ഷ്യൽ ആണെന്നുള്ളത് മനസ്സിലാക്കാൻ കോമും വന്നു. മിൽ എന്ന് പറയുന്നത് മിലിറ്ററി ആണ്, അവിടെയാണ് ഇവിടെ ഒരു കൺഫ്യൂഷൻ വന്നത്. അതുകൊണ്ടാണ് ഞാൻ ആ ചോദ്യം അങ്ങനെ തന്നെ എക്സ്പ്ലെയിൻ ചെയ്ത്. .net എന്ന് വെച്ചാൽ നെറ്റ്വർക്ക് ഓർഗനൈസേഷൻസ് ആണ്. .org എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓർഗനൈസേഷൻസ് ആണ്, നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻസിനാണ് എന്ത് ചെയ്യുന്നത്, വരുന്നത്. ഇതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള ഡൊമൈൻ എക്സ്റ്റൻഷൻസ് എന്ന് പറയുന്നത്. ഇനി ഈ രാജ്യത്തിന്റെ ബേസിൽ പറയുകയാണെങ്കിൽ .in ഇന്ത്യ, .au ഓസ്ട്രേലിയ, .ca കാനഡ, .ch ചൈന, .jp ജപ്പാൻ, .us യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക. ഇത് എല്ലാ രാജ്യങ്ങൾക്കും അവരുടേതായിട്ടുള്ള സ്പെസിഫിക് ഡൊമൈൻ ഉണ്ടാവും കേട്ടോ. എല്ലാം ഒന്നും പറഞ്ഞിട്ടില്ല, ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള പറഞ്ഞിട്ടുള്ളൂ. പക്ഷേ ചോദ്യം എപ്പോഴും വരുന്നത് ഈ ഭാഗത്തു നിന്നാണ്. ഇതാണ് നിങ്ങൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ടത്. NCERT ബുക്കിലെ തന്നെ സ്ക്രീൻഷോട്ടാണ്. കോം ആണെങ്കിൽ കൊമേഴ്ഷ്യൽ, എജു ആണെങ്കിൽ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, GOV ആണെങ്കിൽ ഗവൺമെന്റ്, MIL ആണെങ്കിൽ മിലിറ്ററി, നെറ്റ് ആണെങ്കിൽ നെറ്റ്വർക്ക് ഓർഗനൈസേഷൻസ്, ഓർഗ് ആണെങ്കിൽ ഓർഗനൈസേഷൻസ്, നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻസ് ആണെന്നും എന്ത് ചെയ്യുക, മനസ്സിലാക്കി വെക്കുക. അപ്പോൾ ഗവൺമെന്റ് വെബ്സൈറ്റ് ആണെങ്കിൽ അതെന്താണ്, അത് .gov ആണ്. മിലിറ്ററി എന്താണ്, പാതി ശരിയാണെന്നും കൂടി എന്ത് ചെയ്യുക, മനസ്സിലാക്കി വെക്കുക. സെറ്റല്ലേ, സംശയമൊന്നുമില്ലല്ലോ. അടുത്ത ചോദ്യത്തിലേക്ക് പോട്ടെ. അടുത്ത ചോദ്യം, ദ സിസ്റ്റം ദാറ്റ് കൺവേർട്സ് ആൻ IP അഡ്രസ് ഇൻ ടു ആൻ ഈസി ടു റിമെമ്പർ ഫോർമാറ്റ് ഈസ് കോൾഡ്. അതായത് ഒരു IP അഡ്രസ്സിനെ നമുക്ക് പെട്ടെന്ന് ഓർത്തു വയ്ക്കാൻ പറ്റുന്ന ഒരു ഫോർമാറ്റിലേക്ക് മാറ്റുന്ന
ആ സിസ്റ്റത്തിൻ്റെ പേരെന്താണ് എന്നാണ് എന്ത് ചെയ്തിരിക്കുന്നത്, നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അങ്ങനെ ചോദിക്കുമ്പോൾ അതിൽ ഓപ്ഷൻസ് ഏതാ ഉള്ളത് എന്നുള്ളത് നമുക്ക് നോക്കാം. ആദ്യം പറഞ്ഞിരിക്കുന്നത് ഡൊമെയിൻ നമ്പറിംഗ് സിസ്റ്റം എന്നാണ്, പിന്നെ പറഞ്ഞിരിക്കുന്നത് ഡൊമെയിൻ എന്നാണ്, പിന്നെ പറഞ്ഞിരിക്കുന്നത് ഡൊമെയിൻ നെയിം സിസ്റ്റം എന്നാണ്, പിന്നെ പറഞ്ഞിരിക്കുന്നത് പാക്കറ്റ് സ്വിച്ചിങ് ഡൊമെയിൻ സിസ്റ്റം എന്നുമാണ് എന്ത് ചെയ്തിരിക്കുന്നത് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ നിങ്ങൾ അറിയേണ്ടുന്ന ഒരു സാധനമുണ്ട്. അതിൻ്റെ പേരാണ് DNS എന്ന് പറയുന്നത്. ഈ DNSൻ്റെ പൂർണ്ണ രൂപം അല്ലെങ്കിൽ DNSൻ്റെ ഫുൾ ഫോം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. DNSൻ്റെ ഫുൾ ഫോം എന്ന് പറയുന്നത് ഡൊമെയിൻ നെയിം സിസ്റ്റം എന്നാണ്. ഇത് വളരെ സിമ്പിളായിട്ട് പറയാനാണെങ്കിൽ ഇപ്പോൾ നമുക്കറിയാം, നമുക്ക് എല്ലാവർക്കും ഇഷ്ടം പോലെ കൂട്ടുകാരന്മാരുണ്ടാവും അല്ലേ, അല്ലെങ്കിൽ കൂട്ടുകാരികളുണ്ടാവും. ഈ കൂട്ടുകാരന്മാരുടെയും കൂട്ടുകാരികളുടെയും ഓരോരുത്തരുടെയും മൊബൈൽ നമ്പർ നമുക്ക് പഠിച്ചു വെക്കുക എന്ന് പറയുന്നത് ഭയങ്കര ടഫായിട്ടുള്ള കാര്യമാണ്. പക്ഷെ നമുക്ക് എന്തറിയാം, അവരുടെ എല്ലാവരുടെയും പേരറിയാം. അപ്പോൾ അവരൊന്ന് വിളിക്കണമെന്നുണ്ടെങ്കിൽ നമ്മളൊരിക്കലും നമ്മുടെ മൊബൈൽ എടുത്തിട്ട് അവരുടെ മൊബൈൽ നമ്പർ അല്ല തപ്പുക. അങ്ങനെ അറിയുന്ന 1-2 ആൾക്കാരുണ്ടാവും, പക്ഷെ അതല്ലാത്തവരുടെ എല്ലാം നമ്മൾ എന്താണ് തപ്പുക, നമ്മളെ പേരാണ് തപ്പുക. അപ്പോൾ അവിടെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള നമ്പർ അവിടെ എന്ത് ചെയ്തിട്ടുണ്ടാവും, അവരുടെ കോൺടാക്ട് നമ്പർ അല്ലെങ്കിൽ അവരുടെ മൊബൈൽ നമ്പർ സേവ് ചെയ്തിട്ടുണ്ടാവും. എന്ത് ചെയ്യാം, നമുക്കറിയാം. ഇതേ കോൺസെപ്റ്റ് നമ്മൾ ഇൻ്റർനെറ്റിൻ്റെ ഇതിലോട്ട് വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ കമ്പ്യൂട്ടറിൻ്റെ കേസിലോട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴും അടിച്ചു കൊടുക്കുമ്പോൾ ഇവിടെ ഒരു വെബ്സൈറ്റിൻ്റെ പേര് surfshark.com ഇല്ലെങ്കിൽ നിങ്ങൾ academies.com എന്ന് അടിച്ചു കഴിഞ്ഞാൽ ഈ academies.comന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു IP അഡ്രസ്സ് ഉണ്ട്. അത് നമുക്ക് പഠിച്ചു വെക്കുക എന്ന് പറയുന്നത് എന്തല്ല, ഒട്ടും എളുപ്പമല്ല. അപ്പോൾ ഈ academies.comന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള IP അഡ്രസ്സ് കിട്ടാനായിട്ട് നമ്മുടെ കമ്പ്യൂട്ടറിൽ പോയി നോക്കുന്ന സ്ഥലമാണ് ഇതെന്ന് പറയുന്നത് DNS എന്ന് പറയുന്നത് ഡൊമെയിൻ നെയിം സിസ്റ്റം. ആ ഡൊമെയിന് ഈ വെബ്സൈറ്റിൻ്റെ പേരിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു IP അഡ്രസ്സ് എവിടെ ഉണ്ടാവും, അവിടെ ഉണ്ടാവും. ആ IP അഡ്രസ്സും കൊണ്ടാണ് ഇവിടെ പോവുക, സെർവറിൽ പോകുന്നതും സെർവറിൽ നിന്ന് നമുക്ക് വേണ്ട ഡാറ്റ എടുത്തിട്ട് നമ്മുടെ കമ്പ്യൂട്ടറിൽ അല്ലെങ്കിൽ നമ്മുടെ മൊബൈലിൽ എന്ത് ചെയ്യുന്നതും ആ വെബ്സൈറ്റ് ലോഡ് ആവുന്നതും. അപ്പോൾ നമ്മുടെ പരിപാടി എളുപ്പമാക്കാനായിട്ട് നമുക്ക് IP അഡ്രസ്സ് ഓർത്ത് വയ്ക്കാതിരിക്കാനായിട്ട് ഇൻ്റർനെറ്റിൽ ആ വെബ്സൈറ്റിൻ്റെ പേരും അതിൻ്റെ IP അഡ്രസ്സ് നമ്മൾ കണക്ട് ചെയ്യുന്ന ഒരു രജിസ്ട്രിയാണ് അല്ലെങ്കിൽ അതെല്ലാം റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുള്ളൊരു റെക്കോർഡാണ് ഇതെന്ന് പറയുന്നത് ഈ പറയുന്ന DNS അല്ലെങ്കിൽ ഡൊമെയിൻ നെയിം സിസ്റ്റം എന്ന് ഓർത്ത് വയ്ക്കുക. ഒന്നുകൂടെ ഡെഫിനിഷൻ വായിച്ചോ, ദ സിസ്റ്റം ദാറ്റ് കൺവേർട്സ് an IP address into an easy to remember format is called. അതായത് ബേസിക്കലി ഈസി ടു റിമെമ്പർ ഫോർമാറ്റ് എന്ന് പറയുമ്പോൾ എന്താണ്, ആ വെബ്സൈറ്റിൻ്റെ പേരാണ്. ആ വെബ്സൈറ്റിൻ്റെ പേരാണ് എന്ത് ചെയ്യുന്നത്, അവിടെ ഉദ്ദേശിക്കുന്നത് എന്ത് ചെയ്യുക, ഓർത്തു വയ്ക്കുക. സെറ്റല്ലേ? അടുത്തിലോട്ട് പോട്ടെ. അടുത്ത ചോദ്യം, HTTP സ്റ്റാൻഡ്സ് ഫോർ. നമുക്കറിയാം നമ്മുടെ വേൾഡ് വൈഡ് വെബിൽ യൂസ് ചെയ്യുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പ്രോട്ടോക്കോളാണ് ഇതെന്ന് പറയുന്നത് HTTP എന്ന് പറയുന്നത്. അതിൻ്റെ ഫുൾ ഫോം എന്താണ്? എല്ലാത്തിലും പ്രോട്ടോക്കോൾ ഉണ്ട്, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അതുവഴി പിടിക്കാൻ പറ്റില്ല. പിന്നെ എന്താ ഉള്ളത്, HTTP ആണ് അല്ലേ, ഹൈപ്പർ ടെക്സ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോക്കോൾ ഉണ്ട്, ഹൈപ്പർ ടെക്സ്റ്റ് ട്രാൻസ്പോർട്ട് പ്രോട്ടോക്കോൾ ഉണ്ട്, ഹൈപ്പർ ടെക്സ്റ്റ് ടെസ്റ്റ് പ്രോട്ടോക്കോൾ ഉണ്ട്, ഹൈപ്പർ ടെക്സ്റ്റ് ടൂൾ പ്രോട്ടോക്കോൾ ഉണ്ട്. അപ്പോൾ H4 എന്തായാലും എന്താണ്, ഹൈപ്പർ ടെക്സ്റ്റ് ആണ്. കാരണം എല്ലാത്തിലും എന്തുണ്ട്, ഹൈപ്പർ ടെക്സ്റ്റ് ഉണ്ട് അല്ലേ. പിന്നെയുള്ളത് എന്താ, പ്രോട്ടോക്കോൾ ആണ്. അതും നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, നമുക്കത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ P4 പ്രോട്ടോക്കോൾ ഉണ്ട്. അല്ലെങ്കിൽ HT എന്നുള്ളത് എന്താണെന്ന് കിട്ടി, ഹൈപ്പർ ടെക്സ്റ്റ് എന്നിട്ട് ഇനി ആകെ ഒരൊറ്റ T നമുക്ക് കിട്ടാനുള്ളൂ. HT ഹൈപ്പർ ടെക്സ്റ്റ് ആണ്, P പ്രോട്ടോക്കോൾ ആണ്. ഇനിയുള്ള Tയുടെ ആൻസർ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ട്രാൻസ്ഫർ ആണ്. ഹൈപ്പർ ടെക്സ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോക്കോൾ ആണ് ഇതെന്ന് പറയുന്നത്. നമ്മളെല്ലാവരും വളരെ കോമൺ ആയിട്ട് പറയുന്നത് HTTP എന്ന് പറയുന്നത്. പല വെബ്സൈറ്റും തുടങ്ങുമ്പോൾ നിങ്ങൾ കണ്ടാവും HTTP ഉണ്ടാവും, പിന്നെ ആയിരിക്കും വെബ്സൈറ്റിൻ്റെ പേര്, അല്ലെങ്കിൽ HTTPS ഉണ്ടാവും, എന്നിട്ടായിരിക്കും വെബ്സൈറ്റിൻ്റെ പേരുണ്ടാവും, അല്ലെങ്കിൽ ആ ഡൊമെയിൻ നെയിം ഉണ്ടാവുക. അപ്പോൾ അതാ ഒരു പ്രോട്ടോക്കോളാണെന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. അതിൻ്റെ ഫുൾ ഫോം ആണ് ഏതെന്ന് പറയുന്നത്, ഹൈപ്പർ ടെക്സ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോക്കോൾ എന്ന് പറയുന്നത് ഓർത്ത് വയ്ക്കുക. മറ്റൊരു രീതിയിൽ ഇങ്ങനെയാണ് ചോദിച്ചത്, ഇൻ HTTP P സ്റ്റാൻഡ്സ് ഫോർ. അത് എക്സ്പ്ലനേഷൻ്റെ ആവശ്യമില്ല, ജസ്റ്റ് നമ്മൾ പറഞ്ഞതേ ഉള്ളൂ. P is for എന്താണ്, പ്രോട്ടോക്കോൾ ആണ്. അടുത്ത ചോദ്യം, വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഡിറ്റർമിൻസ് ഹൗ ഡിഫറെൻറ്റ് പ്രോഗ്രാംസ് എക്സ്ചേഞ്ച് ഡാറ്റ ഓവർ ദ ഇൻ്റർനെറ്റ്. ഇപ്പോൾ നമ്മൾ പറഞ്ഞ അതേ കാര്യത്തെ പറ്റി തന്നെയാണ് നമ്മൾ സംസാരിച്ചത്. വ്യത്യസ്തമായ പ്രോഗ്രാമുകൾ ഇൻ്റർനെറ്റിൽ ഡാറ്റ എക്സ്ചേഞ്ച് ചെയ്യുന്നത് ആരാണ് തീരുമാനിക്കുന്നത് എന്നുള്ളതാണ്. അത് ബ്ലൂടൂത്ത് അല്ല, ഇമെയിൽ അല്ല, ആ ലിങ്ക് അല്ല, URL അല്ല, അത് എന്തിൻ്റെ ബേസിലാണ്, ഏത് പ്രോട്ടോക്കോളിനെ അടിസ്ഥാനമാക്കിയിട്ടാണ് നടക്കുന്നത്, HTTP അല്ലെങ്കിൽ ഹൈപ്പർ ടെക്സ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോക്കോളിനെ അടിസ്ഥാനമാക്കിയിട്ടാണ് ഡിഫറെൻറ്റ് പ്രോഗ്രാംസ് എക്സ്ചേഞ്ച് ഡാറ്റ ഓവർ ദി ഇൻ്റർനെറ്റ്. ഇൻ്റർനെറ്റിൽ ആശയവിനിമയം പോസിബിൾ ആവുന്ന, ഇൻ്റർനെറ്റിൽ ഡാറ്റ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറ്റം ചെയ്യുന്നെല്ലാം ഏതിലാണ്, ഇതിനെ അടിസ്ഥാനമാക്കിയിട്ടാണ്. അടുത്തത്, ഫുൾ ഫോമുകൾക്ക് ഒരു അന്ത്യമില്ല. വാട്ട് ഈസ് ദ ഫുൾ ഫോം ഓഫ് DHCP ഇൻ നെറ്റ്വർക്കിംഗ് സിസ്റ്റം? നെറ്റ്വർക്കിംഗ് സിസ്റ്റത്തിൽ യൂസ് ചെയ്യുന്ന ഒരു പരിപാടിയാണ് ഇതെന്ന് പറയുന്നത് DHCP എന്ന് പറയുന്നത്. അതിൻ്റെ പൂർണ്ണ രൂപം ചോദിക്കുകയാണെങ്കിൽ ഈ ഒന്നാമത്തെ ഓപ്ഷനാണ് ഡൈനാമിക് ഹോസ്റ്റ് കോൺഫിഗറേഷൻ പ്രോട്ടോക്കോൾ ആണ് ഇതെന്ന് പറയുന്നത്. ഈ പറയുന്ന DHCP എന്ന് പറയുന്നത് ഡൈനാമിക് ഹോസ്റ്റ് പ്രോട്ടോക്കോൾ ആണ് ഇതെന്ന് പറയുന്നത്. ഈ പറയുന്ന DHCP എന്ന് പറയുന്നത് ഇത് എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ഒരു വെബ്സൈറ്റ് വരുമ്പോൾ അതിൻ്റെ പേരാണ് നമുക്കറിയാം. ആ IP അഡ്രസ്സ് കിട്ടാനായിട്ട് നമ്മൾ DNS പോയി നോക്കുന്നുള്ളത്. അപ്പോൾ അങ്ങനെ IP അഡ്രസ്സ് കൊടുക്കുന്ന പരിപാടി, ഒരു വെബ്സൈറ്റ് വന്നു കഴിഞ്ഞാൽ അതിന് IP അഡ്രസ്സ് ഇന്ന IP അഡ്രസ്സ് ആണ് എന്ന് പറഞ്ഞ് ഏൽപ്പിക്കുന്ന പരിപാടി ചെയ്യുന്ന ഒരു സാധനമാണ് ഇതെന്ന് പറയുന്നത് ഡൈനാമിക് ഹോസ്റ്റ് കോൺഫിഗറേഷൻ പ്രോട്ടോക്കോൾ എന്ന് പറയുന്നത്. ഒരു ഇച്ചിരി ഡീപ്പായിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. കുറേ അധികം ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞ പോലെ എക്സാക്ട്ലി ഇങ്ങനെ എല്ലാ കാര്യങ്ങളും, പക്ഷേ എന്നിരിക്കലും നമുക്ക് മനസ്സിലാവാൻ തൽക്കാലം ഇത്ര മതി. നമുക്കിതിൻ്റെ
അതിൻ്റെ എന്താ പറയുക ഉള്ളറകളിലോട്ടൊന്നും ഇറങ്ങി ചെല്ലേണ്ട ആവശ്യമില്ല. അപ്പോൾ DHCP എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡൈനാമിക് ഹോസ്റ്റ് കോൺഫിഗറേഷൻ പ്രോട്ടോകോൾ ആണ്. IP അഡ്രസ് അസൈൻ ചെയ്യുക എന്നുള്ളതാണ്. IP അസൈനിങ് ആണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട പരിപാടികളിൽ ഒന്ന് എന്ന് എന്ത് ചെയ്താൽ മതി, നിങ്ങൾ മനസ്സിലാക്കി വെച്ചത്. അല്ലെങ്കിൽ ഇതിൻ്റെ പ്രധാന ധർമ്മം എന്ന് പറയുന്നതാണെന്ന് എന്ത് ചെയ്താൽ മതി, മനസ്സിലാക്കി വെച്ചാൽ മതി. സെറ്റ് അല്ലേ? അടുത്തിലോട്ട് പോട്ടെ. അടുത്തത് ദ ഇന്റർനെറ്റ് വർക്ക്സ് ബൈ യൂസിങ് എ പ്രോട്ടോകോൾ കോൾഡ് TCP/IP. ഇന്റർനെറ്റ് വർക്ക് ചെയ്യുന്നതിനുള്ള പ്രോട്ടോകോൾ ആണ് TCP/IP. വാട്ട് ഈസ് ദ ഫുൾ ഫോം ഓഫ് TCP/IP? ഒരുപാട് പറഞ്ഞ് ഞാൻ നീട്ടുന്നില്ല, വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചോദ്യമാണ്, എപ്പോഴും ചോദിക്കാറുള്ളതാണ്. TCP എന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രാൻസ്മിഷൻ കൺട്രോൾ പ്രോട്ടോകോൾ, IP എന്ന് വെച്ചാൽ ഇന്റർനെറ്റ് പ്രോട്ടോകോൾ. അത് ഓൾറെഡി നമ്മൾ പറഞ്ഞതാണ്. ഇപ്പോൾ TCP/IPയുടെ ഫുൾ ഫോം എന്താണ്? ട്രാൻസ്മിഷൻ കൺട്രോൾ പ്രോട്ടോകോൾ അല്ലെങ്കിൽ ഇന്റർനെറ്റ് പ്രോട്ടോകോൾ ആണ് ഇതിന്റെ ഫുൾ ഫോം ആയിട്ട് വരുന്നത്. IPയുടെ ഫുൾ ഫോം ആയിട്ട് വരുന്നതെന്ന് ഓർത്ത് വയ്ക്കുക. അടുത്തത് വിച്ച് ഓഫ് ദ ഫോളോയിങ് സർവേഴ്സ് കൺവേർട്സ് IP അഡ്രസ്സസ് ടു ഡൊമൈൻ നെയിംസ്. നമ്മൾ ഓൾറെഡി കഥ മൊത്തം പറഞ്ഞതാണ്. IP അഡ്രസ്സുകളെ ഡൊമൈൻ നെയിംസിലോട്ട് കൺവേർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ അത് കണക്ട് ചെയ്യുന്ന സർവീസിന്റെ പേരാണ് ഇതെന്ന് പറയുന്നത് DNS അല്ലെങ്കിൽ ഡൊമൈൻ നെയിമിംഗ് സിസ്റ്റം എന്ന് പറയുന്നത്. വിച്ച് ഓഫ് ദ ഫോളോയിങ് സർവേഴ്സ് കൺവേർട്ട് IP അഡ്രസ് ടു ഡൊമൈൻ നെയിംസ്. IP അഡ്രസ്സിനെ ഡൊമൈൻ നെയിംസ് ആയിട്ടും തിരിച്ചും ചെയ്യുന്ന പരിപാടി ആരാണ് ചെയ്യുന്നത്? ഡൊമൈൻ നെയിം സിസ്റ്റം ആണ് ചെയ്യുന്നത്. എന്ത് ചെയ്യുക? ഓർത്ത് വയ്ക്കുക. അടുത്തത് ആൻ അറ്റംപ്റ്റ് ടു ഒബ്റ്റെയിൻ സെൻസിറ്റീവ് ഇൻഫർമേഷൻ. സെൻസിറ്റീവ് ആയിട്ടുള്ള ഇൻഫർമേഷൻ ഒബ്റ്റെയിൻ ചെയ്യാനുള്ള ഒരു അറ്റംപ്റ്റ് സച്ച് ആസ് നമ്മുടെ യൂസർ നെയിം, പാസ്വേഡ് അല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡ് ഡീറ്റെയിൽസ് എക്സെട്ര ഫോർ മാലീഷ്യസ് റീസൺസ്. നല്ല കാര്യത്തിനല്ല, എന്തോ നമ്മൾക്ക് ഉപദ്രവം വരുന്ന രീതിയിലുള്ള ദുരന്തപരമായിട്ടുള്ള അല്ലെങ്കിൽ തെറ്റായ കാര്യങ്ങൾക്ക് യൂസ് ചെയ്യാനായിട്ട് നമ്മുടെ യൂസർ നെയിമോ പാസ്വേഡോ ക്രെഡിറ്റ് കാർഡ് ഡീറ്റെയിൽസോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള സെൻസിറ്റീവ് ഇൻഫർമേഷനോ അടിച്ചെടുക്കാനായിട്ടുള്ള ശ്രമത്തെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? നമ്മൾ ഫിഷിംഗ് എന്ന് പറയുന്നത്. മക്കളെ വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ എപ്പോഴും ചോദിക്കാറുണ്ട്. മറ്റേ മീൻ പിടിക്കാൻ പോകുന്ന ഫിഷിംഗ് അല്ല. ഇത് കേൾക്കുന്ന ആളുകൾ മാത്രമുണ്ടെങ്കിൽ ആ F അല്ല, PHI ആണ്, ഫിഷിംഗ് ആണ്. രണ്ടും ഫിഷിംഗ് തന്നെയാണ് പറയാം, പക്ഷേ സ്പെല്ലിംഗിൽ എന്തുണ്ട് മാറ്റുണ്ട്. ഈ ഫിഷിംഗ് എന്താണ്? യൂസർ നെയിമോ പാസ്വേഡോ ക്രെഡിറ്റ് കാർഡ് ഡീറ്റെയിൽസോ ഒക്കെ നമ്മുടെ നിന്ന് അടിച്ചു മാറ്റാൻ, അൺഓതറൈസ്ഡ് ആയിട്ട് നമ്മുടെ നിന്ന് അടിച്ചു മാറ്റാനുള്ള ശ്രമത്തെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? നമ്മൾ ഫിഷിംഗ് എന്ന് പറയുന്നത്. പരീക്ഷ ഏതോ ആയിക്കൊള്ളട്ടെ, SSC RRB കേരള PSC ഏതോ ആയിക്കൊള്ളട്ടെ, ഈ ചോദ്യം എപ്പോഴും എന്ത് ചെയ്യാറുള്ളതാണ്? ചോദിക്കാറുള്ളതാണെന്ന് എന്ത് ചെയ്യുക? മനസ്സിലാക്കി വെക്കുക. അടുത്ത ചോദ്യം ഡാഷ് റെഫേഴ്സ് ടു അൺസോളിസിറ്റഡ് കൊമേഴ്ഷ്യൽ ഇമെയിൽ ദാറ്റ് ഫ്ലഡ് ദ ഇന്റർനെറ്റ്. നമുക്കറിയാം, നമുക്ക് 10 മെയിൽ വരുന്നുണ്ടെങ്കിൽ അതിൽ 9 എണ്ണം എന്താണ്? ഏതെങ്കിലുമൊക്കെ പരസ്യങ്ങളാണ് അല്ലെ, ഏതെങ്കിലും സാധനം നമ്മളെ കൊണ്ട് വാങ്ങിപ്പിക്കാനുള്ള പരസ്യങ്ങളാണ്. അത്തരത്തിൽ ജങ്കായിട്ട് നമുക്ക് വരുന്ന ഇമെയിലുകളെ, കൊമേഴ്ഷ്യൽ ഇമെയിലുകളെ നമ്മൾ എന്ത് വിളിക്കും? അവരെ നമ്മൾ സ്പൈവെയർ ഒന്നും വിളിക്കില്ല, ട്രോജൻ ഹോഴ്സ് ഒന്നും വിളിക്കില്ല. ആ മെയിലുകൾ വരുന്നത് കൊണ്ട് അതൊരു നമുക്കൊരു എന്താ പറയുക, ഒരു വരുന്നു എന്നുള്ളൊരു ബുദ്ധിമുട്ടല്ലാതെ നമ്മുടെ ഇന്ന് ഡാറ്റ അടിച്ചു മാറ്റാൻ ഒന്നും ശ്രമിക്കാത്തൊരു സാധനം ആയതുകൊണ്ട് അതിനെ നമുക്ക് എന്തും വിളിക്കാൻ പറ്റില്ല. ഒരു മാൽവെയർ ഒന്നും വിളിക്കാൻ പറ്റില്ല. അതിന് നമ്മൾ എന്താണ് വിളിക്കുക? സ്പാം എന്നാണ് വിളിക്കുക അല്ലെ. എല്ലാവർക്കും അറിയുന്ന ഒരു വാക്കാണ്. സ്പാം കോൾ ആയിരിക്കില്ലേ നമ്മൾ പറയും അല്ലെ. അപ്പോൾ അതുപോലെ സ്പാം ഇമെയിലാണ്. കൊമേഴ്ഷ്യൽ ഇമെയിലുകൾ ഭയങ്കരമായിട്ട് വരുന്ന അത്തരത്തിലുള്ള മെസ്സേജുകളെ, അത്തരത്തിലുള്ള മെയിലുകളെ നമ്മൾ എന്ത് വിളിക്കുന്നു? സ്പാം എന്ന് വിളിക്കുന്നു. അടുത്തത് ട്രോജൻ ഹോഴ്സ് ഈസ് എ ഫോം ഓഫ്. ട്രോജൻ ഹോഴ്സ് എന്ന് പറയുന്നത് ഒരു സർവീസ് അറ്റാക്കോ ഒരു സ്ലാമർ വേമോ ഒരു മെലീസ വേമോ അല്ല. അതെന്താണ്? വൈറസ് അറ്റാക്ക് ആണ് ഇതെന്ന് പറയുന്നത്. ട്രോജൻ ഹോഴ്സ് എന്ന് പറയുന്നത്. ട്രോജൻ എന്ന് പറയുന്നത് എന്താണ്? ഒരു വൈറസ് ആണ്, എല്ലാവർക്കും അറിയുന്നതാണ്. ഏതെന്ന് പറയുന്നത്? ട്രോജൻ എന്ന് പറയുന്ന വൈറസിനെ. അടുത്തത് ദ ട്രയൽ ടെസ്റ്റ് ഓഫ് എ കമ്പ്യൂട്ടർ ഓർ സോഫ്റ്റ്വെയർ ബിഫോർ ദ കൊമേഴ്ഷ്യൽ ലോഞ്ച് ഈസ് കാൾഡ്. അതായത് ഒരു നല്ലൊരു ആപ്ലിക്കേഷനൊക്കെ ഇറങ്ങുന്നതിന് മുമ്പ് അല്ലെങ്കിൽ നല്ലൊരു വെബ്സൈറ്റ് ഇറങ്ങുന്നതിന് മുമ്പ് അല്ലെങ്കിൽ നല്ലൊരു സോഫ്റ്റ്വെയർ ഇറക്കുന്നതിന് മുമ്പ് അവർ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ, അതായത് കൊമേഴ്ഷ്യൽ ലോഞ്ച് ചെയ്യുന്നതിന് മുമ്പ് അവർ എന്ത് ചെയ്യുന്നു വെച്ചാൽ ഇതിന് ട്രയൽ ടെസ്റ്റ് നടത്തും. കാരണം ഇത് ഉണ്ടാക്കിയിട്ട് കാര്യമില്ല, ഇത് ആളുകൾ ഉപയോഗിക്കുമ്പോഴാണല്ലോ ഇതിൻ്റെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്, ഇതിൻ്റെ നല്ലത് എന്തൊക്കെയാണെന്നൊക്കെ അറിയാം. സോ അങ്ങനെ ചെയ്യുന്ന ആ ട്രയൽ ടെസ്റ്റിനെ നമ്മൾ എന്താണ് വിളിക്കുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആ ട്രയൽ ടെസ്റ്റിനെ നമ്മൾ വിളിക്കുന്നതാണ് ബീറ്റ ടെസ്റ്റ് എന്ന് പറയുന്നത്. നിങ്ങളിൽ തന്നെ പല ആളുകളും നമ്മളിപ്പോൾ ഗൂഗിൾ പ്ലേ സ്റ്റോറിലൊക്കെ പല ആപ്ലിക്കേഷൻസിൻ്റെയും ബീറ്റ ടെസ്റ്ററായിട്ട് നമുക്ക് സൈൻ അപ്പ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഒരു ലക്ഷം സബ്സ്ക്രൈബേഴ്സ് അല്ലെങ്കിൽ 1 ലക്ഷം ആളുകളൊക്കെ ഇത് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൽ ചെറിയൊരു നമ്പർ, ഇപ്പോൾ 5000 പേർക്കൊക്കെ ആയിരിക്കും ഒരു ബീറ്റ ടെസ്റ്റർ ആവാനുള്ള എന്താ പറയുക ആ ഒരു ഓപ്ഷൻ കൊടുക്കുക. അങ്ങനെ അത് നമുക്കും ചെയ്യാൻ പറ്റും, എല്ലാവർക്കും ചെയ്യാൻ പറ്റും. നമ്മളത് ലോഗിൻ ചെയ്ത് നമ്മൾ ബീറ്റ ടെസ്റ്റർ ആയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഒരു ആപ്പിൻ്റെ അപ്ഡേറ്റ് ഒഫീഷ്യലി ലോഞ്ച് ചെയ്യുന്നതിന് മുമ്പ് തന്നെ നമുക്ക് എന്ത് ചെയ്യും? ആ ആപ്പ് കിട്ടും. അതായത് പല ഫീച്ചേഴ്സും നമ്മളായിരിക്കും ചിലപ്പോൾ ആദ്യം കാണാം, അതിനുശേഷം എന്ത് ചെയ്യുള്ളൂ? കോമൺ ആയിട്ടുള്ള ആളുകളിലേക്ക് എത്തുള്ളൂ. എല്ലാ ആപ്ലിക്കേഷൻസ് ഇത് പ്രൊവൈഡ് ചെയ്യേണ്ടതെന്നല്ല, പക്ഷേ ഫേസ്ബുക്കിൻ്റെ ഒക്കെ ഒരു പണ്ട് ഫേസ്ബുക്കൊക്കെ ഉപയോഗിക്കുന്ന സമയത്ത് ഞാനൊരു ബീറ്റ ടെസ്റ്റർ ആയിരുന്നു, അതുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. സോ അത്തരത്തിൽ ഒരു കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർ ആയിക്കൊള്ളട്ടെ, ഒരു കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ആയിക്കൊള്ളട്ടെ, അത്തരത്തിൽ കുറച്ച് ആളുകൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടോ എന്നൊക്കെ അറിയാനായിട്ട് ആളുകൾ ഉപയോഗിച്ചിട്ട് അതിൻ്റെ ഒരു ഫീഡ്ബാക്ക് കിട്ടാനും അതിൻ്റെ കാര്യങ്ങൾ കിട്ടാനായിട്ട് ചെയ്യുന്ന പരിപാടിയാണ് ബീറ്റ ടെസ്റ്റ് എന്ന് പറയുന്നത്. അങ്ങനെ ചെയ്യുന്ന ആളെ നമുക്ക് എങ്ങനെയും പറയാം? ബീറ്റ ടെസ്റ്റർ എന്നും എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് പറയാനായിട്ട് പറ്റും. അടുത്ത ചോദ്യം ഇതുവരെ അങ്ങനെ കണ്ടിട്ടില്ല. VGA വീഡിയോ ഗ്രാഫിക്സ് അറേ, അത് ഫുൾ ഫോം ആയിട്ട് ചോദിക്കാറുണ്ട്. VGAയുടെ ഫുൾ ഫോം എന്ന് പറയുന്നത് ഈസ് എ സിസ്റ്റം ഫോർ ഡിസ്പ്ലേയിങ് കളർ ഗ്രാഫിക്സ് ഡിസ്പ്ലേ ചെയ്യാനുള്ള ഒരു സിസ്റ്റമാണ്. പണ്ടുണ്ടായിരുന്ന VGA മോണിറ്ററൊക്കെ നമ്മൾ പറയാറുണ്ട്. ഇറ്റ് വാസ് ഡെവലപ്ഡ്
ഡെവലപ്ഡ് ബൈ. ഇത് ഡെവലപ്പ് ചെയ്ത് ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ പഴയ പുലികളായിരുന്ന IBM ആണ് എന്ത് ചെയ്യുന്നത്, ഈ പറയുന്ന VGA എന്ന് പറയുന്ന സിസ്റ്റം ഓഫ് ഡിസ്പ്ലേയിങ് കളർ ഗ്രാഫിക്സ് എന്ത് ചെയ്യുന്നത്, ഡിസൈൻ ചെയ്യുന്നത്. ഈ ഫുൾ ഫോം ശ്രദ്ധിക്കണം മക്കളെ, പലവട്ടം ചോദിച്ചിട്ടുള്ളതാണ്. VGA ഫുൾ ഫോം എന്താണ്, വീഡിയോ ഗ്രാഫിക്സ് അറേ ആണെന്ന് എന്ത് ചെയ്യുക, ഒന്ന് ഓർത്ത് വെക്കുക. സെറ്റ് അല്ലേ? എന്നാ പിടിച്ചോ അടുത്ത ചോദ്യം. ഹൂ കോയിൻ ദ വേർഡ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്? നമുക്കിപ്പോൾ എല്ലാവരും നമ്മുടെ ചുറ്റും ഒരു ഡെയിലി 4 വട്ടെങ്കിലും കേൾക്കുന്ന വാക്കാണ് AI അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന് പറയുന്നത്, അല്ലേ? നിർമ്മിത ബുദ്ധി. ആരാണ് ഇതിന്റെ ഈ ഒരു വാക്ക് കോയിൻ ചെയ്തെന്ന് ചോദിക്കുന്നത്. ഈ ഒരു വാക്ക് കോയിൻ ചെയ്യുന്നത് ജോൺ മക്കാർത്തി എന്ന് പറയുന്ന ശാസ്ത്രജ്ഞനാണ്. ജോൺ മക്കാർത്തിയാണ് എന്ത് ചെയ്യുന്നത്, AI എന്ന് പറയുന്ന പദം കോയിൻ ചെയ്യുന്നത്. ഇതില് 1-2 കാര്യങ്ങളൂടെ ഇദ്ദേഹത്തെ പറ്റി ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന് വേണ്ടി പ്രധാനമായും യൂസ് ചെയ്യുന്ന ഒരു ലാംഗ്വേജ് ആണ് ലിസ്പ് എന്ന് പറയുന്നത്. ലിസ്പ് എന്ന് പറയുന്ന ഒരു ലാംഗ്വേജും അതുപോലെ പ്രൊലോഗ് എന്ന് പറയുന്ന ഒരു ലാംഗ്വേജും, ഈ 2 ലാംഗ്വേജും ആണ്, പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് ആണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന് വേണ്ടി പ്രധാനമായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ AIക്ക് വേണ്ടി യൂസ് ചെയ്യുന്ന പ്രധാനപ്പെട്ട ലാംഗ്വേജ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലിസ്പും പ്രൊലോഗും ആണ്. ഇതിൽ ഈ ലിസ്പ് ക്രിയേറ്റ് ചെയ്ത വ്യക്തിയുടെ പേരും എന്ത് തന്നെയാണ്, ജോൺ മക്കാർത്തി എന്നാണ്. അപ്പോൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന് പറയുന്ന ആ പദം കോയിൻ ചെയ്ത അതേ വ്യക്തി തന്നെയാണ് ലിസ്പ് എന്ന് പറയുന്ന AIക്ക് വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ലാംഗ്വേജ്, ഒരു ഹൈ ലെവൽ ലാംഗ്വേജും കണ്ടുപിടിച്ചു എന്ന് എന്ത് ചെയ്യുക, ഓർത്ത് വയ്ക്കുക. പ്രൊലോഗം എന്ത് തന്നെയാണ്, AIക്ക് വേണ്ടി യൂസ് ചെയ്യുന്ന മറ്റൊരു ലാംഗ്വേജ് ആണെന്നും എന്ത് ചെയ്യുക, ഓർത്ത് വെക്കുക. സെറ്റ് അല്ലേ? എന്നാ പിടിച്ചോ അടുത്ത ചോദ്യം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ വോയിസ് അസിസ്റ്റന്റ്? താഴെ തന്നിട്ടുള്ള ഒരു വോയിസ് അസിസ്റ്റന്റ് അല്ലാത്ത ഏതാണെന്നാണ് ചോദിച്ചേക്കുന്നത്. നമുക്കറിയാം അലക്സ, സിറി, കോർട്ടാന ഇതെല്ലാം വോയിസ് അസിസ്റ്റന്റ് ആണ്. ഏതല്ല? കാർവാൻ എന്ന് പറയുന്ന വോയിസ് അസിസ്റ്റന്റ് അല്ല. അലക്സ ആമസോണിന്റെ ആണ്, സിരി ആപ്പിളിന്റെ ആണ്, കോർട്ടാൻ ഏതിന്റെയാണ്, വിൻഡോസിന്റെ ആണ്. ഇപ്പം ഇതില്ലാന്ന് തോന്നുന്നു, എനിക്ക് ഉറപ്പില്ല. എന്തായാലും കോർട്ടാൻ ഇതിന്റെ ആയിരുന്നു, വിൻഡോസിന്റെ ആയിരുന്നു. ഇപ്പോഴുണ്ടോ ഇല്ലയോ എന്നുള്ളത് നിങ്ങൾ എനിക്ക് പറഞ്ഞു തരാം കേട്ടോ. എന്തായാലും അലക്സ ആമസോണിന്റെ ആണ് നമുക്കറിയാം. സിരി ആരുടെയാണ്? സിരി ആപ്പിളിന്റെ ആണ്. കാർവാൻ എനിക്ക് തോന്നുന്നു ഇതൊരു മ്യൂസിക് ആപ്ലിക്കേഷൻ എന്തോ ആണ്. എന്തായാലും കാർവാൻ എന്തല്ല, ഒരു വോയിസ് അസിസ്റ്റന്റ് അല്ല. എന്നാ പിടിച്ചോ അടുത്ത ചോദ്യം. വിച്ച് വൺ ഓഫ് ദീസ് ഈസ് ദ പാരന്റ് കമ്പനി ഓഫ് ഗൂഗിൾ? ഗൂഗിളിന്റെ പാരന്റ് കമ്പനി ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം ഒരു വലിയ കമ്പനികൾ രൂപീകരിക്കുമ്പോൾ അവർ ഗ്രാജുവലി എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു കമ്പനിയെ തന്നെ അതിൻ്റെ മേലുള്ള ഒരു പാരന്റ് കമ്പനിയുടെ ഉള്ളിലോട്ട് കൊണ്ടുവരാറുണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഗൂഗിളിന്റെ കേസിലോട്ട് ഞാൻ വരാം. അതിന് മുമ്പ് നമുക്കറിയാം ഫേസ്ബുക്ക് എന്ന് പറയുന്ന കമ്പനി വരുന്ന മെറ്റ എന്ന് പറയുന്ന കമ്പനിയുടെ അണ്ടറിലാണ്, അല്ലേ? ഈ മെറ്റ എന്ന് പറയുന്ന കമ്പനിയുടെ അണ്ടറിൽ ഫേസ്ബുക്ക് ഉണ്ട്, ഏതുണ്ട്, വാട്സപ്പ് ഉണ്ട്, പിന്നെ നമുക്കറിയുന്ന ഏതുണ്ട്, ഇൻസ്റ്റാഗ്രാം ഉണ്ട്. ഇനി ഇതൊന്നും അല്ലാതെ നമുക്കൊന്നും അറിയാത്ത ഒരുപാട് ആയിരക്കണക്കിന് കമ്പനികൾ എന്തുണ്ട്, ഇവരുടെ അണ്ടറിലുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ ഈ മെറ്റ എന്ന് പറയുന്ന കമ്പനിയാണ് ഇവിടുത്തെ എന്തെന്ന് പറയുന്നത്, പാരന്റ് കമ്പനി എന്ന് പറയുന്നത്. അതിന് അണ്ടറിലോട്ട് മാറുക എന്നുള്ളതാണ്. നമുക്കറിയാം ഇതെല്ലാം തുടങ്ങുന്നത് ഫേസ്ബുക്കിൽ നിന്നാണ്. പക്ഷേ ഇത്തരത്തിൽ വലിയ ആളുകൾ വലിയ കമ്പനിയൊക്കെ ആകുമ്പോൾ അതിൽ എന്തെങ്കിലുമൊക്കെ ബെനിഫിറ്റ്സ് ഉണ്ടാവും, ഇങ്ങനെ എന്ത് ചെയ്യാറുണ്ട്. അത്തരത്തിലൊരു പരിപാടി ഗൂഗിളും ചെയ്തിരുന്നു. അങ്ങനെ ചെയ്തപ്പോൾ ഗൂഗിളിന്റെ പാരന്റ് കമ്പനിയുടെ പേര് എന്തായിട്ട് മാറി, ആൽഫബറ്റ് എന്നായിട്ട് മാറി. ആൽഫബറ്റ് എന്ന് പറയുന്ന പാരന്റ് കമ്പനിയുടെ അണ്ടറിലാണ് ആര് വരുന്നത്, നമ്മുടെ ഇപ്പോഴത്തെ ഗൂഗിൾ വരുന്നത്. എന്ത് ചെയ്യുക, ഓർത്ത് വെക്കുക. അടുത്തത്, ഹു ഈസ് ദ കോ ഫൗണ്ടർ ഓഫ് ആപ്പിൾ കമ്പ്യൂട്ടർ? ആപ്പിൾ കമ്പ്യൂട്ടറിന്റെ കോ ഫൗണ്ടർ ആരാണെന്ന് ചോദിച്ചേക്കുന്നത്. ആപ്പിൾ കമ്പ്യൂട്ടറിന്റെ ഫൗണ്ടേഴ്സ് നമുക്കറിയാം. അതിൽ ആരൊക്കെ ഉണ്ട്? നമ്മുടെ സ്റ്റീവ് ജോബ്സ് ഉണ്ട്, അതുപോലെ റൊണാൾഡ് വെയിൻ ഉണ്ട്, അതുപോലെ സ്റ്റീവ് വോസ്നിയാക്ക് ഉണ്ട്. അറിയാത്തവരുണ്ടെങ്കിൽ നോട്ട് ചെയ്യുക. ആപ്പിളിന്റെ ഫൗണ്ടേഴ്സ് എടുത്തു കഴിഞ്ഞാൽ സ്റ്റീവ് ജോബ്സിന്റെ പേര് എല്ലാവർക്കും അറിയുന്നുണ്ടാവും, അതല്ലാതെയും വേറെ ആളുകളുണ്ട്. പിന്നെയുള്ള 3 പേരാണ് സ്റ്റീവ് ജോബ്സ്, റൊണാൾഡ് വെയിൻ, അതുപോലെ സ്റ്റീവ് വോസ്നിയാക്ക് എന്ന് പറയുന്നത്. ഇവരെല്ലാവരും ചേർന്നിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ ആപ്പിൾ എന്ന് പറയുന്ന കമ്പനി എന്ത് ചെയ്യുന്നത്, തുടങ്ങുന്നത്. അപ്പോൾ ഇതിൽ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ബിൽ ഗേറ്റ്സ് അല്ല, പോൾ ഇലോൺ അല്ല, ചാൾസ് ഫ്ലിൻറ്റും അല്ല. ആപ്പിളിന്റെ കോ ഫൗണ്ടർ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആപ്പിളിന്റെ ഫൗണ്ടേഴ്സിൽ ഒരാൾ, അതായിരിക്കും ഒരു കോ ഫൗണ്ടർ എന്നുള്ളത് ഉദ്ദേശിച്ചിട്ടുണ്ടാവുക. അതാരാണ്? അത് സ്റ്റീവ് ജോബ്സ് ആണ്. എന്ത് ചെയ്യുക, ഓർത്ത് വെക്കുക. ഇത്തരത്തിൽ കമ്പനികളും അവരുടെ സ്ഥാപകന്മാരും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കോഴ്സിൽ ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്താണ്, എന്നാലും പെട്ടെന്നൊന്നും നമുക്ക് പറഞ്ഞു പോവാം. മൈക്രോസോഫ്റ്റിന്റെ സ്ഥാപകൻ ബിൽ ഗേറ്റ്സ് ആണ്, എല്ലാവർക്കും അറിയാം. ഗൂഗിളിന്റെ സ്ഥാപകരാണ് ലാരി പേജും സെർജി ബ്രീനും. 1998 എന്ത് ചെയ്യുന്നത്, ഗൂഗിൾ സ്ഥാപിക്കുന്ന. ആ വർഷം എന്താണ്, ഇമ്പോർട്ടൻ്റ് ആണ്. ട്വിറ്ററിന്റെ ഫൗണ്ടേഴ്സിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് ജാക്ക് ഡോസി. ജാക്ക് ഡോസിയാണ് എന്തെന്ന് പറയുന്നത്, ട്വിറ്ററിന്റെ ഫൗണ്ടേഴ്സിൽ ഒരാളെന്ന് പറയുന്നത്. വിക്കി ലീക്സ് നമുക്കറിയാം, ഒരു കാലത്ത് കുപ്രസിദ്ധമായിരുന്ന വിക്കി ലീക്സ്. കുപ്രസിദ്ധം എന്ന് പറയാൻ പറ്റില്ല, റൈറ്റ് വേർഡ് ആണോ എന്ന് എനിക്കറിയില്ല. ഗവൺമെന്റിന്റെ എല്ലാം ഡാറ്റ ചോർത്തിയിട്ടിരുന്ന, എല്ലാ ഗവൺമെന്റിനെയും വിറപ്പിച്ച വിക്കി ലീക്സ് എന്ന് പറയുന്നതിന്റെ സ്ഥാപകൻ ജൂലിയൻ അസാഞ്ച് ആണ്, അല്ലേ? അതുപോലെ യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്യുന്നത്, പിന്നീട് ഗൂഗിൾ വാങ്ങിയായിരുന്നു. യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്ത ആളുകളുടെ പേര് ജെറി യാങ് എന്നും ഡേവിഡ് ഫിലോ എന്നുമാണ്. ആപ്പിൾ ഓൾറെഡി നമ്മൾ പറഞ്ഞു, സ്റ്റീവ് ജോബ്സ്, റൊണാൾഡ് വെയിൻ, സ്റ്റീവ് വോസ്നിയാക്ക് ആണ്. വാട്സപ്പ് ആരൊക്കെയാണ്? ജാൻ കുമ്മും ബ്രയാൻ ആക്ടനും ആണ് ഏതിന്റെ ഫൗണ്ടേഴ്സ് ആയിട്ട് വരുന്നത്, വാട്സപ്പിന്റെ ഫൗണ്ടേഴ്സ് ആയിട്ട് വരുന്നത്. ഫേസ്ബുക്കിന്റെ എല്ലാവർക്കും അറിയാം, മാർക്ക് സക്കർബർഗ് ആണ്. ഇനിയും കമ്പനികളും ലിസ്റ്റുകളും ഉണ്ട്, ഞാൻ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മാത്രം പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. ഒന്നുകൂടെ പറയാം, മൈക്രോസോഫ്റ്റ് ബിൽ ഗേറ്റ്സ്, ഗൂഗിൾ ആണെങ്കിൽ ലാരി പേജും സെർജി ബ്രിനും. ആ വർഷം കൂടെ നോട്ട് ചെയ്യുക, SSC പലപ്പോഴും ചോദിക്കാറുണ്ട്, 1998. ട്വിറ്റർ ജാക്ക് ഡോഴ്സി, വിക്കിലീക്സ് ആണെങ്കിൽ ജൂലിയൻ അസാഞ്ച്, യൂട്യൂബ് ജെറി യാങ്ങും ഡേവിഡ് ഫിലോയും ആണ്.
ആപ്പിൾ സ്റ്റീവ് ജോബ്സ്, റൊണാൾഡ് വെയിൻ, സ്റ്റീവ് വോസ്നിയാക്ക്. വാട്സപ്പ് ജാൻകും ബ്രയാൻ ആക്ടൻ ആണ്. ഫേസ്ബുക്ക് ആരാണ്? മാർക്ക് സക്കർബർഗ് ആണ്. ഓർത്ത് വയ്ക്കുക. ഇപ്പോൾ ഇവിടെ തന്നിട്ടുള്ളതിൽ ആപ്പിളിന്റെ കോഫൗണ്ടർ എന്ന് പറയുന്ന ആര് മാത്രമേ വരുള്ളൂ? സ്റ്റീവ് ജോബ്സ് മാത്രമേ വരുള്ളൂ. ഈ ടേബിൾ ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചിരിക്കണം. അടുത്തത്, മാക് ഈസ് എ ടൈപ്പ് ഓഫ് പേഴ്സണൽ കമ്പ്യൂട്ടർ മെയ്ഡ് ബൈ. നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് മാക് എന്ന് പറയുന്ന ആരുണ്ടാക്കുന്ന കമ്പ്യൂട്ടറാണ്? ആപ്പിൾ ഉണ്ടാക്കുന്ന കമ്പ്യൂട്ടറിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? മാക് എന്ന് വിളിക്കുന്നത്. അടുത്തത്, ഹു എമംഗ് ദ ഫോളോയിങ് ഈസ് നോട്ട് റിലേറ്റഡ് ടു ആപ്പിൾ ആസ് ഇറ്റ്സ് കോഫൗണ്ടർ. ആപ്പിളുമായിട്ട് അതിന്റെ കോഫൗണ്ടറായിട്ട് യാതൊരു ബന്ധമില്ലാത്ത ആളാരാന്നുള്ളതാണ്? റൊണാൾഡ് വെയിൻ ആപ്പിളിന്റെ ആളാണ്. മാർക്ക് സക്കർബർഗ് അല്ല, നമുക്കറിയാം. സ്റ്റീവ് ജോബ്സ്, സ്റ്റീവ് വോസ്നിയാക്ക് നമ്മൾ ഓൾറെഡി പഠിച്ചത് തന്നെയാണ്. മാർക്ക് സക്കർബർഗ് എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത്? ഫേസ്ബുക്കുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത്, അല്ലെങ്കിൽ മെറ്റ എന്ന് പറയുന്ന കമ്പനിയുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ആളാണ് ആരെന്ന് പറയുന്നത്? മാർക്ക് സക്കർബർഗ് എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം, വിക്കിലീക്സ് കോഫൗണ്ടർ ജൂലിയൻ അസാഞ്ച് ഈസ് എ കമ്പ്യൂട്ടർ പ്രോഗ്രാമർ ഓഫ് വിച്ച് കൺട്രി? വിക്കിലീക്സിന്റെ കോഫൗണ്ടർ ആയിട്ടുള്ള ജൂലിയൻ അസാഞ്ച് ഏത് രാജ്യത്തിന്റെ കമ്പ്യൂട്ടർ പ്രോഗ്രാമറാണ്, അല്ലെങ്കിൽ ഏത് രാജ്യത്ത് നിന്നുള്ള കമ്പ്യൂട്ടർ പ്രോഗ്രാമർ എന്നുള്ളതാണ്? അദ്ദേഹം ഒരു ഓസ്ട്രേലിയക്കാരനാണെന്ന് ഇന്ത്യ ഓർത്ത് വയ്ക്കുക. ഇതൊന്നും അങ്ങനെ കാണുന്നില്ല കേട്ടോ, മെയിൻ സ്ട്രീം ചോദ്യങ്ങളല്ല. പിന്നെ ഞാൻ എന്ത് ചെയ്യുന്നുള്ളതേ ഉള്ളൂ, ഇനിയിപ്പോൾ എങ്ങാനും ഇനിയും ചോദിച്ചാലെന്ന് വെച്ച് ഇൻക്ലൂഡ് ചെയ്തെന്നുള്ളതേ ഉള്ളൂ. വിക്കിലീക്സ് സ്ഥാപകനായിട്ടുള്ള ജൂലിയൻ അസാഞ്ച്, അതാണ് ചോദ്യം. ഏത് രാജ്യക്കാരനാണ്? ഓസ്ട്രേലിയയിൽ നിന്നുള്ള ആളാണ്. അപ്പോൾ നമുക്ക് ഇത്രയും ചോദ്യങ്ങളാണ് ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് ആഗ്രഹിച്ചത്. പറഞ്ഞ കാര്യങ്ങളെല്ലാം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. പല ചോദ്യങ്ങളും ഞാൻ ചുമ്മാ പറഞ്ഞു വിട്ടിട്ടുണ്ട്, ബിക്കോസ് അത് അത്രയേ ഉള്ളൂ. പിന്നെ അതിൻ്റെ പലതിൻ്റെയും കാര്യങ്ങൾ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളുമാണ്. അപ്പോൾ വീണ്ടും പറഞ്ഞ് നിങ്ങളുടെ വിലപ്പെട്ട സമയം കളയരുത്. എൻ്റെയും അതുപോലെ നമ്മുടെ രണ്ടുപേരുടെയും സമയത്തിന് വിലയുണ്ടല്ലോ, കളയരുതെന്നുള്ളതുകൊണ്ടാണ് അങ്ങനെ പോയത്. ആ ഒരു പേസ് വലിയ കുഴപ്പമുണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും സംശയങ്ങളോ സജഷൻസോ ഉണ്ടെങ്കിൽ അത് നമ്മൾ അറിയിക്കുക. ഇത്രയും നേരം ഞാൻ പറഞ്ഞ കാര്യങ്ങൾ കണ്ടിരുന്നതിന്, കേട്ടിരുന്നതിന് ഒരുപാട് നന്ദി. താങ്ക് യു ഫോർ വാച്ചിങ് അക്കാഡമിക്സ്. ഹാവ് എ നൈസ് ഡേ.